ഗുഡ് മോർണിംഗ്. നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ? ഇന്നത്തെ ദിവസം എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു സെഷനാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ടീം മെമ്പേഴ്സിനൊക്കെ ഒന്ന് പെട്ടെന്ന് ഇൻവൈറ്റ് ചെയ്യാം. അതുപോലെ ബുക്കും പേപ്പറും ആയിട്ട് ഇരിക്കുക, വെറുതെ കേട്ടിരിക്കാനാവാതെ. ഒരുപാട് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇന്ന് അറിയാൻ സാധിക്കുന്നുണ്ടാവും. കാരണം വെൽനെസ്സിനെ കുറിച്ച് അത്രയും ഡീപ്പായിട്ട് പഠിച്ചൊരു ലീഡറാണ് നമുക്കിന്ന് സെഷൻ ചെയ്യുന്നത്. ഏകദേശം 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള, ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. ക്രൗൺ ഡയറക്ടർ കൂടിയായ കോഴിക്കോട് സ്വദേശി രാഘവൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അതിന് കറക്റ്റായി എഴുതി നോട്ട് ചെയ്ത് വെക്കാൻ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അറിവുകൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഒട്ടും സമയം കളയുന്നില്ല, അദ്ദേഹത്തിന് ഒത്തിരി സമയം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാൻ കിട്ടിയ ഈ ഒരു അവസരം ഞാനൊരു ഭാഗ്യമായി കാണുകയാണ്. സ്നേഹത്തോടെ ബഹുമാനത്തോടെ രാഘവൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം രാഘവൻ സാർ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഓക്കെ, ഷാർപ്പ് നമ്മൾ 8:31 തന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതിൽ വളരെ സന്തോഷം. പങ്ക്ച്വാലിറ്റി അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ പേര് രാഘവൻ. അവിടെ ഷാജി സാർ പറഞ്ഞ പോലെ സ്ഥലം കോഴിക്കോടാണ്. ഞാൻ 2001-2002 മുതൽ ന്യൂട്രീഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ നിന്നോ ഒരു മെഡിക്കൽ സയൻസ് ഒന്നോ അല്ലെങ്കിൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വ്യക്തിയൊന്നുമല്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. ഡയബറ്റീസിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോവുക. പഠിപ്പിക്കൽ എൻ്റെ ജോലിയല്ല. കിട്ടിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസും കുറച്ച് നോളജും കുറച്ച് എന്താ പറയുക ഡോക്ടേഴ്സായിട്ടുള്ള ഇൻട്രാക്ഷനും, പിന്നെ നമ്മളെല്ലാവരും കാണുന്നത് പോലെ റീൽസ് നിങ്ങൾ കാണുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. ഞാൻ കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന റീൽസ് എന്തെങ്കിലും കാണും, അതൊന്ന് കുറെ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ എല്ലാം കൂടെ ശേഖരിച്ചുകൊണ്ട് ആകെ തുകയായിട്ടൊരു 90 മിനിറ്റ് സെഷനാണ്. അപ്പം ഇത് കേട്ടുപോയത് കൊണ്ട് കാര്യമായില്ല. ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പോകും, കുറച്ച് നമ്മൾ ശാസ്ത്രീയമായിട്ട് പോകും. ശാസ്ത്രീയമായിട്ട് പോകുന്ന സമയത്ത് സാധാരണക്കാരന് ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളുന്നില്ല, പേടിക്കണ്ട. അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ, നമുക്ക് നാടൻ ഭാഷയിൽ നമുക്ക് സംസാരിക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാം. പക്ഷെ ചില കാര്യങ്ങൾ എന്തായാലും സയന്റിഫിക് ആയിട്ട് തന്നെ പറയേണ്ടി വരും. അപ്പൊ അതങ്ങനെ എന്തെങ്കിലും മനസ്സിലാവാതെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇടയിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്നും ഇടരുത്. കമന്റ് ബോക്സിൽ ഇട്ടാൽ നമ്മുടെ പ്രസന്റേഷന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് അൾട്ടിമേറ്റ് ആയിട്ട് സെഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും മനസ്സിലാക്കാത്ത ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, സോ സ്ട്രൈറ്റ് അവേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എവല്യൂഷൻ ഓഫ് ഡയബറ്റീസ്. എവിടെ നിന്നാണ് ഈ സാധനം വരുന്നത്? ഓക്കെ, ഈ സാധനം എവിടുന്നാണ് വരുന്നത്? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ? ഒരു 30 കൊല്ലം മുന്നേ അല്ലെങ്കിൽ ഒരു 40 വർഷം മുന്നേ ഒക്കെ പ്രമേഹം എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത്, ക്യാൻ യു സീ മീ? സ്ലൈഡ് വരുന്ന സമയത്ത് എന്റെ ഫേസ് കാണാതിരിക്കുന്നുണ്ടോ? ഓക്കെ, എനിക്ക് കാണുന്നില്ല, അതാണ് ചോദിച്ചത്. ഓക്കെ, സോ നമുക്കൊരു 10-30 കൊല്ലം മുന്നേ, ഒരു 40 കൊല്ലം മുന്നേ ഒക്കെ ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വരികയാണ്, ചായ കാപ്പി വിത്തൗട്ട് മതിയിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്ന് കാണുന്നത് ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസ് ആയിരുന്നു അല്ലെ? പൈസക്കാർക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന ഒരു അസുഖമായിട്ടാണ് നമ്മൾ പണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ഇന്ന് ഏതൊരു സാധാരണക്കാരനും, എന്ന് പറയപ്പെടുന്നത് 22 കോടി ഇന്ത്യൻസ് പ്രീ ഡയബറ്റിക് ആണെന്നാണ് പറയുന്നത്. 22 കോടി ഇന്ത്യൻസ് ആർ പ്രീ ഡയബറ്റിക്. 7% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ആർ ഡയബറ്റിക്. 7% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 100-ൽ 7 പേർക്ക് പ്രമേഹം ഉണ്ടെന്നർത്ഥം. 22 പേര് ക്യൂവിൽ നിൽക്കുകയാണ്. മാക്സിമം പോയാൽ ഒരു 1 or 2 years കൊണ്ട് അവരും പ്രമേഹ രോഗിയാവും. ദാറ്റ് മീൻസ് നിയർലി 30% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ will going to suffer diabetes within 2 to 3 years. It's an alarming statement. Alarming statistics. നമുക്ക് എല്ലാവർക്കും പറയാം ഡയബറ്റീസ് ഒരു സൈലന്റ് കില്ലർ ആണെന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഡയബറ്റീസ് ഒരു സൈലന്റ് കില്ലർ അല്ല, ഡയബറ്റീസ് ഒരു സീരിയൽ കില്ലർ ആണെന്ന് മനസ്സിലാവും. ഇത് എവിടുന്നാണ് ഈ സാധനം വന്നത്?
അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ശരീരത്തെക്കുറിച്ച് നമുക്കൊരു അവലോകനം നടത്താം. എന്താ നമ്മളെ മനുഷ്യ ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? എല്ലാവർക്കും അറിയാം, കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഹ്യൂമൻ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ്, അല്ലെ? കോശങ്ങൾക്ക് എനർജി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. കോശങ്ങൾക്ക് ഊർജം എവിടുന്നാണ് കിട്ടുന്നത്? ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്ന് പറയും. ഗ്ലൂക്കോസ് അഥവാ പഞ്ചസാര, അഥവാ കുറച്ചുകൂടെ നമുക്ക് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ അന്നജാഹാരം, നമ്മൾ മെയിനായിട്ടും കഴിക്കുന്ന സോഴ്സ് ഓഫ് ഫുഡ് എന്ന് പറഞ്ഞാൽ അന്നജാഹാരമാണ്. രാവിലെ കഴിച്ചത് ഒരു 80% അന്നജാഹാരമായിരിക്കും, ഉച്ചയ്ക്ക് കഴിച്ചത് ഒരു 80% അന്നജാഹാരമായിരിക്കും, രാത്രിയും ഇത് തന്നെയാണ് തുടർക്കഥ. വൈകുന്നേരം ചായന്റെ കൂടെ കഴിക്കുന്ന ബിസ്ക്കറ്റ്സോ എന്തായിക്കോട്ടെ, റസ്കോ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ചായ കടികളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മലയാളികൾ കഴിക്കുന്ന പൊരിക്കടികൾ ഉണ്ടല്ലോ, പത്തിരിയോ ഉഴുന്നുവടയോ, ഓൾ ദീസ് ആർ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കുക 80% നമ്മുടെ ആഹാരം വി ആർ ഡിപ്പെൻഡിങ് അപ്പോൺ കാർബോഹൈഡ്രേറ്റ്, അന്നജാഹാരമാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഇത് ഗ്ലൂക്കോസ് ആയിട്ട് ബോഡി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോസിന് അതാത് കോശത്തിലേക്ക് ശരീരം എത്തിക്കുന്നു. ശരീരം എത്തിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് പറയാൻ പറ്റാവുന്നത്, ഈ ഗ്ലൂക്കോസിന് ഒറ്റയ്ക്ക് സഞ്ചരിച്ച് അതാത് കോശങ്ങളിലേക്ക് എത്തി ഊർജം നൽകാൻ അറിയില്ല. അപ്പൊ ഈ ഗ്ലൂക്കോസിനെ എത്തിക്കുന്ന ഒരു വാഹിനി ആവശ്യമാണ്, ഒരു കാരിയർ ആവശ്യമാണ്. ഗ്ലൂക്കോസിനെ കൊണ്ടു നടന്ന് കോശത്തിലേക്ക് എത്തിക്കണം. ആ എത്തിക്കുന്ന ജോലിയാണ് ആര് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ എന്ന് പറയുന്ന പാർട്ടി ചെയ്യുന്നത്. ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ പാൻക്രിയാസ് ആണ്, ആഗ്നേയ ഗ്രന്ഥി. പാൻക്രിയാസ് ആണ് ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിക്കുന്ന ആഹാരം കോശത്തിലേക്ക് എത്തിക്കേണ്ട ജോലി ആരാ ഏറ്റെടുക്കുന്നത്? ഇൻസുലിൻ ഏറ്റെടുക്കുന്നു. ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. അപ്പൊ പാൻക്രിയാസ് എത്രത്തോളം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും? എത്രത്തോളം നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം ഇൻസുലിൻ ആര് ഉൽപ്പാദിപ്പിക്കും? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കും. സേ ഫോർ എക്സാമ്പിൾ 1,00,000 ഗ്ലൂക്കോസ് പാർട്ടിക്കിൾ ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ 1,00,000 ഗ്ലൂക്കോസ് ഇൻസുലിൻ ആര് പ്രൊഡ്യൂസ് ചെയ്യും? പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഇൻസുലിൻ, നമ്മൾ ഈ പറയുന്ന ഇൻസുലിൻ 1,00,000 ഗ്ലൂക്കോസിന് അതാത് കോശത്തിലേക്ക് എത്തിക്കുന്നു. കോശം ഊർജം കിട്ടുന്നു, നമുക്ക് ബോഡിക്ക് എനർജി കിട്ടും. ഇനി ഇതിൽ കുറച്ച് മനസ്സിലാക്കേണ്ട വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് റിസപ്റ്റാർസ് എന്ന് പറയും. ഈ ഫുൾ സ്ലൈഡ് ഇല്ലല്ലോ, താഴെ ഇനി മാറ്റർ ഉണ്ടല്ലോ ഷാജി ഏട്ടാ, ഫുൾ സ്ലൈഡ് ഇല്ല അതില്. വെർട്ടിക്കലൊക്കെ കുറച്ചുകൂടെ നന്നാവും തോന്നുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഈ 1,00,000 ഗ്ലൂക്കോസിന് 1,00,000 ഇൻസുലിൻ കോശങ്ങളിലേക്ക് എത്തിക്കുന്നു, കോശങ്ങൾക്ക് ഊർജം കിട്ടും. അപ്പൊ ഈ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് മനസ്സിലാക്കുക വേറൊരു കാര്യം. യെസ്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അവിടെ ഇൻസുലിന്റെ റിസപ്റ്റാർസ് വർക്ക് ചെയ്യുന്നുണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു നാടൻ എക്സാമ്പിൾ ഞാൻ പറയാം. ഈ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്ലൈഡ് കംപ്ലീറ്റ് മനസ്സിലാവും. ഹസ്ബൻഡ് ആൻഡ് വൈഫ് നിങ്ങൾ വീട്ടിലുണ്ട്, ഭാര്യയും ഭർത്താവും വീടും. ഭർത്താവ് ജോലിക്ക് പോയിരിക്കുകയാണ്. ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ, മക്കളൊക്കെ സ്കൂളിൽ പോയതാണ്. ഒരു സ്ട്രേഞ്ചർ നിങ്ങളെ വീട് ഡോറ് വന്ന് നോക്കിയിരുന്നു. നിങ്ങളെ വൈഫായ നിങ്ങൾ, മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന വ്യക്തി ഡോറ് തുറക്കുന്നു, ചോദിക്കുന്നു നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്നു. ആരോട്? സ്ട്രേഞ്ചറോട് ചോദിക്കുന്നു. അപ്പൊ സ്ട്രേഞ്ചർ ചോദിക്കുന്നു, മിസ്റ്റർ എക്സിന്റെ വൈഫ് അല്ലേ? മിസ്റ്റർ സുരേഷ് അല്ലേ? ഇല്ല, സുരേഷ് ഏട്ടൻ ഇല്ലല്ലോ, സുരേഷ് ഏട്ടൻ ഓഫീസിൽ പോയതാണ്, വൈകുന്നേരം വരും, നിങ്ങൾ വൈകുന്നേരം വന്നോളൂ എന്ന് പറയും. ഡോർ അടയ്ക്കുന്നുണ്ടാവും. ശരിയല്ലേ? ഇവിടെ മനസ്സിലാക്കുക, ഇതേ സീൻ 2 വൈകുന്നേരം ഒരു സ്ട്രേഞ്ചർ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ നിങ്ങളെ വീട്ടിലേക്ക് വരുന്നു. വൈഫായ നിങ്ങൾ ഡോറ് തുറക്കുന്നു, ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ട്. നിങ്ങൾ ആ സ്ട്രേഞ്ചറോട് ചോദിക്കുമോ നിങ്ങൾ ആരാണ് എന്താണ് എന്ന് ചോദിക്കുമോ? ചോദിക്കില്ല. കാരണം എന്താ? ഭർത്താവിന്റെ കൂടെയാണ് ആര് വന്നത്? ആ സ്ട്രേഞ്ചർ വന്നത്. നിങ്ങൾ വീട് തുറന്നു, ഡോറ് തുറന്നു, ഉള്ളിലേക്ക് കയറുന്നു, ബാഗ് അവിടെ വെച്ചു, ഹസ്ബൻഡും വൈഫും അവിടെ ഇരുന്നു, സ്ട്രേഞ്ചർ അവിടെ സോഫയിൽ ഇരുന്നതിന് ശേഷമാണ് ഒരു പക്ഷെ ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നുണ്ടാവുക, ഇത് മിസ്റ്റർ ആനന്ദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, എൻ്റെ കൊളീഗാണ്, ഇപ്പോൾ ഓഫീസിൽ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാണ്, ഇവിടെ അടുത്ത വാടകയ്ക്ക് താമസിക്കാൻ വന്നതാണ് എന്ന് പറയും. ശരിയല്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? സ്ട്രേഞ്ചർ എന്ന് പറയുന്ന വ്യക്തി ആരാ? ഗ്ലൂക്കോസ് ആണ്. ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തി ഇൻസുലിൻ ആണ്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കൂട്ടിക്കൊണ്ടുവന്നു,
ഡോർ, ആ വീടിന്റെ ഡോർ എന്ന് പറയുന്ന സംഗതിയാണ് റിസപ്റ്റാർ. റിസപ്റ്റാർ ആര് തുറന്നു? നിങ്ങളെ ഭാര്യ തുറന്നു. നിങ്ങളെ വീടാണ് അവിടെ സെൽ എന്ന് പറയുന്ന സംഗതി. ഇവിടെയാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവിടെ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഭാര്യ തുറന്നിട്ട് ഭർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ അവസ്ഥ എന്താ? ഭാര്യയ്ക്ക് ഡെമൻഷ്യയാണ്. ഭാര്യ ഭർത്താവിനോട് ചോദിക്കുകയാണ്, അല്ല ചേട്ടാ നിങ്ങൾ ആരാന്ന് മനസ്സിലായി. ഭർത്താവിന് തന്നെ മനസ്സിലായില്ലെങ്കിൽ സ്ട്രേഞ്ചറിനെ എങ്ങനെ മനസ്സിലാവും എന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് ഇൻസുലിൻ റിസപ്റ്റാറും ഇൻസുലിനും തമ്മിലുള്ള ബന്ധം. ഇൻസുലിൻ റിസപ്റ്റാറാണ് ആര് തിരിച്ചറിയണത്? ഇൻസുലിനെ തിരിച്ചറിയണത്. ഇൻസുലിനെ റിസപ്റ്റാർ തിരിച്ചറിഞ്ഞാൽ ആര് ഉള്ളിലേക്ക് കയറും? ഗ്ലൂക്കോസ് അകത്തേക്ക് കയറും. ഇൻസുലിൻ റിസപ്റ്റാർ ഇൻസുലിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്ത് സംഭവിക്കും? ഭാര്യയ്ക്ക് ഭർത്താവിനെ തിരിച്ചറിയാൻ സാധിച്ചില്ല, എന്ത് സംഭവിക്കും? ഭർത്താവും സ്ട്രേഞ്ചറും എവിടെ നിൽക്കും? വീടിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാര്യം ഭാര്യയ്ക്ക് ആളെ പിടുത്തം കിട്ടിയില്ല. പിന്നെ മക്കൾ ആരെങ്കിലും വരണം. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ സംഭവിച്ചത് എന്താ? ഇതേ സംഭവമാണ് നമ്മുടെ ശരീരത്തിലും സംഭവിക്കുന്നത്. ഇൻസുലിനെ കൂട്ടിക്കൊണ്ടുവന്ന ഗ്ലൂക്കോസ് റിസപ്റ്റാറിന് സഹായത്തോടുകൂടെ വീടിന്റെ അകത്തേക്ക് അഥവാ കോശത്തിന്റെ അകത്തേക്ക് കയറുന്നു. ഗ്ലൂക്കോസ് അകത്തേക്ക് കയറുന്നു ഇൻസുലിന്റെ സഹായത്തോടു. ഇനി ഈ ചില സമയത്ത് ടൈപ്പ് 1 ഡയബറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പ്രസവിച്ച കുട്ടികൾക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു അസുഖമാണ്. ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന അസുഖമാണ്. കാരണം വേറൊന്നുമല്ല, പാൻക്രിയാസ് തീരെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാത്തൊരവസ്ഥ. പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഓർഗനുമാണ്, പാൻക്രിയാസ് ഒരു എക്സോക്രൈൻ ഓർഗനുമാണ്. രണ്ടും ഹോർമോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പലതരത്തിലുള്ള പാൻക്രിയാറ്റിക് ജ്യൂസ്, ഡൈജസ്റ്റീവ് ജ്യൂസസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പാൻക്രിയാസ്. ബോത്ത് എൻഡോക്രൈൻ, ഓൺലി എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ഓർഗൻ ഇൻ അവർ ബോഡിയാണ് പാൻക്രിയാസ്. അപ്പൊ പാൻക്രിയാസ് തീരെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിവൃത്തിയില്ല, മരിക്കുന്നത് വരെ, മരണം വരെ ഇൻസുലിൻ സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. സപ്ലിമെന്റ് മീൻസ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കേണ്ടി വരും. ഇതാണ് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് കാണപ്പെടുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയും. ടൈപ്പ് 2 ഡയബറ്റീസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു ടേമാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറയും. ഹൗ ഫാസ്റ്റ് യുവർ ഗ്ലൂക്കോസ് ഇസ് മെറ്റബലൈസ്ഡ് ഇൻസൈഡ് യുവർ സെൽ, ഹൗ ഫാസ്റ്റ് യു ആർ ഗെറ്റിംഗ് എനർജി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. എന്തുമാത്രം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ കഴിക്കുന്ന ആഹാരം നിങ്ങളെ കോശത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു, അത്രമാത്രം ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഊർജോൽപാദനം നടക്കുന്നു. ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, നമ്മുടെ മൈറ്റോകോൺട്രിയ എന്നൊക്കെ പറയും. കോശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് മൈറ്റോകോൺട്രിയ. ഓക്സിജനും ഗ്ലൂക്കോസും ഒരുമിച്ച് എത്തിയിട്ട് നമുക്ക് എനർജി തരുന്ന കോശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൈറ്റോകോൺട്രിയ. അപ്പം പറയപ്പെടുന്നത് ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഒരു ശരാശരി 25 വയസ്സ് 30 വയസ്സ് വരെയൊക്കെ ഹൈ ഗ്ലൂക്കോസ് മെറ്റബോളിസം ആയിരിക്കും. ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ജീവിതശൈലി അസുഖങ്ങൾ പലപ്പോഴും വരാത്ത, നമുക്ക് കുറച്ചുകൂടെ നമ്മളെ നല്ല സമയം എന്നൊക്കെ പറയുന്ന സമയമാണ് നല്ല ഹൈ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഉണ്ടായിരുന്ന ഒരു സമയം. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സമയത്ത് നമുക്ക് നല്ല വ്യായാമം ഉണ്ടായിരുന്നു അല്ലേ? നമ്മളൊക്കെ എത്ര വയസ്സ് വരെ നമ്മളൊക്കെ ജനറേഷൻ, എന്റെയൊക്കെ ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കൂളൊക്കെ പൂട്ടി കോളേജൊക്കെ പൂട്ടി വരുന്ന സമയത്ത് കളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയമായിരുന്നു. അന്ന് എന്താ പറയാ, അന്ന് ഫുൾ ടൈം കളി തന്നെയാണ്. കോളേജും സ്കൂളും കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം കളി തന്നെയാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ വ്യത്യസ്ത സ്പോർട്സാണ് നമ്മൾ കളിക്കുന്നുണ്ട്. അന്ന് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എനർജി ലെവൽസും നമ്മുടെ ഗ്ലൂക്കോസ് മെറ്റബോളിക് റേറ്റും ഒക്കെ വളരെ ഹൈ ആയിരുന്നു. അന്ന് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നീട് നമ്മൾ പല സംഗതികളിലേക്ക് നമ്മൾ പ്രവേശിച്ച സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ എല്ലാത്തിനും മൂല കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കഴിക്കുന്ന ആഹാരം തന്നെയാണ്, നമ്മളെ ഡയറ്റ്. പ്രധാനമായിട്ടും നമ്മൾ കഴിക്കുന്ന ഡയറ്റ് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, 80% നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഒന്നുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ വൈറ്റ് ഗ്രെയിൻസ്, ധാന്യപ്പൊടികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഫൈബറും തവിടും എല്ലാം കളഞ്ഞിട്ട് വെറും ധാന്യത്തിന്റെ പൊടി, അതെന്താ പറയാ, സ്റ്റാർച്ച്, എംറ്റി സ്റ്റാർച്ച് മാത്രമാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ ആഹാരം. രാവിലെ കഴിക്കുന്ന എന്താ? വെളുത്ത അപ്പം, വെളുത്ത ദോശ, വെളുത്ത ഇഡ്ഡലി, വെളുത്ത ഉപ്പുമാവ്, വെളുത്ത അട. ഉച്ചയ്ക്ക് കഴിക്കുന്നത് വെളുത്ത അരി, ശരിയല്ലേ? അല്ലെങ്കിൽ പൊറോട്ട, അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെ? ചപ്പാത്തിയാണ് രാത്രി കഴിക്കുന്നതെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റും കൂടുതൽ ഗ്ലൂക്കോസും ആണെങ്കിൽ രാത്രി കൂടുതൽ ഗ്ലൂട്ടൻ കിട്ടും. ഗോതമ്പിന്റെ ഒരു അസംസ്കൃത വസ്തുവാണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത്. ഗ്ലൂട്ടൻ ആണ് നമ്മളെ കംപ്ലീറ്റ്
നമ്മളെ ഉദരത്തിന്, നമ്മളെ ഗട്ടിനെ കംപ്ലീറ്റ് ഡാമേജ് ചെയ്യുന്നതും നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്ന പല അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്, ഗട്ട് ഹെൽത്തിനെ ഡാമേജ് ചെയ്യുന്നതെല്ലാം ഈ പൊറാട്ടയും ഈ പറയുന്ന ഗ്ലൂട്ടനൊക്കെയാണ്. അപ്പം കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്കും കഴിച്ച കാർബോഹൈഡ്രേറ്റ്, വൈകുന്നേരം കുറച്ച് 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 പൊരി ആഹാരങ്ങൾ, രാത്രി പിന്നെ ഗ്ലൂട്ടൻ ആണ്. അപ്പൊ എല്ലാം കൂടെ നമ്മളെ ശരീരത്തിനെ എന്താ പറയാ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിൽ ആഹാരങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് വേറെ നിവൃത്തിയില്ല. ഡ്യൂ ടു ഓവർ ഡിപ്പെൻഡൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്താ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞു എത്രത്തോളം നമ്മൾ അന്നജം കൊടുത്തുകൊണ്ടിരിക്കുന്നുവോ നമ്മളെ പാൻക്രിയാസ് അത്രത്തോളം എന്തുൽപാദിപ്പിക്കും? ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ടൂ മച്ച് ഓഫ് കാർബോഹൈഡ്രേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടൂ മച്ച് ഓഫ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ആര് സമ്മർദ്ദം ചെലുത്തും? ബ്രെയിന് പാൻക്രിയാസിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കും. കാരണം അത്രയ്ക്ക് ലോഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ കഴിച്ചത് 4-5 ഇഡ്ഡലി, 5 ഇഡ്ഡലി ഒന്നും നിൽക്കില്ല അല്ലെ? 5 ഇഡ്ഡലിയിലൊക്കെ എവിടെയാ നിൽക്കുക? 8-10 ഇഡ്ഡലിയൊക്കെയാണ് ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിക്കുന്നത് പിന്നെ ചോറ് നോക്കുകയേ വേണ്ട, ഇല കാണാത്ത രീതിയിലുള്ള ചോറാണ് തിന്നത്. സോ അത്രയ്ക്ക് നമ്മൾ അന്നജാഹാരം കൊടുത്തത് കൊണ്ട് തന്നെ തീരെ വ്യായാമമില്ല. ഇതൊക്കെ ദഹിപ്പിക്കാനായിട്ട്, ഇതൊക്കെ മെറ്റബലൈസ് ചെയ്യാനായിട്ട് നമുക്ക് തീരെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് തീരെ ഇല്ലതാനും. ഇതൊക്കെ നമ്മൾ നല്ല പ്രായത്തിലാട്ടോ ഞാൻ പറഞ്ഞത്. ഐ എം ടോക്കിംഗ് അബൌട്ട് വേ ബാക്ക് ഇൻ അവർ 25s 30s, ആ ഏജിലൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായമല്ല. ഇപ്പോഴൊക്കെ നിങ്ങൾ കൺട്രോൾഡ് ആയിരിക്കും, പക്ഷെ ഒരു 20 കൊല്ലം മുന്നേ, 30 കൊല്ലം മുന്നെയൊക്കെ നല്ല പ്രായം എന്ന് തോന്നിയിരുന്ന പ്രായത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം ഇത്തരത്തിലുള്ള ആഹാരമൊക്കെ ആയിരുന്നു. ഡ്യൂ ടു ഓവർ കാർബോഹൈഡ്രേറ്റ് എന്ത് സംഭവിച്ചു? നമ്മളെ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തി. ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിച്ച് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറായിട്ട് നമ്മൾ വരുന്ന ഗ്ലൂക്കോസിനെ എല്ലാത്തിനെയും മെറ്റബലൈസ് ചെയ്ത് കയറ്റിയെടുക്കേണ്ടി വരും. അപ്പൊ സംഭവിച്ചത് എന്താ? ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിന് അളവ് കൂടുന്നു, അതിനനുസരിച്ച് ശരീരം ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലേശം കൂടെ കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെ റിസപ്റ്റാസ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ടയർഡ്. നമ്മൾ റിസപ്റ്റാസ് ടയർഡായി തുടങ്ങും. കാരണം അത് അത്രയ്ക്ക് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ മെറ്റബലൈസ് ചെയ്യാനായിട്ട് എക്സസൈസ് ചെയ്യുന്നുമില്ല, കാർബോഹൈഡ്രേറ്റിന് അളവ് കുറയ്ക്കുന്നുമില്ല, ആന്റി ഓക്സിഡൻസ് ഒന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചെയ്യുന്നുമില്ല. വൈറ്റമിൻ സിയോ വൈറ്റമിൻ ഇയോ സിട്രസ് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ പിസ്തയോ ബദാമോ അങ്ങനത്തെ സംഗതികളൊന്നും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നില്ല. ഓവർ ആൻഡ് അബവ് നമ്മൾ ഷുഗർ ഇൻടേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചായയിലും കാപ്പിയിലൊക്കെ നമ്മൾ മധുരം ഇട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓവർ ഇൻടേക്ക് നമ്മൾ എന്താ പറയുക പാക്കറ്റ് ഫുഡും അങ്ങനത്തെ സംഗതികളെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിസ്ക്കറ്റ്സ് ഒക്കെ ഹൈലി ഡേഞ്ചറസ് ആണ്. 400 ഗ്രാം ഒക്കെയാണ് എന്താ പറയുക കാലറീസ് ഒക്കെയാണ് ഒരു ബിസ്ക്കറ്റിലുള്ളതെന്ന് മനസ്സിലാവും. ഫൈബർ ബിസ്ക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ കാലറീസ് ഉള്ളത്. 480 എന്താ പറയുക കാലറീസ് ഒക്കെയാണ് ഒരു ബിസ്ക്കറ്റിൽ, ഒരു ഫൈബർ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ് വെക്കുന്ന സാധനത്തിലുള്ളത്. സാധാരണ ബിസ്ക്കറ്റിനേക്കാൾ കൂടുതൽ കാലറീസ് ആണ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്, ഫൈബർ ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് വെക്കുന്ന ഓരോ കമ്പനികൾ. അത് പോട്ടെ, അത് വേറെ വിഷയം. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വരുന്നു. ഇൻസുലിൻ ഉൽപ്പാദിച്ച സമയത്ത് ഈ റിസപ്റ്റാസ് സ്ട്രൈക്ക് പ്രഖ്യാപിക്കും. റിസപ്റ്റാസിന് ഇൻസുലിനെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയി തുടങ്ങും. സംഭവിക്കുക എന്താ? ഇൻസുലിൻ ഉൽപാദനം കൂടി തുടങ്ങും. ഈ സമയത്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എത്തുന്നത്. ഇൻസുലിന് കോശങ്ങളെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകുന്നു. ഇൻസുലിന് കോശങ്ങളെ തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോയാൽ ഈ ഇൻസുലിന് കോശത്തിൽ തിരിച്ചറിയില്ല. ഈ ഗ്ലൂക്കോസ് അവിടെ കയറുമോ? ഇല്ല. അവിടെ സംഭവിക്കും, ഗ്ലൂക്കോസ് അവിടെ രക്തത്തിൽ തളം കെട്ടി കിടക്കും. അപ്പൊ ശരീരത്തിന് ഇൻഫർമേഷൻ കിട്ടിയത് നേരെ പാൻക്രിയാസിന് ഇൻഫർമേഷൻ കൊടുത്തു. ആര്? നമ്മളെ ഗട്ട് പാൻക്രിയാസിന് ഇൻഫർമേഷൻ കൊടുത്ത്, ഗട്ട് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടുവേർഡ്സ് ബ്രെയിൻ. നമ്മളെ ഗട്ടും ബ്രെയിനും ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. നമ്മളെ ഗട്ട് എന്ന് പറയുന്നത് ബ്രെയിനേക്കാൾ തലച്ചോറുള്ള സാധനമാണ് നമ്മളെ ഗട്ട്. നമ്മളെ ആമാശയം എന്ന് പറയുന്നത് തലച്ചോറിനേക്കാൾ നല്ല തലയുള്ള സാധനമാണ്. അപ്പോ മനസ്സിലാക്കുക, ഗട്ട് ബ്രെയിൻ ആക്സസ് എന്ന് പറയും. അപ്പൊ നേരെ ബ്രെയിനിലേക്ക് ഇൻഫർമേഷൻ പോകുന്നു, ബ്രെയിൻ നേരെ പാൻക്രിയാസിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു, കുറച്ചുകൂടെ കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക. കാരണം ഈ ഇൻസുലിൻ പ്രവർത്തിക്കുന്നില്ല, ഗ്ലൂക്കോസ് അവിടെ കെട്ടിക്കിടക്കുകയാണ് ബ്ലഡില്. അതുകൊണ്ട് ഈ കെട്ടിക്കിടക്കുന്ന ഗ്ലൂക്കോസിനെ ഇൻസുലിന്റെ കോശത്തിനകത്തേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പറഞ്ഞ് ബ്രെയിൻ ആർക്ക് ഇൻഫർമേഷൻ കൊടുക്കും? പാൻക്രിയാസിന് ഇൻഫർമേഷൻ കൊടുക്കും. പാൻക്രിയാസ് വീണ്ടും ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഓൾറെഡി അവിടെ കുറച്ച് ഇൻസുലിൻ ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നുണ്ട്. ഓവർ ആൻഡ് അബവ് ഇനിയും ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ടീക്കും ഡിന്നർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ബ്രെയിൻ പാൻക്രിയാസിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ. കുറെ ഇൻസുലിൻ ഗ്ലൂക്കോസിനകത്തേക്ക് കയറ്റും, കുറെ ഇൻസുലിൻ റിസപ്റ്റാസുമായിട്ട് ഏകകണ്ഠേന സ്പൈക്ക് പ്രഖ്യാപിക്കും, കുറെ ഇൻസുലിൻ ബ്ലഡിൽ കെട്ടിക്കിടക്കും.
സംഭവിക്കുക എന്താ? ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരും. കോശങ്ങൾക്ക് ഇൻസുലിനോടുള്ള റെസ്പോൺസ് ഇല്ലായ്മ കൂടി വരും. ഇൻസുലിനോടുള്ള താല്പര്യക്കുറവ് കൂടി വരും. സംഭവിക്കുക എന്താന്ന് വെച്ചാൽ ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ സമയത്തും നിങ്ങളെ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒരു പക്ഷേ 100-ന് താഴെ ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഈ വിടുന്ന ഇൻസുലിൻ എല്ലാം ഗ്ലൂക്കോസിന് അതാത് രീതിയിൽ മെറ്റബോളൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു പക്ഷേ നോർമൽ ആയിരിക്കാം. പക്ഷേ ഇതെല്ലാം ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് എങ്ങനെയൊക്കെയോ എനി ഹൗ അവർ ബോഡി ഈസ് മാനേജിങ് ഇറ്റ്. നമ്മളെ ശരീരം അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇൻസുലിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻസുലിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർ ഇൻസുലിനീമിയയിലേക്ക് എത്തും. ഹൈപ്പർ ഇൻസുലിനീമിയാണ് നേരെ പ്രീ ഡയബറ്റീസിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് നിങ്ങൾ HbA1c 3 മന്ത് ആവറേജ് ഒക്കെ നോക്കുന്ന സമയത്ത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുന്നു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒക്കെ ബോർഡറിൽ നിൽക്കുന്നു. 100, 110, 120 ബോർഡറിലൊക്കെ ഇങ്ങനെ കയറി വരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കും കുഴപ്പമൊന്നുമില്ല നമ്മൾ വിചാരിക്കുന്നുണ്ടാവും. സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരുന്നു. ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് കൂടി വരുന്നു. ഗ്ലൂക്കോസിനെ സഹിക്കാൻ പറ്റാതെ ആവുന്നു. ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, ഇൻസുലിന് കോശങ്ങളോടുള്ള സെൻസിറ്റിവിറ്റി കുറഞ്ഞു വരുന്നു. ഗ്ലൂക്കോസ് മെറ്റബോളിസം കുറയുന്നു. അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുന്നു. ഈ സമയത്തും നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രമാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിൽ നിങ്ങളെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കാനാണ് സാധ്യത. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് സിറ്റുവേഷൻ. ഈ സത്യാവസ്ഥ മനസ്സിലാക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബ്ലഡ് ഷുഗർ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ പ്രമേഹ രോഗിയാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ടെസ്റ്റ് മാത്രമാണ്. 1 കൊല്ലം കഴിഞ്ഞാൽ, 6 മാസം കഴിഞ്ഞാൽ, 3 മാസം കഴിഞ്ഞാൽ, 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പ്രമേഹ രോഗിയാവാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൽനെസ്സിന് പകരം വെൽനെസ്സിന് നമ്മൾ വന്നിരിക്കുന്നത്. വി ആർ ഇൻ വെൽനെസ്, വി ആർ നോട്ട് ഇൻ ഇൽനെസ്. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഹൈ സിംറ്റംസ് ഓഫ് ഹൈ ഇൻസുലിൻ, ഒന്നുകൂടി പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് എ വെരി ലോങ് ടൈം. ഓൾറെഡി വി ഹാവ് 18 മിനിറ്റ്സ് ഗോൺ, 18 മിനിറ്റ് ആയി. വേറൊന്നുമല്ല, നമ്മൾ അമിതമായിട്ട് രാവിലെ ഉച്ചയ്ക്ക് അമിതമായിട്ടുള്ള അന്നജാഹാരം കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരീരം കൂടുതൽ ഇതിനെ മെറ്റബലൈസ് ചെയ്തെടുക്കാനായിട്ട് കോശത്തിനകത്തേക്ക് എത്തിക്കാനായിട്ട് വീണ്ടും ഇൻസുലിനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അമിതമായിട്ടുള്ള അന്നജാഹാരം, അമിതമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ പാൻക്രിയാസ് സമ്മർദ്ദം ചെലുത്തുന്ന സമയത്ത് ചില സംഗതികൾ സംഭവിക്കാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഭാര്യയ്ക്ക് ഭർത്താവിനോട് തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയാൽ സംഭവിക്കുക എന്താ? ഭർത്താവും ഫ്രണ്ടും പുറത്തിരിക്കേണ്ടി വരും. അതേപോലെയാണ് ഇൻസുലിൻ റിസപ്റ്റാർക്ക് ഇൻസുലിൻ ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഇൻസുലിൻ റിസപ്റ്റാർ ശരിക്കും ഫംഗ്ഷൻ ചെയ്തിട്ടില്ല. അതിന് സെൽ മെംബ്രെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ മെംബ്രെയിന്റെ ഹെൽത്ത് നോക്കണം, നമ്മള് ജനറ്റിക്സ് നോക്കണം, കാര്യങ്ങളെല്ലാം കുറെ കാര്യങ്ങൾ അവിടെ നോക്കേണ്ടതായിട്ടുള്ള പാരാമീറ്റേഴ്സ്, കുറെ സംഗതികൾ അവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ മനസ്സിലാക്കുക, ഗേറ്റ് കീപ്പറായ ഇൻസുലിൻ റിസപ്റ്റാസിന് ഇൻസുലിന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു. ഈ സമയത്ത് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ മെറ്റബലൈസ് ചെയ്ത് കോശത്തിനകത്തേക്ക് കയറ്റുന്നു. അപ്പോഴും കുറച്ച് ഇൻസുലിൻ ഡെപ്പോസിറ്റായി കിടക്കുന്നു. ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ് കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അമിതമായിട്ടുള്ള ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് റിസപ്റ്റാസിന്റെ ഫംഗ്ഷൻ കുറയുന്നു, ഗ്ലൂക്കോസ് മെറ്റബോളിക് റേറ്റ് കുറയുന്നു, ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കുറയുന്നു. ഹൈപ്പർ ഇൻസുലിനീമിയ അഥവാ ഇൻസുലിൻ റെസിസ്റ്റൻസിൽ കോശങ്ങൾക്ക് ഇൻസുലിനോടുള്ള താല്പര്യക്കുറവ് കൂടുന്നു, അമിതമായിട്ട് ഇൻസുലിൻ ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നു. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കാനാണ് സാധ്യത. ആ ടെസ്റ്റ് മാത്രം നമ്മൾ നമ്പിക്കൊണ്ടിരുന്നാൽ ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള യാതൊരു സംവിധാനവും ഇല്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കുക. ഓക്കെ, ഇനി പറയരുത്, ഓൾറെഡി 2 തവണയായി. ഓക്കെ, സോ സിംറ്റംസ് ഓഫ് ഹൈ ഇൻസുലിൻ. എനിക്ക് ഹൈ ഇൻസുലിൻ ഉണ്ട് എന്ന് തിരിച്ചറിയാനുള്ള സിംറ്റംസ് എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും. ഒരു കാരണമില്ലാതെ ക്ഷീണം ഉണ്ടാവും. ഈ ക്ഷീണം കൂടിയതുകൊണ്ട് നമ്മൾ പോയിട്ട് ഗ്ലൂക്കോസ് പോയി ചെക്ക് ചെയ്യും, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോയി ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് ഓഫ് ഓൾ, നിങ്ങളെ ശരീരത്തിൽ എവിടെയൊക്കെ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഫാറ്റ് എപ്പോഴാണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത്, കോളേജ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുത്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച് ഒരു 4 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് ഈ 2 ഫോട്ടോയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞ് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഫോട്ടോ, നിങ്ങൾ കോളേജ് പഠിക്കുന്ന ഫോട്ടോവും നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച ഒരു 3-4 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയും ഇപ്പോഴത്തെ നിങ്ങളുടെ ഫോട്ടോയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക.
ഓരോ 5 ഇയേഴ്സ് 5 കൊല്ലം കൂടുന്തോറും നിങ്ങളെ ഫോട്ടോസ് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും എപ്പം നിങ്ങളെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടി. എന്നാണോ ഇൻസുലിൻ ഡെപ്പോസിറ്റ് കൂടാൻ തുടങ്ങിയത് അന്ന് മുതൽ നിങ്ങളെ ശരീരത്തിൽ കൊഴുപ്പടഞ്ഞു കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ കുറെ കഴിഞ്ഞ് പൊണ്ണത്തടിയൊക്കെ ആയിട്ട് കൊടവേറൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഫാറ്റ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയതിന് ശേഷം മനസ്സിലാക്കണം, ഓ വെയിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിപ്പോയില്ലേ, വയറൊക്കെ ഒന്ന് കുറയ്ക്കണം, വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വയറ് കുറയ്ക്കാനായിട്ട് നമ്മൾ ജിമ്മിൽ പോകും, ശരിയല്ലേ? അല്ലെങ്കിൽ വയറ് കുറയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് നടക്കാനൊക്കെ തുടങ്ങും. ബെല്ലി ഫാറ്റ് മെക്കാനിസം എന്ന് പറയും. എന്താണ് ഈ ബെല്ലി ഫാറ്റ് മെക്കാനിസം? പല ആൾക്കാർക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് വയറൊന്ന് കുറച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഈ സെഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വാട്ട് ഈസ് ബെല്ലി ഫാറ്റ് മെക്കാനിസം? ബെല്ലി ഫാറ്റ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, ഹൈപ്പർ ഇൻസുലിനീമിയാണ്. ഓവർ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയും ആണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇൻസുലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്നറിയോ? ഫാറ്റ് ആണ്. ഇൻസുലിന് കൊഴുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇൻസുലിൻ സ്റ്റോഴ്സ് മോർ ഫാറ്റ് and insulin stores fat in wrong places. ഈവൻ ഫാറ്റ് സ്റ്റോർ ചെയ്യുമെന്ന് മാത്രമല്ല, തെറ്റായ സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു എന്താ പറയാ ഒരു വ്യവസ്ഥയും ഇല്ലാതെ തോന്നുന്ന സ്ഥലത്തൊക്കെ ഇവൻ ഫാറ്റ് കയറിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അവന് തന്നെ അറിയില്ല എവിടെയാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാവുന്നത്. അതാണ് ഇൻസുലിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷെ ഇവന് വീണ്ടും വീണ്ടും ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം വേസ്റ്റുകൾ ഉണ്ട്? ടോക്സിൻസ് ഇഷ്ടം പോലെ ഉണ്ട്, മെറ്റബോളിക് വേസ്റ്റുകൾ ഉണ്ട്, നിക്കോട്ടിൻ ഉണ്ട്, എക്സസ് ആയിട്ടുള്ള ഹോർമോൺ ഉണ്ട്, ഇൻസുലിൻ ഉണ്ട്, ഗ്ലൂക്കോസ് ഉണ്ട്, ഇഷ്ടംപോലെ സംഗതികൾ നമ്മളെ ശരീരത്തിൽ വേസ്റ്റേജ് ഇഷ്ടം പോലെ സംഗതികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? നമ്മളെ ശരീരത്തിൽ ആദ്യം ഫാറ്റ് അടഞ്ഞു കൂടുന്ന ഓർഗൻ ഏതാന്ന് പറയാൻ പറ്റും? ആദ്യം കൊഴുപ്പ് അടഞ്ഞു കൂടുന്ന ഓർഗൻ ഏതാണെന്ന് പറയാൻ പറ്റും? കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഒരു 30 സെക്കൻഡ്സ് ടൈം തരാം. ശരീരത്തിൽ ആദ്യം കൊഴുപ്പടഞ്ഞു കൂടുന്ന ഓർഗൻ ഏതാണ്? കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ലിവർ അല്ല. കേട്ടാൽ യെസ്, ഹാർട്ട്. ഫസ്റ്റ് കൊഴുപ്പടഞ്ഞു കൂടുന്ന സ്ഥലം ഹാർട്ടാണ്, ഹൃദയമാണ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഹൃദയത്തിലാണ് ഏറ്റവും ആദ്യം കൊഴുപ്പടഞ്ഞു കൂടുന്നത്. അത് കഴിഞ്ഞാല് ലങ്സില്, അത് കഴിഞ്ഞാല് ലിവർ, സ്പ്ലീന്, പാൻക്രിയാസ്, കിഡ്നീസ് പോലത്തെ സ്ഥലങ്ങളിലേക്കാണ് കൊഴുപ്പ് അടഞ്ഞു കൂടാൻ തുടങ്ങുന്നത്. ഇതിന് പറയുന്നത് ഓക്കെ, സ്റ്റിൽ വി ആർ നോട്ട് ഡൂയിങ് എനി ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ടേക്കിംഗ് വൈറ്റ് ഗ്രെയിൻസ് റെഗുലർലി സ്റ്റാർട്ട് സ്റ്റോറിംഗ് ഫാറ്റ് ഓൺ യുവർ അതർ പാർട്സ് ഓഫ് ദ ബോഡി. ഇപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടില്ല, നമ്മൾ വിസറൽ ഫാറ്റ് അടഞ്ഞു കൂടുക നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ പറയുന്ന വിസറൽ ഫാറ്റ് അടഞ്ഞുകൂടിയാൽ നമുക്കറിയാം ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? ഒരു മാറ്റവും ഉണ്ടാവില്ല. ലിവറിലും ഹാർട്ടിലും ബ്രെയിനിലും കിഡ്നീസിലും പാൻക്രിയാസിലും സ്പ്ലീനിലും ലങ്സിലും ഒക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീര പ്രകൃതിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ അമിതമായിട്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, രാവിലെ കഴിക്കുന്നത് വെളുത്ത ചോറ്, വെളുത്ത അപ്പം, വെളുത്ത പുട്ട്, വെളുത്ത ദോശ, ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഇത് തന്നെ, രാത്രി കഴിക്കുന്നത് ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരം മരിച്ചു പോകേണ്ട ശരീരമായിരുന്നു നമ്മുടെ ശരീരം സത്യം പറഞ്ഞാൽ. ഈ 5 ഓർഗൻസിലുമാണ് വീണ്ടും വീണ്ടും ഫാറ്റ് സ്റ്റോർ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ എന്നോ തീർന്നു പോയാനെ. അപ്പൊ ശരീരം ഭയങ്കര സ്മാർട്ടായിട്ട് പെരുമാറാൻ തുടങ്ങി. ശരീരം എന്താ ചെയ്തു തുടങ്ങിയത്? അതർ പാർട്സിലേക്ക്, തൈസില്, നമ്മളെ തൊടയില്, ബട്ടക്സില്, ചെസ്റ്റില്, ബാക്കില്, അബ്ഡമനില്, ബെല്ലിയില്, സൈഡില്, പിറകില്, ഇവിടെയൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. എന്തിനാ ഇതൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന അറിയാവോ? ഈ ഫാറ്റ് ഒക്കെ നമ്മൾ ഓർഗൻസിൽ സ്റ്റോർ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ശരീരം അവിടെ ഇവിടെ ഒന്നും ഫാറ്റ് സ്റ്റോർ ചെയ്തില്ല. കാരണം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതർ പാർട്സ് ഓഫ് ദ ബോഡിയിൽ ഈക്വൽ ആയിട്ട് ബോഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ശരീരം ഇത് ചെയ്തത്. ഇത് ബോഡിക്ക് നന്നായിട്ട് അറിയാം, ബോഡി മെക്കാനിക്സ് നന്നായിട്ട് അറിയാം. അങ്ങനെ ബോഡി നമ്മൾ ചെയ്യുന്നുണ്ടാവും. അവർ ബോഡി ഈസ് സോ സ്മാർട്ട് ടു പ്രൊട്ടക്ട് അവർ ലൈഫ്. നമ്മളെ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മളെ ശരീരം അത്രമാത്രം എഫേർട്ട് എടുക്കുന്നുണ്ട്. ബട്ട് ഫാറ്റ് സ്റ്റോഴ്സ് ഇൻ അബ്ഡമൻ അറ്റ് ലാസ്റ്റ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ബെല്ലി ഫാറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മളെ ബെല്ലി ഫാറ്റ് ഉണ്ടാവുന്നത്. വയറിൽ ഏറ്റവും ലാസ്റ്റ് ആണ് കൊഴുപ്പ് അടഞ്ഞു കൂടുന്നത്. ഇതാണ് ഇപ്പൊ എനിക്ക് 46 വയസ്സായി. ഈ 46 വയസ്സ് കൊണ്ട് കഴിച്ചിട്ടുള്ള ബെല്ലി ഫാറ്റ് ജിമ്മിൽ പോയിട്ട് ഒരു 3 മാസം കൊണ്ട് മാറ്റണം എന്ന് പറഞ്ഞ് ജിമ്മിൽ പോയാൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചാൽ സുഹൃത്തെ പച്ചയ്ക്ക് പറയാ, നടക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. വൈ? ബിക്കോസ് ആദ്യം വിസറൽ ഫാറ്റ് ആണ് കുറയുന്നത്.
പിന്നെ നമ്മളെ ബോഡിയിലുള്ള അതർ പാർട്സ് ഓഫ് ഫാറ്റ്, നമ്മൾ ബട്ടക്സ് ഫാറ്റ്, തൈസ് ഫാറ്റ്, ബാക്ക് ഫാറ്റ്, ഷോൾഡർ ഫാറ്റ്, ബ്രസ്റ്റ് ഫാറ്റ്, അതിന്റെ കൂടെ ലാസ്റ്റ് മാത്രമേ അബ്ഡമൻ ഫാറ്റ് കുറയുള്ളൂ. അതുകൊണ്ട് വയറിന് കൂടുതൽ കളിച്ചുകൊണ്ട് ഊരവേദന ഉണ്ടാവും എന്നല്ലാതെ വയറിന് കൂടുതൽ കളിച്ചുകൊണ്ട് നമുക്ക് അമിതമായിട്ട് ബെല്ലി ഫാറ്റ് കുറയാനൊന്നും പോകുന്നില്ല. നമ്മൾ കേട്ട ഒരു മിത്തുണ്ട്, ഈറ്റ് ലെസ് എക്സസൈസ് മോർ എന്ന് പറഞ്ഞു. ജസ്റ്റ് മിത്ത് മാത്രമാണ്. ഈറ്റ് ലെസ് എക്സസൈസ് മോർ. ഈറ്റ് ലെസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ച് കഴിക്കേണ്ടത്, എന്താണ് കൂടുതൽ കഴിക്കേണ്ടത് നമുക്ക് പലപ്പോഴും അറിയുന്നില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം വർക്ക് ചെയ്യേണ്ട എവിടെയാണെന്നറിയോ? ഈ പറയുന്ന ഹൈപ്പർ ഇൻസുലിനീമിയ വന്നു കഴിഞ്ഞാൽ, ഇൻസുലിൻ ആയിട്ട് അമിതമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ട എവിടെയാണെന്നറിയോ? നിങ്ങളെ ലിവറിലാണ്. കാരണം എന്താ? ലിവർ ഈസ് ഇൻ ഡേഞ്ചർ. പല ആൾക്കാരും വളരെ ലാഘവത്തോടു കൂടെ പറയും ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആണ്, ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആന്നൊക്കെ ലാഘവത്തോടു കൂടെ പറയും. മൈ ഫ്രണ്ട്, ഡേഞ്ചർ നിങ്ങളെ വാതിൽക്കൽ മുട്ടി നിൽക്കുകയാണ്. യു ആർ ഇൻ സീരിയസ് ഡേഞ്ചർ. വൈ? ബിക്കോസ് നിങ്ങളെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ശരീരത്തിലെ ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ റൗണ്ട് റോബിൻ ലീഗിൽ കഴിഞ്ഞ് അടുത്ത ഫാറ്റ് സ്റ്റോർ ചെയ്ത് തുടങ്ങിയെന്നർത്ഥം. അപ്പം ശരീരത്തിൽ വീണ്ടും വീണ്ടും ഫാറ്റ് സ്റ്റോറേജ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യം വർക്കൗട്ട് ചെയ്യേണ്ടത് ലിവറിന് കൊഴുപ്പ് റിലീസ് ചെയ്യേണ്ടതാണ് ആദ്യം ചെയ്യേണ്ടത്. മിൽക്ക് തിസിൽ എന്ന് പറയുന്ന ഒരു ഹേർബ് ഉണ്ട്. മിൽക്ക് തിസിൽ, സെന്റ് മേരീസ് തിസിൽ, മിൽക്ക് തിസിൽ എന്ന് പറയുന്ന ഹേർബ് ഉണ്ട്. നിങ്ങളെ കൊഴുപ്പ് ലിവറിന്റെ കരളിൽ അടഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെ റിലീസ് ചെയ്യാനായിട്ട് ഏറ്റവും ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഹേർബാണ്. ബട്ട്ഖട്ടിയ എന്നൊക്കെ പറയും. നമുക്ക് വെസ്റ്റീജിലൂടെ അവൈലബിൾ ആണ്. ലിവർ ഹെൽത്ത് എന്ന് പറയുന്ന സപ്ലിമെന്റ് അവൈലബിൾ ആണ്. ഇത് എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ, എത്രത്തോളം കാർബോഹൈഡ്രേറ്റ്, മദ്യപാനിയാണോ മിൽക്ക് തിസിൽ കഴിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മദ്യപാനിയേക്കാൾ കൂടുതൽ ഫാറ്റി ലിവർ ഉണ്ടാവുന്നത് നോൺ ആൽക്കഹോളിക് ആണ്. 70% നോൺ ആൽക്കഹോളിക് ആണ്. അതുകൊണ്ട് തന്നെ കാർബോഹൈഡ്രേറ്റും ഗ്ലൂക്കോസും ഒക്കെ കഴിക്കുന്ന വ്യക്തികൾ നിർബന്ധമായിട്ടും നിങ്ങൾ ലിവർ ഫാറ്റ് പരിശോധിക്കേണ്ട ആവശ്യമാണ്. ലിവർ ഫാറ്റ് നമുക്ക് പരിശോധിക്കണേ അൾട്രാസൗണ്ട് തന്നെ എടുക്കണം. ദെൻ മാനേജ് യുവർ സ്ട്രെസ് ലെവൽ ആൻഡ് വർക്ക് ഓൺ യുവർ ഇൻസുലിൻ. ഇൻസുലിൻ ലെവലിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇൻസുലിനെ വർക്ക് ചെയ്യുന്നത്? ഇൻസുലിന് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിസം ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെക്കാനിസം ആണ്. ഇൻസുലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്താണെന്നറിയോ? ഇൻസുലിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി, നമ്മളെ ശരീരത്തിലെ ഏറ്റവും നല്ല എന്താ പറയാ ലാർജസ്റ്റ് മെറ്റബോളിക് ഓർഗൻ ഏതാണെന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ ശരീരത്തിൽ നമ്മൾ 3-4 സെഷൻസ് ഇതിനു മുന്നേ എടുത്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞതുമാണ്, എല്ലാവർക്കും അറിയാം. മസിൽസ് ആണ് ഏറ്റവും ലാർജസ്റ്റ് മെറ്റബോളിക് ഓർഗൻ. മസിൽസ്, യെസ്, നെക്സ്റ്റ് സ്ലൈഡ്. മസിൽസ് ആർ ദ ലാർജസ്റ്റ് മെറ്റബോളിക് ഓർഗൻ. ലിവറിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പറയാ ഗ്ലൂക്കോസിനെ കത്തിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? മസിൽസിനുണ്ട്. മസിൽസ് ഹെയ്റ്റ് ഗ്ലൂക്കോസ്, മസിൽസ് ലവ് ഇൻസുലിൻ എന്ന് പറയും. മസിൽസിന് ഗ്ലൂക്കോസിനെ തീരെ കണ്ണെടുത്താൽ കണ്ടുകൂടാം. പക്ഷെ മസിൽസിന് ഇൻസുലിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ പറയും മസിൽസ് ലവ് ഇൻസുലിൻ, മസിൽസ് ഹെയ്റ്റ് ഗ്ലൂക്കോസ്. സോ ആസ് വി ഏജ്, നമ്മൾ ബോഡി ഫാറ്റ് നാം നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ പഴയ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ ഫോട്ടോയിൽ നമ്മളെ ബോഡി വെയിറ്റ് എങ്ങനെയായിരുന്നു? ബോൺ വെയിറ്റ്, ഓർഗൻ വെയിറ്റ് ആൻഡ് മസിൽ വെയിറ്റ്, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? ബോണും മസിൽസും ഓർഗൻസും സ്കിന്നും ഇതിന്റെ വെയിറ്റ് മാത്രം. അന്ന് നമുക്ക് കൊഴുപ്പ്, ബോഡി ഫാറ്റ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ല. ആ സമയത്ത് നമ്മുടെ ഇൻസുലിൻ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ഈ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിൽ മസിൽസ് മാത്രമേ. വൈ? ബിക്കോസ് മസിൽസ് ലവ് ഇൻസുലിൻ. ഇഫ് യു ഹാവ് എനി സ്ലൈറ്റ് ഇൻട്രസ്റ്റ് ഇൻ യുവർ ഹെൽത്ത്, യു ജസ്റ്റ് കാൺട്ട് ബി ഇൻസുലിൻ റെസിസ്റ്റന്റ് എന്നാണ് ഫാദർ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഡോക്ടർ ജെറാൾഡ് റീവ്സ് പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർ ജെറാൾഡ് റീവ്സ്, REAVES, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ആരോഗ്യം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരോഗ്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരു കാരണവശാലും ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവാൻ പാടില്ല. ഇൻസുലിൻ റെസിസ്റ്റന്റ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ ബോഡി ഫാറ്റ് കൂടി വരുന്നുണ്ടാവും. മറ്റുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഇൻസുലിൻ ഡെപ്പോസിറ്റ് കൂടിക്കഴിഞ്ഞാൽ. എന്തെല്ലാമാണ് മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇൻഫ്ലമേഷൻ. ശരീരത്തിൽ അവിടെ എവിടെയൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ചിലപ്പോൾ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ആവാം, ചിലപ്പോൾ പാൻക്രിയാസിലാവാം, പാൻക്രിയാറ്റൈറ്റിസ് വരാം, നെഫ്രൈറ്റിസ് വരാം, ഓട്ടോഇമ്യൂൺ ഡിസോർഡർ വരാം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വരാം, ലൂപ്പസ് വരാം, പല പ്രശ്നങ്ങളും വരാം, ഗട്ടിലെ പ്രശ്നങ്ങൾ വരാം, ഇൻഡൈജഷൻ വരാം, ഗ്യാസ്ട്രൈറ്റിസ് വരാം, ബ്ലോട്ടിംഗ് വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം, ഈവൻ ക്യാൻസർ വരെ.
ടൈപ്പ് 2 ഡയബറ്റീസ്, ഈവൻ ക്യാൻസർ, ഈവൻ ഹാർട്ട് ഡിസീസ്. പ്രധാനമായിട്ടും ഹാർട്ട് ഡിസീസ് വരെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആയിട്ടാണെന്ന് പറയപ്പെടുന്നത്. നമ്പർ 4, ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ, മൈറ്റോകോൺട്രിയനെ നശിപ്പിച്ച് കളയും ഈ സാധനം. മൈറ്റോകോൺട്രിയ നശിച്ചു പോയാൽ നിങ്ങൾ ഓർഗൻസ് ഫെയിലിയർ ആവും. ഓർഗൻ ഫെയിലിയർ ആണ് ഭാവിയിൽ, ഇപ്പൊ കിഡ്നി ഫെയിലിയർ ഒക്കെയാണ് ഭാവിയിൽ ഡയാലിസിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹോർമോണൽ ഇംബാലൻസ്. ഹോർമോണൽ ഇംബാലൻസ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് വിത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന തൈറോയ്ഡ് ഇംബാലൻസ്, യൂട്രസിൽ ഉണ്ടാവുന്ന മുഴകള്, സിസ്റ്റ്, ഇതെല്ലാം ഡയറക്ട്ലി കണക്റ്റഡ് ടു ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇത് തുടങ്ങിയിട്ടുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുക ഫൈബ്രോയിഡ് എന്ന് അറിയുന്നുണ്ടാവുക ഒരു പക്ഷേ 50 വയസ്സിലോ 45 വയസ്സിലായിരിക്കാം. ബട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് 10 years ബാക്ക് ഓർ 20 years ബാക്ക്. നമ്മൾ പിന്നീടാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഗട്ട് ബാക്ടീരിയാസിനെ നശിപ്പിക്കും. നമ്മളെ ഗട്ട്സിലുള്ള നല്ല ബാക്ടീരിയാസിനെ കംപ്ലീറ്റ് ഈ സാധനം നശിപ്പിച്ച് കളയും. ആര്? ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഗട്ട് ബാക്ടീരിയാസ് നശിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിന്റെ കൺട്രോളിൽ നിൽക്കില്ല. ഇമ്മ്യൂണിറ്റി ശരീരത്തിന്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല എങ്കിൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധം നമ്മളെ തന്നെ കയറി അറ്റാക്ക് ചെയ്യും. അതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഈവൻ ക്യാൻസർ വരെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ കിടക്കുന്നില്ല, നമ്മളെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ട്. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കണം, HbA1c എടുക്കണം, 3 month ആവറേജ് എടുക്കണം. അതിന്റെ കൂടെ എടുക്കേണ്ട അടുത്ത ടെസ്റ്റ് ആണ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിർബന്ധമായിട്ട് എടുക്കണം. കാരണം ഫാസ്റ്റിംഗ് ഇൻസുലിൻ ആണ്, നിങ്ങൾ ഇൻസുലിൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയണ്ടേ. നിങ്ങൾ പല കേസുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ഷുഗർ ഭയങ്കരമായിട്ട് ഹൈ ആയി, 400-500 എത്തിയ ആള് കുഴഞ്ഞു വീണു, നേരെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ICUലേക്ക് കയറ്റി. ആദ്യം അവര് ചെയ്യാ ഇൻസുലിൻ ആണ് കയറ്റുന്നത്. കാരണം എന്താ? ഷുഗർ ഭയങ്കര ഹൈ ആയിരിക്കാണ്. നമ്മളെ മനസ്സിലുള്ള ഒരു ധാരണ എന്താണെന്നറിയോ? ഷുഗർ കൂടാനുള്ള കാരണം ഇൻസുലിൻ കുറയുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ആ മിഥ്യാധാരണ ആദ്യം എടുത്ത് പുറത്തേക്ക് കളയാം. അത് ടൈപ്പ് 1 ഡയബറ്റീസിൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ. ടൈപ്പ് 2 ഡയബറ്റീസിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഇൻസുലിൻ കുറയുന്നത് കൊണ്ടല്ല സുഹൃത്തെ പ്രമേഹം ഉണ്ടാവുന്നത്, ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇൻസുലിൻ ശരിക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല. അവന്റെ ജോലി അവൻ ശരിക്ക് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ പരിശോധിക്കണം. നമ്മളെ അരയും അരക്കെട്ടും നമ്മൾ പരിശോധിക്കണം. പുരുഷനാണെങ്കിൽ 0.95 കൂടാൻ പാടില്ല. പുരുഷനാണെങ്കിൽ 0.85 പുരുഷനാണെങ്കിൽ 0.95 കൂടാൻ പാടില്ല. സ്ത്രീ ആണെങ്കിൽ 0.85 കൂടാൻ പാടില്ല. വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ് എടുത്തു നോക്കുക. പിന്നെ സ്കെലിറ്റൽ മസിൽസ് എന്ന് പറയും. സ്കെലിറ്റൽ മസിൽസ് പുരുഷനാണെങ്കിൽ 38% വേണം ബോഡി വെയിറ്റിന്റെ. സ്ത്രീകളാണെങ്കിൽ 21% എങ്കിലും സ്കെലിറ്റൽ മസിൽസ് ആവശ്യമാണ്. മറ്റു പ്രധാന സംഗതി BMI എന്ന് പറയുന്ന സംഗതി. BMI ഇന്നില്ല, ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഗതി ഇന്നില്ല. കാരണം നമ്മളെ ശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നിയന്ത്രിക്കുന്നത് നിങ്ങളെ ബോഡി വെയിറ്റ്, ബോഡി ഫാറ്റ് ആണോ മസിൽസ് ആണോ എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് BMI എന്ന് എടുത്തു കളഞ്ഞിട്ട് അതിന് പകരം റീപ്ലേസ് ചെയ്തിരിക്കുന്നത് ബോഡി ഫാറ്റ് ആണ്. നിങ്ങളെ ശരീരം പുരുഷനാണെങ്കിൽ നിങ്ങളെ ശരീരത്തിന്റെ 20% കൂടുതൽ ഫാറ്റ് പാടില്ല. സ്ത്രീ ആണെങ്കിൽ നിങ്ങളെ മൊത്തം ശരീരത്തിന്റെ വെയിറ്റിന്റെ 25% കൂടാൻ പാടില്ല നിങ്ങളുടെ ബോഡി ഫാറ്റ്. പുരുഷനാണെങ്കിൽ നോട്ട് മോർ ദാൻ 20%, സ്ത്രീ ആണെങ്കിൽ നോട്ട് മോർ ദാൻ 25% നിങ്ങളുടെ ബോഡി ഫാറ്റ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ നിങ്ങൾക്ക് 5 to 7 mg/dL ആണ് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് HOMA-IR എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. HOMA-IR ഒന്ന് കാണിക്കാവോ സ്ക്രീനിൽ ഷാജിയേട്ടാ? HOMA-IR എന്ന് പറയുന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഹോമിയോസ്റ്റാറ്റിക് മെറ്റബോളിക് അസിസ്റ്റന്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയും. നെക്സ്റ്റ് സ്ലൈഡ്. HOMA-IR എന്ന് വേറെ ഒന്നുമല്ല, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മൾട്ടിപ്ലൈഡ് ബൈ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഡിവൈഡഡ് ബൈ 405. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ സേ ഫോർ എക്സാമ്പിൾ 100 ആണെന്ന് വിചാരിക്കുക. നിങ്ങളെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 10 ആണെന്ന് വിചാരിക്കുക. 100 × 10 1000. 1000 ഡിവൈഡഡ് ബൈ 405 ശരാശരി 2.5 എന്ന് കൂട്ടാം അല്ലെ? അപ്പൊ HOMA-IR എത്ര പാടില്ല? 2ൽ കൂടാൻ പാടില്ല, 2ൽ താഴെ വരണം. അപ്പൊ നിങ്ങൾ HOMA-IR എത്രയാ? 2.5 ആണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആയിരുന്നു. പോട്ടെ, നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 80 ആണെന്ന് വിചാരിക്കുക. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 10 ആണെന്ന് വിചാരിക്കും.
80 × 10 എത്ര? 800. 800 ഡിവൈഡഡ് ബൈ 405 നോർമലാണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 80 ആണ്. നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 15 ആണ്. 80 × 15 എത്രയായി? 80 × 15 അതൊന്ന് പറയാവോ? 80 × 15,000 എത്രയാ? മോർ ദാൻ 1000 ആയി. അപ്പൊ നിങ്ങൾ ഡിവൈഡഡ് ബൈ 405 കൂട്ടുകയാണെങ്കിൽ ഹോം IR എത്രയായി? 2ന് മുകളിൽ പോയി. നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആയിരുന്നിട്ടും നിങ്ങൾ ഹോം IR കൂടിയത് കണ്ടോ? അപ്പൊ എവിടെയാ ചെക്ക് ചെയ്യേണ്ടത്? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ മാത്രം ചെക്ക് ചെയ്തിട്ട് കാര്യമുണ്ടോ? പോരാ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിന്റെ കൂടെ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിനും കൂടെ ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഹോം IR കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോം IR നിർബന്ധമായിട്ടും 2ൽ താഴെ ഇല്ല എങ്കിൽ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരുന്നു എന്നതിന് വ്യക്തമായ സൂചനയാണ് നമ്മളെ ശരീരം നമുക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക. So, muscles are the largest metabolic organ. It can burn glucose easily and the only organ with which we can influence. ഇതെല്ലാം നമ്മൾക്ക് ശരീരത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താ? മസിൽസ് ആണ്. മസിൽസ് പറയപ്പെടുന്നത് മസിൽസ് ആർ ദ ഓർഗൻസ് ഓഫ് ലോഞ്ചിവിറ്റി. ദീർഘകാലം ആരോഗ്യത്തോടു കൂടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആര് വേണം? മസിൽസ് ആവശ്യമാണ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും മസിൽസ് ആവശ്യമല്ലേ? നമുക്കിന്ന് പല ആക്ടിവിറ്റീസും ചെയ്യാതിരിക്കാൻ സാധിക്കുന്നത് പ്രോപ്പറായിട്ട് മസ്കുലർ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ്. ഒരു സ്റ്റെയർ കേസ് നമ്മൾ കയറുന്ന എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ വണ്ടീന്റെ മുകളിൽ കയറി ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. ഒരു ബസ്സിന്റെ ഫുട്ബോർഡിൽ കാല് കുത്തുന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കും. എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? നമ്മളെ ശരീരത്തിൽ മസിൽസ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരാശരി ഒരു വ്യക്തിക്ക് ഓരോ വർഷം കൂടുന്തോറും ഓരോ ശതമാനം മസിൽസ് കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. നിങ്ങൾ ഇതിന് വേറൊരു അർത്ഥം കൂടുണ്ട്. ഓരോ വർഷം കൂടുന്തോറും ഓരോ ശതമാനം മസിൽസ് കുറയുന്നുണ്ട് എങ്കിൽ ഓരോ വർഷം കൂടുന്തോറും ഓരോ ശതമാനം കൊഴുപ്പ് അടഞ്ഞു കൂടുന്നു എന്നാണ് അർത്ഥം കൂടണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, മസിൽസ് കുറയുന്നിടത്തോളം നിങ്ങളെ മസിൽസിന് പകരം ആര് കയറിയിരിക്കും? കൊഴുപ്പ് കയറിയിരിക്കും. ശരിയായ സ്ഥലത്ത് ശരിയായവൻ കയറിയിരുന്നില്ലെങ്കിൽ തെറ്റായവൻ കയറിയിരിക്കും എന്ന് നമ്മൾ പറയും. ഫാറ്റ് വിൽ റീപ്ലേസ് മസിൽസ്. മസിൽസിന് പകരം ഫാറ്റ് റീപ്ലേസ് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? ആ സമയത്തെ ശരീരം മെലിഞ്ഞു വരും. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് വാക്കിംഗ് എലോൺ ഈസ് നോട്ട് ആൻ എക്സസൈസ് എന്ന് പറയുന്നത്. നടത്തം മാത്രം വ്യായാമമാണ് വെച്ചാൽ നടത്തം മാത്രം പോരാ. കാരണം എന്താ? നടന്നാൽ നിങ്ങളെ ബോഡി ഫാറ്റ് കുറയും, ശരിയാണ്. നടന്നാൽ ബോഡി ഫാറ്റ് കുറയും, ശരിയാണ്. പക്ഷെ നടന്നാൽ മസിൽ ലോസും ഉണ്ടാവും. എന്നോട് എന്റെ ജിമ്മിലെ ട്രെയിനേഴ്സ് 15 മിനിറ്റിൽ കൂടുതൽ കാർഡിയോ ചെയ്യാൻ സമ്മതിക്കില്ല. ഡെയിലി ഞാൻ കാർഡിയോ ചെയ്യും. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ലാസ്റ്റേ ചെയ്യുള്ളൂ. 15 മിനിറ്റിൽ കൂടുതൽ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം എന്താ? ഈ പറയുന്ന ഫാറ്റ് ലോസ് കൂടെ ഉണ്ടാവും. ഫാറ്റ് ലോസിന് കൂടെ തന്നെ മസിൽ ലോസും ഉണ്ടാവും. ഈ ചെയ്ത മസിലിന് ജനറേറ്റ് ചെയ്ത മസിൽ ലോസ് കംപ്ലീറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അമിതമായിട്ട് നടക്കുന്ന വ്യക്തികളിൽ? അതുകൊണ്ട് മനസ്സിലാക്കുക, കുറച്ചൊക്കെ നമുക്ക് വെയിറ്റ് എടുത്ത് മസിൽസിനെ ടോൺ ചെയ്യണം എന്ന് പറയും. മസിൽ ബിൽഡ് ചെയ്യാന്നല്ല നമ്മൾ പറയുന്നത്. ഇന്നത്തെ ജനറേഷൻ നമ്മൾ പറയുന്നത് ടോൺ യുവർ മസിൽസ്. മസിൽസിനെ ശരിയായ രീതിയിൽ പരിപാലിച്ച് പോഷിപ്പിച്ച് കൊണ്ടു നടന്നിട്ടില്ലെങ്കിൽ ഈ മസിൽസ് നഷ്ടപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല, ഈ മസിൽസിന് പകരം കൊഴുപ്പടഞ്ഞു കൂടിയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, മസിൽസ് ഇൻസുലിൻ നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മസിൽസ് ആവശ്യമാണ്. യു നീഡ് മസിൽസ് ഇൻ ഓർഡർ ടു വർക്ക്. ഇൻസുലിൻ വർക്ക് ചെയ്യണം. ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ മസിൽസ് ആവശ്യമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ മസിൽസ് ആവശ്യമാണ്. ബിക്കോസ് മസിൽസ് ലവ് ഇൻസുലിൻ. പക്ഷെ ഇതിനിടയ്ക്ക് പാരയായിട്ട് ആര് കയറിയിരുന്നു? കൊഴുപ്പ് കയറിയിരുന്നു. കൊഴുപ്പ് കയറിയിരുന്ന സമയത്ത് സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് മസിൽസിനും ഇൻസുലിനും ഇടയിൽ ഒരു വിരക്തി ഉണ്ടാക്കി. നമ്മള് ലവ് ബ്രേക്കപ്പ് ആയി പോവാന്നൊക്കെ പറയില്ലേ? ബ്രോക്കപ്പ് ആയി പോയി. മസിൽസിനും ഇൻസുലിനോടുള്ള സ്നേഹം ബ്രേക്കപ്പ് ആയി പോവാൻ കാരണക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്പർ 1 ഈ കൊഴുപ്പാണ്, ഈ ഫാറ്റാണ്. സോ മസിൽസിന് ഒരുപാട് ദൗത്യങ്ങളുണ്ട്. മസിൽസ് നമ്മൾ പ്രതിരോധ ശക്തിയുമായി കണക്റ്റഡ് ആണ്. മസിൽസ് ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഇമ്മ്യൂണിറ്റി. മസിൽസ് ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ഹോർമോൺ സിസ്റ്റം. മസിൽസ് ക്യാൻ ഇൻഫ്ലുവൻസ് യുവർ ബ്രെയിൻ ഫങ്ഷൻസ്. മസിൽസ് ക്യാൻ ഇൻഫ്ലുവൻസ് ദ ആക്ഷൻ ഓഫ് ഇൻസുലിൻ. മസിൽസ് ക്യാൻ റെഡ്യൂസ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. മെറ്റബോളിക് റേറ്റ് കംപ്ലീറ്റ് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളെ മസിൽസ് ഫിറ്റ്നസ് കൊണ്ടാണ്. വിസറൽ ഫാറ്റ് കുറയുന്നുണ്ടാവും. നിങ്ങൾ മസിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിസറൽ ഫാറ്റ് കുറയും. എൻ്റെ ഒരു ഫ്രണ്ടും വൈഫും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ജിമ്മിൽ വന്നു. ജിമ്മിൽ ജോയിൻ ചെയ്യാനൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഫ്രണ്ടിന്റെ ഭാര്യനോട് അവരെ ഭാര്യന്റെ കൊളീഗ്സ് പറയാണ്, ജിമ്മിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട കേട്ടോ, പെണ്ണുങ്ങൾക്കൊക്കെ ഭയങ്കര മസിൽ വരുന്നു.
നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന എങ്ങോട്ടാണ് ചിന്തിച്ചു നോക്കുക. ജിമ്മിൽ പോയാൽ മസിലൊന്നും വരൂല. ജിമ്മിൽ പോണത് മസിൽ ബിൽഡ് ചെയ്യാനല്ല, മസിലിനെ ടോൺ ചെയ്യാനാണ്. മസിൽ വർക്കൗട്ട് ചെയ്താൽ നിങ്ങളെ ഫാറ്റ് ലോസ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഫാറ്റ് നഷ്ടപ്പെടുത്തുകയും ചെയ്യും. മസിലിനെ നമുക്ക് പരിപാലിച്ച് ടോൺ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ടാവും. ഇതിനാണ് നമ്മൾ മസിൽ വർക്കൗട്ട് ചെയ്യുന്നത്. അതിന് നമുക്ക് എന്താ പറയാ, ജിം വർക്കൗട്ട് ആവശ്യമാണ്, മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ്, ഇന്നത്തെ നമ്മൾ ഡയബറ്റിക് പേഷ്യന്റിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് ഡയബറ്റിക് പേഷ്യൻസ് കംപ്ലീറ്റ് കൺസേൺഡ് ആവുന്ന എവിടെയാ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ മാത്രമാണ്. ശരിയല്ലേ? ഒരു 5 കൊല്ലം അല്ലെ 8 കൊല്ലത്തിൽ കൂടുതൽ പ്രമേഹ രോഗിയായിട്ടുള്ള വ്യക്തികൾക്ക് മറ്റ് പലതരത്തിലുള്ള സൂചനകൾ ശരീരം തരുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും നമ്മൾ കൂട്ടാക്കുന്നില്ല. അപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് എന്താണെന്നറിയോ? എന്റെ ബ്ലഡ് ഷുഗർ നോർമൽ ആണല്ലോ, ഞാൻ ഇന്നലെയും കൂടെ ചെക്ക് ചെയ്തു, എന്റെ ബ്ലഡ് ഷുഗർ 95 ഫാസ്റ്റിംഗിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള എന്താ പറയാ, വെറും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ മാത്രം നിൽക്കണം. നമ്മൾ എപ്പോഴും കൺസേൺഡ് ആവുന്നത്, ഞാൻ എപ്പോഴും പറയും, ഒരു ഹൃദയ സംബന്ധമായുള്ള അസുഖം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ അല്ല. 20% മാത്രം നിങ്ങൾ കൊളസ്ട്രോളിനെ പേടിച്ചാൽ മതി. അതേപോലെ പ്രമേഹം ഉണ്ടാക്കുന്നത് ഗ്ലൂക്കോസ് അല്ല. 20% മാത്രം നിങ്ങൾ ബ്ലഡ് ഗ്ലൂക്കോസിനെ പേടിച്ചാൽ മതി. ബാക്കി 80% പേടിക്കേണ്ടത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് അതർ ഫാക്ടേഴ്സിലാണ് നമ്മൾ പേടിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടത്. അവിടെയാണ് നമ്മളെ ലിവറിന്റെ റോള്, ഹോർമോൺസിന്റെ റോള്, ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് എല്ലാം വരുന്നത്. അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് എത്ര കാലം ഡയബറ്റിക് ആണ്? മരണം വരെ ഡയബറ്റിക് ആണ്. ശരിയല്ലേ? നമ്മൾ ഇന്ന് ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറിച്ച് മാത്രം കൺസേൺഡ് ആയതുകൊണ്ട് എങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസിനെ 100-ൽ താഴെ എത്തിക്കാം എന്ന് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അതിനോടനുബന്ധിച്ച് മറ്റ് പലതരത്തിലുള്ള കണ്ണിൽ മങ്ങിച്ച തുടങ്ങിയിട്ടുണ്ടാവും, കൈകാലുകളിൽ തരിപ്പ് തുടങ്ങിയിട്ടുണ്ടാവും, അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും, തീരെ വിശപ്പില്ലായ്മ ഉണ്ടാവും, ഉറക്കക്കുറവുണ്ടാവും, ഊർജോൽപാദനം കുറയും, സ്ട്രെസ് കൂടിയിട്ടുണ്ടാവും, ബ്ലഡ് പ്രഷർ വന്നിട്ടുണ്ടാവാം, ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ്, ബ്ലഡ് യൂറിയ കൂടിയിട്ടുണ്ടാവാം, കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ സന്ധികളിലൊക്കെ വേദന ഉണ്ടാവാം, ചിലർ നീർക്കെട്ട് ഉണ്ടാവാം, ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഉണ്ടാവാം, യൂറിക് ആസിഡ് വർദ്ധിച്ചിട്ടുണ്ടാവാം. ഈ പല സിംറ്റംസിനെ കുറിച്ച് നമ്മൾ കെയർ ചെയ്യുന്നില്ല. നമ്മൾ ആകെ കെയർ ചെയ്യുന്നത് വെറും നമ്മളെ ബ്ലഡ് ഗ്ലൂക്കോസിനെ കുറിച്ച് മാത്രമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്ന് നിങ്ങൾ ആരെങ്കിലും പറയാണ് നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ്, നിങ്ങൾ പറയാം, സുഹൃത്തെ നിങ്ങൾ കേട്ടത് തെറ്റാട്ടോ, നമുക്ക് പൂർണ്ണമായിട്ടും ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാം. ഇന്ന് നമുക്ക് ഡയബറ്റീസിന് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, മനസ്സിലാക്കുക സുഹൃത്തെ, നിങ്ങൾ കേട്ടത് തെറ്റാട്ടോ, ഇന്ന് നമുക്ക് ഡയബറ്റീസിന് പൂർണ്ണമായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. എങ്ങനെ എന്ന് ചോദിച്ചാൽ, വി നീഡ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്, വി നീഡ് എ ന്യൂ അപ്രോച്ച്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നൗ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയബറ്റീസ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ ദ ബേസിസ് ഓഫ് ഹൗ ടു ലോവർ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഇൻസ്റ്റെഡ് ഓഫ് കൺസേണിങ് അബൌട്ട് ദ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ് മാത്രമാണ് നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമുക്ക് മറ്റുള്ള അതർ ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ആരും കെയർഡ് പോലുമല്ല. ഓൾ സ്റ്റഡീസ് ആർ ലെവൽ ആൻഡ് ദെയർബൈ മാനേജിങ് ദ ഡയബറ്റീസ്. അതാണ് മനസ്സിലാക്കുക. ഈ സംഗതികളെല്ലാം നമ്മൾ എങ്ങനെയൊക്കെയോ ഡയബറ്റീസിനെ മാനേജ് ചെയ്യാണ്. ബേസിക്കലി ഒരു പ്രോബ്ലം മാനേജ്മെന്റ് ആണ്. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ നമുക്കിന്ന് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. കുറച്ചുകൂടെ നമുക്ക് നാടൻ ഭാഷയിൽ പറയാന്നുണ്ടെങ്കിൽ ഇൻസുലിൻ പ്രേമം, ഇൻസുലിൻ വിരക്തി, ഇൻസുലിൻ പ്രളയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻസുലിൻ പ്രേമം എന്ന് പറഞ്ഞാൽ മസിൽസിന് ഇൻസുലിനോട് ഉണ്ടായിരുന്ന പ്രേമം. ആ സമയത്ത് നമുക്ക് എന്താ പറയാ, നമ്മളെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോർമൽ ആയിരുന്നു, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമൽ ആയിരുന്നു. പിന്നെ മസിൽസിന് പകരം കൊഴുപ്പടഞ്ഞു കൂടാൻ തുടങ്ങി, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടാൻ തുടങ്ങി. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരീരം കൂടുതൽ മെറ്റബലൈസ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും. ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ടാവും. ഇവിടെയാണ് നമ്മളെ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് മനസ്സിലാക്കുക. വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്കിന്ന് തീരെ ഗ്രിപ്പ് സ്ട്രെങ്ത് ഇല്ല. ഗ്രിപ്പ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ മസിൽസിന് സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രിപ്പ് സ്ട്രെങ്ത് ഇല്ലാത്തത്. മസിൽ ലോസ്റ്റ് ദ എഫിനിറ്റി ടുവേർഡ്സ് ഇൻസുലിൻ. ഗ്ലൂക്കോസ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എൻറ്റർ ഇൻ ടു ദ സെൽസ്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. മസിൽസിന് ഇൻസുലിനോടുള്ള താല്പര്യക്കുറവുണ്ടായിരുന്ന സമയത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയുന്നു. ഈ സംഗതി മെറ്റബലൈസ് ചെയ്യാനായിട്ട് ശരീരം
ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ ഒബേസിറ്റി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് നമ്മളെ ബോഡി എത്തും. അമിതവണ്ണം എന്ന് പറയുന്നത്. ലേറ്റർ ഓൺ ടൈപ്പ് 2 ഡയബറ്റീസ്, ഇതൊരു പക്ഷേ സ്ട്രോക്ക് ആവാം, ഹൈ ട്രൈഗ്ലിസറൈഡ് വരാം, ക്രോണിക് ബ്ലഡ് പ്രഷർ പേഷ്യന്റ് ആവാം, CAD കൊറോണറി ആർട്ടറീസിൽ ബ്ലോക്ക് വരാം, സ്ത്രീകൾക്ക് PCOD പോളിസിസ്റ്റിക് ഒവറിയൻ ഡിസീസ് വരാം. ഇതെല്ലാത്തിനും പ്രശ്നക്കാരൻ വേറൊന്നുമല്ല, ഈ പറയുന്ന മസിൽസ് മാത്രം, ഈ പറയുന്ന ഇൻസുലിൻ മാത്രമാണ്. അവിടെ നമ്മൾ പറഞ്ഞത്, ഇഫ് യു ഹാവ് എനി സ്ലൈറ്റ് ഇൻട്രസ്റ്റ് ഇൻ യുവർ ഹെൽത്ത് യു കനോട്ട് ബി ഇൻസുലിൻ റെസിസ്റ്റന്റ്. ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവാൻ പാടില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഡയറ്റ് ക്യാൻ ഓൺലി മാനേജ് ഡയബറ്റീസ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഡയറ്റ് ക്യാൻ ഓൺലി മാനേജ് ഡയബറ്റീസ്, ആ സ്ലൈഡ് ഒന്ന് എടുക്കാവോ? ഡയറ്റ് ക്യാൻ ഓൺലി മാനേജ് ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രഗ്സ് ക്യാൻ ഓൺലി മാനേജ് ഡയബറ്റീസ്. ഡ്രഗ്സിനെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് കഴിക്കുന്ന സമയത്ത് നമുക്ക് പ്രമേഹത്തെ എങ്ങനെയൊക്കെയോ നമുക്ക് എനിഹോ വി ആർ മാനേജിങ് ഡയബറ്റീസ്. ഡയറ്റ് ക്യാൻ ഓൺലി സെഡേറ്റ് ഡയബറ്റീസ്. സെഡേറ്റ് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം, നമ്മൾ ജീവിതശൈലി, നമ്മൾ ആഹാര രീതി കൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെയോ നമ്മൾ ഡയബറ്റീസിനെ മയക്കിക്കെടുത്തി. എങ്ങനെ മയക്കിക്കെടുത്തി ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾ സുഹൃത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾ കുടുംബത്തിലെ ഒരു അകന്ന ബന്ധുവിടെ ഒരു കല്യാണമാണ് ചെന്നൈയിൽ, നിങ്ങൾ ഫാമിലി ആയിട്ട് ചെന്നൈയിലേക്ക് പോയി. അപ്പൊ എൻ്റെ ഒരു കസിന്റെ മകളുടെ കല്യാണം ഉണ്ടായിരുന്നു ഒരു 1.5 months ബാക്ക്. ഞാനും വൈഫും കൂടെ ചെന്നൈയിലേക്ക് പോയി. അവിടെ നല്ല അടിപൊളി വിഭവം, വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയൻ ആണ്. ഞങ്ങൾ വീട്ടിൽ പ്യൂർ വെജിറ്റേറിയൻ ആണ്, ബട്ട് ഞാൻ പ്യൂർ വെജിറ്റേറിയൻ അല്ല കേട്ടോ. ഓക്കെ. അപ്പൊ അവിടെ രാവിലെ നല്ല ഇഡ്ഡലി, പൊങ്കല്, വട, ദോശ അല്ലെ. ഉച്ചയ്ക്ക് നല്ല അടിപൊളി വെളുത്താരി, അതിന്റെ കൂടെ കൂട്ടുകറി, അവിയല്, കാളൻ, തോരൻ, അങ്ങനെ കുറെ സംഗതികൾ. രാത്രി എന്താ പറയാ, നമ്മള് ഈ തമിഴ്നാട് സ്റ്റൈലിലുള്ള സാമ്പാർ റൈസ്, അങ്ങനത്തെ എന്താ പറയാ ലെമൺ റൈസ്, പുളിയും ചാതം എന്നൊക്കെ പറയൂലേ, അങ്ങനത്തെ ടൊമാറ്റോ റൈസ്, ചപ്പാത്തി, പൊറോട്ട, അങ്ങനത്തെ ഐറ്റംസ്. ഇതെല്ലാം സംഗതി എന്താ? ഇതെല്ലാം വൈറ്റ് ഗ്രെയിൻസ് ആണ്. ഞാനൊരു പ്രമേഹ രോഗി അല്ലെങ്കിൽ പോലും, ഒരു പ്രമേഹ രോഗി ആയിരുന്നെങ്കിൽ തൽക്കാലം 1-2 ദിവസം ഇതൊക്കെ മറക്കും, ശരിയല്ലേ? അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഈ ഭക്ഷണം മുഴുവൻ അവിടെ അടിച്ച് കയറ്റും. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വരും. തിങ്കളാഴ്ച ചൊവ്വാഴ്ച നാട്ടിലെത്തി, 2-3 ദിവസം നാട്ടിലെത്തി, ആദ്യം പോയിട്ട് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യും. ഗ്ലൂക്കോസ് ചെക്ക് ചെയ്തപ്പോൾ സംഭവിക്കുന്നത് എന്താ? 450 എത്തി. അതെന്താ സംഭവിക്കാൻ? നേരെ ഡോക്ടറെ കാണും. അല്ലെങ്കിൽ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ഡോക്ടറെ കാണാതെ പോലെ ഇൻസുലിൻ അളവ് കൂടുതൽ കൂട്ടി വെക്കും. സംഭവിച്ചത് എന്താ? നിങ്ങളെ ഡയറ്റിൽ നിന്നും, നോർമൽ ഡയറ്റിൽ നിന്നും ഒന്ന് പുറത്തേക്ക് ചാടിയതേ ഉള്ളൂ, 2 ദിവസം നിങ്ങളൊന്ന് പുറത്തേക്ക് ചാടിയതേ ഉള്ളൂ, നിങ്ങളെ ഡയബറ്റിസ് ലെവൽ, ഷുഗർ ലെവൽ ഷൂട്ടപ്പ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലാക്കുക. അപ്പൊ എന്ത് സംഭവിച്ചത്? ഡയറ്റിന് ഒരിക്കലും ഡയബറ്റീസിന് ഇല്ലാതാക്കാൻ സാധിക്കില്ല, മയക്കിക്കെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ബട്ട് മസിൽസ് ക്യാൻ കിൽ ഡയബറ്റീസ്. ട്രാക്ക് യുവർ മസിൽസ്. അവിടെയാണ് മനസ്സിലാക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, യു നീഡ് ടു വർക്ക്ഔട്ട് ഓൺ യുവർ മസിൽസ്. നോ വേ, വേറൊരു രക്ഷയില്ല. മസിൽസിന് മാത്രമല്ല, മസിൽസിന് കൂടെ വേറൊന്നുകൂടെ ഉണ്ട്. 2 പ്രധാനപ്പെട്ട ന്യൂട്രീഷൻ ഉണ്ട്, മഗ്നീഷ്യം ആൻഡ് ക്രോമിയം. നോട്ട് ചെയ്ത് വെക്കാം. മസിൽസിന്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ന്യൂട്രീഷൻ ഉണ്ട്. ഒന്ന് വൈറ്റമിൻ ഡി. എങ്ങനെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ വർദ്ധിപ്പിക്കാം, എങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാം, പ്രധാനപ്പെട്ട 3 ന്യൂട്രീഷനാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനും, ഗ്ലൂക്കോസ് മെറ്റബോളിസം കൂട്ടാനും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനും പ്രധാനപ്പെട്ട 3 പോഷകാഹാരങ്ങളാണ്. ഒന്ന് മഗ്നീഷ്യം, ഒന്ന് ക്രോമിയം, ഒന്ന് വൈറ്റമിൻ ഡി. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് 3ഉം. അതിന്റെ കൂടെ വൈറ്റമിൻ സിയും കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഉപകാരപ്പെടും ഈ പറയുന്ന ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനൊക്കെ കൂട്ടാനായിട്ട്. ഓക്കെ. എന്തിനു വേണ്ടി നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യണം? ഇപ്പോഴും പല ആൾക്കാരും, ഞാനൊരു 5-6 മാസമായിട്ട് പറഞ്ഞ് മടുത്തു. ഇപ്പോഴും പല ആൾക്കാരും ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുന്നില്ല. ഇതെങ്കിലും കേട്ടാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്ന വിചാരിക്കുക. അടുത്ത 5 കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? അടുത്ത 3 കൊല്ലം കൊണ്ട് ഹൈ ട്രൈഗ്ലിസറൈഡ് മുഖാന്തരം ഹാർട്ടിൽ, ഹൃദയധമനികളിൽ ബ്ലോക്കേജ് അടന്നു കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? അടുത്ത 7 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 2, ഗ്രേഡ് 3 വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ്, ബ്ലഡ് യൂറിയ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? സ്ത്രീകളാണെങ്കിൽ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, യൂട്രസിൽ ഫൈബ്രോയിഡ്, സിസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ? അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ശരീരത്തിലെ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആയിട്ടുള്ള
പലതരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ, കാർഡിയക് അറസ്റ്റ്, സഡൻ കാർഡിയക് അറസ്റ്റ് ആയിട്ടുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ബ്ലഡ് പ്രഷർ പോലത്തെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാൻ താല്പര്യമുണ്ടോ സുഹൃത്തെ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ടോ? ഒരു 550 രൂപ ചെലവഴിച്ച് നാളെ രാവിലെ പോയിട്ട് നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ലാബിൽ പോയിട്ട് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക, ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുക, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, HbA1c ചെക്ക് ചെയ്യുക. നിങ്ങളെ ജാതകം പകുതി അതിൽ കിട്ടും. ഓക്കെ, സോ ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നാളെ തന്നെ പോയിട്ട് അത് ആദ്യം ചെക്ക് ചെയ്യുക. ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ഏറെക്കുറെ നമുക്ക് മനസ്സിലായി, ഇന്നത്തെ പ്രമേഹ ചികിത്സ എന്ന് പറയുന്നത് വലിയൊരു ഫെയിലിയർ ആണ്. കാരണം എന്താ? പ്രമേഹ രോഗി ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ് കഴിക്കുന്നു, എങ്ങനെയൊക്കെയോ ഷുഗറിനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെയൊക്കെയോ ഡയറ്റിൽ കൺട്രോൾ ചെയ്യുന്നു, അത്യാവശ്യം കുറച്ച് വ്യായാമമൊക്കെ ചെയ്യുന്നു, തട്ടിമുട്ടി എന്താ പറയാ ഒരു ഡയബറ്റീസ് പേഷ്യന്റ് ആണ് അല്ല എന്നുള്ള ലെവലിലേക്ക് ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്രമേഹം പ്രഡിക്റ്റബിൾ ആണോ? തീർച്ചയായിട്ടും പ്രമേഹം പ്രഡിക്റ്റബിൾ ആണ്. പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും, ഒരു സംശയമില്ല. പല ആൾക്കാരും പാരമ്പര്യത്തെ കുറ്റം പറയും അല്ലെ. എനിക്ക് പാരമ്പര്യമായിട്ട് പല ആൾക്കാർക്കും പ്രമേഹമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് പ്രമേഹം വന്നത്. ഞാൻ പറയും സ്റ്റുപ്പിഡ് സ്റ്റേറ്റ്മെന്റ്. 60% മാത്രമേ ഉള്ളൂ ജനറ്റിക്, ബാക്കി 40% ലൈഫ് സ്റ്റൈലാണ്. വൈ? ബിക്കോസ് ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്ന് പറയും. ഉണ്ട നിറച്ച് വെച്ച തോക്ക് മാത്രമാണ് ആര്? ജീൻസ് എന്ന് പറയുന്നത്. ഈ ജീൻസ് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രിഗർ ചെയ്യണം. എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ട്രിഗേഴ്സ് ഉണ്ടാവണം. കാഞ്ചി വലിച്ചാൽ മാത്രമേ ഉണ്ട പുറത്തേക്ക് വരുള്ളൂ, ശരിയല്ലേ? വെറുതെ തോക്കൽ ഉണ്ട നിറച്ചാൽ ഉണ്ട പുറത്തേക്ക് വരുമോ? ഇല്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ഇൻസുലിൻ ആൻഡ് HbA1c, ഈ 3 ടെസ്റ്റുമാണ് എടുക്കേണ്ടത്. ഓക്കെ, ലാസ്റ്റ് ചോദിക്കുക, ഫ്ലോ നഷ്ടപ്പെട്ടു പോയതേ പ്ലീസ്. ഓക്കെ, ജീൻസ് ആർ ജസ്റ്റ് ലോഡഡ് ഗൺസ്. ഉണ്ട നിറച്ച് വെച്ച തോക്ക് ഉണ്ട പുറത്തേക്ക് വരില്ല, കാഞ്ചി വലിച്ചാൽ മാത്രമേ പറ്റൂ. ട്രിഗർ എന്ന് പറയുന്ന സംഗതിയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. വേറെ കാര്യം മനസ്സിലാക്കുക, ഹോമ IR നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. പ്രമേഹം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും, 2 എക്സാമ്പിൾ പറയും. അതിലൊരു എക്സാമ്പിൾ ആണ് 10 തലയുള്ള രാവണനാണ് പ്രമേഹം. ഇവൻ രാവണൻ അറിയാം, രാവണൻ ശക്തിശാലിയാണ്, രാക്ഷസനാണ്, ബുദ്ധിമാനാണ്, അതേസമയം ഭയങ്കര സ്മാർട്ടാണ്, അതേസമയം ഭയങ്കര ഭക്തനാണ്, അതേസമയം ജനങ്ങൾക്ക് നന്നായിട്ട് സർവ് ചെയ്യുന്ന ആളുമാണ് രാവണൻ. രാവണൻ എങ്ങനെയാ പെരുമാറണം എന്നുള്ളത് രാവണന് മാത്രമേ അറിയുള്ളൂ. 10 തല എന്ന് പറയുന്നത് 10 സ്വഭാവമാണ്. അതേപോലെയാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹത്തിന് 10 തലയാണ്. ഈ 10 തല എങ്ങനെ പെരുമാറും, എങ്ങനെ ശരീരത്തിന് അത് തിരിച്ചടിക്കും, എങ്ങനെയാണ് ഇത് അടുത്ത 5 കൊല്ലം, അടുത്ത 10 കൊല്ലം എന്റെ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. 2-3 പ്രാവശ്യം ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളതുമാണ്. നമ്മൾ തവളയെ പിടിച്ച് പുഴുങ്ങുന്ന അവസ്ഥയാണ് ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം. തവളയെ പിടിച്ചിട്ട് ചുടുവെള്ളത്തിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും? എപ്പോ തവള പുറത്തേക്ക് ചാടിയെന്ന് ചോദിച്ചാൽ മതി, ശരിയല്ലേ? അതേസമയം നല്ല തണുത്ത വെള്ളത്തിൽ തവളേനെ ഇട്ടിരിക്കുക, തണുത്ത നല്ല സുഖമായിട്ടുള്ള വെള്ളത്തിൽ തവളയിൽ ഇട്ടിരിക്കുക. തവള എന്ത് ചെയ്യും? തവള ഭയങ്കര കംഫർട്ടാണ്. തവള വളരെ സുഖമായിട്ട് ഇങ്ങനെ കളിക്കും അല്ലെ. നല്ല തണുത്ത വെള്ളമാണ്. തവള പോലും അറിയാതെ മെല്ലെ മെല്ലെ ടെമ്പറേച്ചർ കൂട്ടി വന്നാൽ തവള പോലും അറിയില്ല തവളേനെ എങ്ങനെയാണ് പുഴുങ്ങുന്നത്. ഇതാണ് ഒരു പ്രമേഹ രോഗിന്റെ അവസ്ഥ. ആ പ്രമേഹ രോഗി പോലും അറിയുന്നില്ല ഈ പ്രമേഹം എങ്ങനെയാണ് എൻ്റെ ശരീരത്തെ കാർന്നെടുക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാ പറയുന്നത് മെറ്റബോളിക് ഡിസ്ഫങ്ഷന്റെ പര്യായമാണ് പ്രമേഹം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കാലത്ത് മനസ്സിലാക്കുക, മരുന്നുകളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല. ഒരു 40 വർഷം 50 വർഷമൊക്കെ ഇൻസുലിൻ ഒന്നും കണ്ടുപിടിക്കാത്തൊരു കാലം. ഒരു 40 വർഷം മുന്നൊക്കെ ഇൻസുലിൻ കണ്ടുപിടിച്ചിരുന്നു വെച്ചാൽ എനിക്കറിയില്ല. 80s 70s 60s ഇൻസുലിൻ ഉണ്ടായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അന്ന് ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് ഒന്നും ആരും എടുത്തിരുന്നില്ല. അന്ന് പ്രമേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മളെ ഡയറ്റും വ്യായാമവും എക്സസൈസും നമ്മുടെ സ്ട്രെസ് ലെവലും നമ്മളെ ഉറക്കമൊക്കെ നമ്മൾ മാനേജ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട മറ്റുള്ള പാർശ്വഫലങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇഫ് യു ആർ ടേക്കിംഗ് മെഡിസിൻസ് ഓർ ഇൻസുലിൻ, ഒരു 5 കൊല്ലത്തിലധികം, ഒരു 5 മുതൽ 8 കൊല്ലത്തിലധികം നിങ്ങൾ മെഡിസിൻസും ഇൻസുലിനും പ്രമേഹ രോഗി എടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മറ്റ് പല സിംറ്റംസ്, മറ്റ് പല രോഗലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ എന്തൊക്കെയായിരിക്കാം? ഒരുപക്ഷെ കൈകാലുകളിൽ തരിപ്പായിരിക്കാം,
ഒരുപക്ഷെ കാഴ്ചയിൽ മങ്ങിച്ചയാവാം, ഭയങ്കര ക്ഷീണമാവാം, ഉറക്കക്കുറവ് വരാം, ഫാറ്റ് ബോഡിയിലെ കൊഴുപ്പുകൾ കൂടി വരാം, ബോഡി മെലിഞ്ഞു വരും. ശരീരത്തിന് കൊഴുപ്പ് കൂടി വരുന്നു മാത്രമല്ല, വയറിലെ കൊഴുപ്പും ബട്ടക്സിലെ കൊഴുപ്പും കൂടി വരും. പക്ഷെ കൈകാലുകളൊക്കെ നോക്കിയാൽ ഇങ്ങനെ ശോഷിച്ച് വരുന്നുണ്ടാവും, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ, അല്ലേ? അപ്പം മസിൽ ലോസ് കൂടുതലായിട്ടുണ്ടാവാം. ലീനർ, നമ്മൾ കൂടുതൽ മെലിഞ്ഞ് വരാം. ശരീരത്തിലെ ബ്ലഡ് യൂറിയ ആണ് ആദ്യം കൂടുന്നത്. യൂറിക് ആസിഡ് പിന്നെയാണ് കൂടുന്നത്. പിന്നെയാണ് ക്രിയാറ്റിൻ കൂടുന്നത്. ക്രിയാറ്റിൻ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിയാറ്റിൻ പെട്ടെന്ന് കൂടൂല്ല, പെട്ടെന്ന് കുറയൂല്ല. അതാണ് ക്രിയാറ്റിന്റെ സവിശേഷത. അതുകൊണ്ട് ക്രിയാറ്റിൻ മാത്രം ചെക്ക് ചെയ്തത് കൊണ്ട്, ക്രിയാറ്റിൻ പല ആൾക്കാർക്ക് ടെൻഷനാണ്. പല ആൾക്കാർക്ക് മെഡിക്കൽ റിപ്പോർട്ട് അയച്ചു, സാറേ ക്രിയാറ്റിൻ 1.4 ഉണ്ട് സാറേ. ക്രിയാറ്റിൻ 1.4 പേടിക്കേണ്ട കാര്യമുണ്ടോ വെച്ചാൽ നമ്പർ ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഡെസ്പൈറ്റ് നിങ്ങളുടെ യൂറിക് ആസിഡും യൂറിയയും നോർമൽ ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം ആദ്യം ശരീരത്തിൽ കൂടുന്നത് ബ്ലഡ് യൂറിയാണ്, പിന്നെയാണ് യൂറിക് ആസിഡ് കൂടുന്നത്, പിന്നെയാണ് ക്രിയാറ്റിൻ ലെവൽ കൂടുന്നത്. അതിന്റെ ടെസ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. നമുക്ക് കിഡ്നി എങ്ങനെ സംരക്ഷിക്കുന്ന ടെസ്റ്റുകൾ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ബ്ലഡ് പ്രഷറിൽ വ്യതിയാനങ്ങൾ വരാം, ബ്ലഡ് പ്രഷറിൽ വേരിയേഷൻസ് വരാം, ഗ്യാസ്ട്രൈറ്റിസ്. തീർച്ചയായിട്ടും ഒരു 5 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾ പ്രമേഹത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവാം, ബ്ലോട്ടിംഗ് ഉണ്ടാവാം, ലൂസ് മോഷൻ ഉണ്ടാവാം. ചിലവർക്ക് മോഷൻ അയഞ്ഞു പോവും, ചിലവർക്ക് മോഷൻ ഉറച്ചു പോവും, കോൺസ്റ്റിപ്പേഷൻ വരാം, ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 വരാം. നമ്മൾ നെർവ്സിലൊക്കെ ബ്ലോക്കേജ് വരാം. നമ്മൾ നെർവ് കണ്ടക്ഷൻ ടെസ്റ്റ് നടത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നെർവ്സിൽ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വെരിക്കോസ് വെയിൻസ് പോലത്തെ പ്രശ്നങ്ങൾ വരാം. അങ്ങനത്തെ ഒരുപാട് മറ്റുള്ള അനുബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാം. ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അണ്ടർലൈൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡയബറ്റിക് പേഷ്യന്റ് മരണപ്പെടുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് കൊണ്ടല്ല. ഡയബറ്റിക് പേഷ്യന്റ് മരണപ്പെടുന്നത് മറ്റു പല അനുബന്ധ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എന്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആണെന്ന് പറഞ്ഞ് ആരും ആശ്വസിച്ചിരിക്കണ്ട. വൈ? ബിക്കോസ് ഇതൊരു പാരാമീറ്ററേ അല്ല. നിങ്ങളെ ബോഡി ഹെൽത്തി ആണോ ഇല്ലയോ എന്നുള്ള ഒരു പാരാമീറ്ററും അല്ല നിങ്ങളെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആയതുകൊണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെയൊക്കെയോ നോർമൽ ആക്കി കൊണ്ടുവന്നതാണ് നിങ്ങൾ അത്രയും സർക്കസ് കളിച്ചിട്ട്. ഇതൊരു പാരാമീറ്ററേ അല്ല സുഹൃത്തെ. മറ്റ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്പർ വൺ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഡയബറ്റീസ് ആൻഡ് കിഡ്നി പ്രോബ്ലം. പ്രമേഹം എങ്ങനെയാണ് കിഡ്നിയെ ബാധിക്കുന്നത്? ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ബാധിക്കുന്ന ശരീരത്തിന്റെ ഏക ഓർഗൻ കിഡ്നിയാണ്. അപ്പം ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം നമ്മൾ പറഞ്ഞു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ അത്ര പ്രശ്നമല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ പ്രശ്നക്കാരൻ ഇൻസുലിൻ ആണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ആണ് ഫാറ്റി ലിവറിനും ഒബേസിറ്റിക്കും കാർഡിയക് പ്രോബ്ലത്തിനും ടൈപ്പ് 2 ഡയബറ്റീസിനും ഈ പറയുന്ന ഓട്ടോമ്യൂൺ ഡിസോർഡർക്കും തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ബ്ലോട്ടിങ്ങിനും ഗ്യാസ്ട്രൈറ്റിസിനും വിഷൻ പ്രോബ്ലത്തിനും എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരു പരിധിവരെ ഹൈപ്പർ ഇൻസുലിനീമിയ ആൻഡ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ പ്രശ്നം ഉണ്ടാക്കുന്നത് കിഡ്നിനെയാണ്. കാരണം എന്താ? കിഡ്നി എന്ന് പറയുന്നത് ഒരു അരിപ്പ ഏറ്റെടുക്കാം. അരിപ്പ അല്ലേ? നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. നമ്മൾ ചായലൊക്കെ നമ്മൾ ചണ്ടി അരിക്കുന്ന അരിപ്പല്ലേ, പൊടി അരിക്കുന്ന അരിപ്പ. അല്ലെങ്കിൽ നമ്മൾ പണ്ട് നമ്മൾ എന്താ പറയാ കോൺക്രീറ്റ് ഒക്കെ വാർക്കുന്ന സമയത്ത് നമ്മൾ പൂഴി നമ്മൾ ചല്ലടയിൽ നമ്മൾ ഇങ്ങനെ ചെലിച്ചിട്ട് ആ കല്ല് ഇങ്ങോട്ട് വേസ്റ്റിടും, നല്ല പൂഴി ഇങ്ങോട്ട് മാറ്റിയിടും. ഓർമ്മയുണ്ടോ? ആ ചല്ലടയിൽ 2 പണിക്കാർ ഇങ്ങനെ ചലിക്കുന്നുണ്ടാവും, ശരിയല്ലേ? നനഞ്ഞ പൂഴിയായിരിക്കും ആ ചല്ലടയിൽ എടുത്തിട്ടുണ്ടാവുക, ശരിയല്ലേ? ഇത് കുറെ കഴിഞ്ഞാൽ അവിടെ തുരുമ്പ് പിടിക്കും. അരിപ്പ ഓക്കെ, അരിപ്പ. ഓരോ നാട്ടിൽ ഓരോ ഭാഷയാണ് പറയുക, എനിക്കറിയില്ല. തെക്കോട്ടൊരു ഭാഷയായിരിക്കും, ചിലപ്പം മിഡ് കേരള തൃശ്ശൂർ എറണാകുളം വേറെ ഭാഷയായിരിക്കും, ഞങ്ങൾ കോഴിക്കോട് കണ്ണൂരൊക്കെ വേറെ ഭാഷ, എനിക്ക് പറയാൻ സാധിക്കില്ല. എന്തായാലും മനസ്സിലായല്ലോ, അപ്പൊ വളരെ നല്ലത്. അപ്പൊ ഈ പറയുന്ന നനഞ്ഞ പൂഴി അരിപ്പയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറെ കഴിഞ്ഞ് സംഭവിക്കുക എന്താ? ഈ അരിപ്പ തുരുമ്പ് പിടിക്കും, ശരിയല്ല, റസ്റ്റ് പിടിക്കും. പിന്നെ ഈ സംഗതി ശരിക്ക് പൂഴി നിലത്ത് വീഴാത്തൊരവസ്ഥ വരും. ഈ കല്ലിന്റെ കൂടെ പൂഴി അടക്കം അടഞ്ഞുകൂടും. സംഭവിക്കുക എന്ത് ചെയ്യണം? ഈ അരിപ്പ മാറ്റണം, ശരിയല്ലേ? ഇതേ സംഗതിയാണ് കിഡ്നിയിലും സംഭവിക്കുന്നത്. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറെ കാലം മെയിൻറ്റെയിൻ ചെയ്യാതെ നിന്നുപോയാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം, യാതൊരു സംശയമില്ല. ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഈ അരിപ്പയിൽ തുരുമ്പ് പിടിക്കും. ഈ കിഡ്നിയിലെ നെഫ്രോൺ കോശങ്ങൾ, ഗ്ലോമറൂലസ് എന്നൊക്കെ പറയും, നെഫ്രോൺ കോശങ്ങളിൽ എന്താ പറയാ
പ്യൂരിഫിക്കേഷൻ, എന്താ പറയുക, നെഫ്രോൺ കോശങ്ങൾ ശുദ്ധീകരിക്കാനുള്ള കപ്പാസിറ്റി നഷ്ടപ്പെട്ടു പോകും. ആ സമയത്താണ് നമ്മളെ ശരീരത്തിൽ ആദ്യം അടഞ്ഞുകൂടുന്നത്. നെഫ്രോൺ കോശങ്ങൾ ക്ഷയിച്ചു പോയി എന്ന് അറിയാനുള്ള 5 ബ്ലഡ് ടെസ്റ്റുകളുണ്ട്, നോട്ട് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ. നമ്പർ 1 ബ്ലഡ് യൂറിയ. ആദ്യം കൂടുന്നത്, ആ ഒരു സ്ലൈഡ് ഒന്ന് എടുത്തേ, ആ കിഡ്നിയുടെ ബ്ലഡ് ടെസ്റ്റിന്റെ ഒരു സ്ലൈഡ് ഉണ്ട്. നമ്പർ 1 ആദ്യം കൂടുന്നത് ബ്ലഡ് യൂറിയ ആണ്. ബ്ലഡ് യൂറിയ 10 to 45, 45 കൂടുതലാകുമ്പോൾ ശരാശരി എന്താ പറയാ ബ്ലഡ് യൂറിയ ഒരു 30 താഴെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. സെക്കൻഡ് യൂറിക് ആസിഡ്. യൂറിക് ആസിഡ് 3 to 7, ശരാശരി ഒരു 5 കൂടുതൽ വരാതിരിക്കുക. യൂറിക് ആസിഡ് 5 കുറവ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്രിയാറ്റിൻ 1.5 താഴെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന്റെ കൂടെ എടുക്കാനുള്ള വേറെ 2 ടെസ്റ്റ് കൂടെ ഉണ്ട്. ആ ടെസ്റ്റ് ഞാൻ അയച്ചു തന്നിരുന്നല്ലേ, സിസ്റ്റാറ്റിൻ ടെസ്റ്റ് എന്ന് പറയും. സിസ്റ്റാറ്റിൻ ടെസ്റ്റ് അപ്പൊ ഞാൻ സുധീർ സാർക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് അയക്കാൻ വിട്ടുപോയി തോന്നുന്നുണ്ട് എനിക്ക്. ആ സ്ലൈഡ് ഇല്ല ഷാജി സാറേ? ഇല്ല ഇല്ല അതില്ല. അതില്ല അല്ലെ? ഓക്കെ, നോ പ്രോബ്ലം. സിസ്റ്റാറ്റിൻ ടെസ്റ്റ് എന്ന് പറയും. സിസ്റ്റാറ്റിൻ സി ടെസ്റ്റ് എന്ന് പറയും. സിസ്റ്റാറ്റിൻ സി എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. നമ്മൾ എന്താ പറയുക, ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരം പ്രോട്ടീനാണ്. ഈ പ്രോട്ടീനെ ശരിക്ക് ഫിൽട്ടർ ചെയ്തെടുക്കേണ്ട കപ്പാസിറ്റി, ഫിൽട്ടർ ചെയ്തെടുക്കേണ്ടത് ആരാ? കിഡ്നിയാണ്. അപ്പൊ സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന പ്രോട്ടീൻ ബ്ലഡിൽ കൂടുതൽ ആയി തുടങ്ങി എന്നുണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നിയുടെ നെഫ്രോൺ കോശങ്ങളുടെ ഫിൽട്രേഷൻ കപ്പാസിറ്റി കുറഞ്ഞു തുടങ്ങി എന്നർത്ഥം. അതുകൊണ്ട് സിസ്റ്റാറ്റിൻ സി ഒരിക്കലും കൂടാൻ പാടില്ല. 0.5 to 1 mg/dL ആണ് സിസ്റ്റാറ്റിൻ സി റേഷ്യോന്റെ അളവ് എന്ന് പറയുന്നത്. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നിങ്ങൾ പ്രമേഹ രോഗിയാണ്, പ്രമേഹത്തിന് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട്, ഒരു 8 കൊല്ലത്തിൽ കൂടുതലെങ്കിലും നിങ്ങൾ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണ്, ഒരു 5-6 കൊല്ലമായിട്ട് നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും സിസ്റ്റാറ്റിൻ സി ടെസ്റ്റും അതിന്റെ കൂടെ GFR എന്ന് പറയും. GFR, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയും. GFR ടെസ്റ്റ് എന്ന് പറയും. ഈ GFR ടെസ്റ്റ് വേണമെങ്കിൽ ഞാൻ എന്റെ എന്റെ സ്ലൈഡ് ഒന്ന് ഇട്ട് തരാം. GFRന്റെ സ്ക്രീൻ ഷെയർ ഫോട്ടോ. GFR സെക്കൻഡ്. GFR ടെസ്റ്റ് യെസ്. GFR ടെസ്റ്റ്, GFR 90-ന് മുകളിലാണെങ്കിൽ, 90% മുകളിൽ, 90 അബവ് ആണെങ്കിൽ നിങ്ങളെ കിഡ്നി 90% നന്നായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് അർത്ഥം. GFR 60 to 89 ആണെങ്കിൽ നിങ്ങളെ കിഡ്നി 60 to 89% ഗുഡ് ആണ്, കുഴപ്പമില്ല, കിഡ്നി ഈസ് വർക്കിംഗ് ഗുഡ് എന്ന് പറയാം. GFR നമ്മൾ 45 to 60 ആണെങ്കിൽ കിഡ്നി 50% നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നർത്ഥം. അതിനേക്കാൾ ഉപരി കിഡ്നി 50% ഡാമേജ് ആയി എന്നും പറയാം. സ്കൂളിലെ കുട്ടികളെ മാർക്കാണ്, വേറൊന്നുമല്ല. GFR 40-ന് താഴെയാണെങ്കിൽ കിഡ്നി വളരെ വളരെ വീക്ക് ആണ് എന്നർത്ഥം. GFR 30-ന് താഴെയാണെങ്കിൽ നിങ്ങളെ കിഡ്നി ഈസ് ഇൻ എ വെരി ബാഡ് ഷേപ്പ്, തീർച്ചയായിട്ടും ഡയാലിസിസ് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കാം. സോ ഹൗ ടു പ്രിസർവ് യുവർ കിഡ്നീസ്? എങ്ങനെ നമുക്ക് ഒരു ഡയബറ്റിക് പേഷ്യന്റ് എങ്ങനെ നമുക്ക് കിഡ്നിയെ സംരക്ഷിക്കാം? വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. ആദ്യം മനസ്സിലാക്കുക, റെഡ്യൂസ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് അവോയ്ഡ് ഗ്ലൂക്കോസ്, അവോയ്ഡ് സോൾട്ട്. നമ്പർ 1, ആവശ്യമില്ല, സ്ക്രീൻ ഷെയർ വേണ്ട, കുഴപ്പമില്ല, സ്ക്രീൻ ഷെയർ വേണ്ട, സ്റ്റോപ്പ് ചെയ്തോളൂ, കുഴപ്പമില്ല, സോ ദാറ്റ് എനിക്ക് എന്റെ ഫേസ് കാണാമല്ലോ. ഓക്കെ, അപ്പൊ നമ്പർ 1 ന്യൂട്രിയന്റ് ആണ് ഫൈബർ, നാര് ഭക്ഷണങ്ങൾ. ഇന്ന് നമുക്ക് തീരെ മിസ്സിംഗ് ആയ ഒരു ന്യൂട്രിയന്റ് ആണ് തവിട് അഥവാ നാര് എന്ന് പറയും. നാര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്, വെരി 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 ഇമ്പോർട്ടന്റ്. ഗട്ട് ഹെൽത്ത് ആണ് നമ്മളെ ബോഡീന്റെ മൊത്തം ഹെൽത്തിനെ നിയന്ത്രിക്കുന്നത്. നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ നെക്സ്റ്റ് മന്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അടുത്ത ടോപ്പിക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ്. ഗട്ട് ഹെൽത്തി ആണെങ്കിൽ നമ്മളെ ബോഡി ഹെൽത്തി ആണ്. ഇഫ് യുവർ ഗട്ട് ഈസ് ഹെൽത്തി, യുവർ ബോഡി ഈസ് ഹെൽത്തി. സോ ഗട്ട് ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്, നമ്മളിൽ കോംബയോട്ടിക്സ് എന്ന് പറഞ്ഞ സപ്ലിമെന്റ് ഈസ് വെരി വെരി എക്സലന്റ് ഫോർ യുവർ ഗട്ട് ഹെൽത്ത്. ദെൻ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി, ഒരു കാര്യം മനസ്സിലാക്കുക, ഡയബറ്റിക് പേഷ്യന്റിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ന്യൂട്രിയന്റ് വൈറ്റമിൻ ഡി ആണ്. ബട്ട്
നിങ്ങളെ ക്രിയാറ്റിൻ ലെവൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ക്രിയാറ്റിൻ ലെവൽ ലിറ്റിൽ ബിറ്റ് ഹൈ ആണെങ്കിൽ അവോയ്ഡ് വൈറ്റമിൻ ഡി. വൈ? ബിക്കോസ് വൈറ്റമിൻ ഡി ഈസ് എ ഫാറ്റ് soluble vitamin. Vitamin D is a must as far as a diabetic patient is concerned, but vitamin D ഒരു കാരണവശാലും ഒരു കിഡ്നി പേഷ്യന്റ്, ഒരു കിഡ്നിക്ക് തരാറുള്ള വ്യക്തി വൈറ്റമിൻ ഡി എടുക്കാൻ പാടുള്ളതല്ല. Then detoxification is very important. ബോഡി ഡീടോക്സിഫിക്കേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഡീടോക്സിഫിക്കേഷൻ ആയിട്ടുള്ള ഗാനോഡെർമ സപ്ലിമെന്റ് നെഫ്രോൺ കോശങ്ങളുടെ അമൃതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അമൃത് ഫോർ കിഡ്നീസ് എന്ന് വിശേഷിപ്പിക്കാൻ നമ്മൾ ഗാനോഡെർമ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, നമ്മളെ റെഡ് മഷ്റൂം, ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സപ്ലിമെന്റ് ഫോർ ടു പ്രിസർവ് യുവർ കിഡ്നീസ്. സ്ഥിരമായിട്ട് ഗാനോഡെർമ കഴിക്കുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. ഗാനോഡെർമയ്ക്ക് പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്ട്സും ഇല്ല. ഗാനോഡെർമ ഒരു ഓർഗൻ ബേസ്ഡ് പ്രൊഡക്റ്റും അല്ല. നമ്മളെ തലമുടി മുതൽ നഖം വരെ നമ്മൾ എവിടെയൊക്കെ നമുക്ക് സർവീസ് ചെയ്യാനുണ്ടോ അതൊക്കെ സർവീസ് ചെയ്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഫാന്റാസ്റ്റിക് ഹെർബ് ആണ് ഗാനോഡെർമ. ഫോർ ദാറ്റ് മാറ്റർ എനി ഓർഗൻ, ഹാർട്ട്, ബ്രെയിൻ, ലിവർ, ലങ്സ്, സ്പ്ലീൻ, കിഡ്നി, പാൻക്രിയാസ്, ജോയിന്റ്സ്, കാർട്ടിലേജ്, എനി ഓർഗൻ ഫോർ ദാറ്റ് മാറ്റർ. ദെൻ ഏറ്റവും ബെസ്റ്റ് ന്യൂട്രിയന്റ് കിഡ്നിക്കുള്ളത്, കിഡ്നിയുടെ കവചമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോ എൻസൈം Q10. കോക്യൂട്ടനെ കുറിച്ച് ഇന്ന് ഒരുപാട് ആൾക്കാർ ഇന്ന് കോക്യൂട്ടൻ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഫിസിക്കൽ എന്താ പറയുക മെഡിക്കൽ ഡോക്ടേഴ്സ് ഇന്ന് കോക്യൂട്ടൻ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുമാതിരി എല്ലാ ഡോക്ടേഴ്സും ആദ്യം പ്രിഫർ ചെയ്യുന്നത് കോക്യൂട്ടൻ ആണ്. വൈ? ബിക്കോസ് ഒരുമാതിരി എല്ലാ അസുഖവും മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻ ആണ്. മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാവുന്ന എന്താ പറയാ മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാവുന്ന ഫ്രീ റാഡിക്കൽ സ്ട്രെസ് എന്നോ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയിൽ ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള സ്ട്രെസ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, മൈറ്റോകോൺട്രിയനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആണ് നമ്മുടെ കോക്യൂട്ടൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഹാർട്ട് ഡിസീസിന്റെ സെഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്, നമ്മൾ കണ്ണില്, ഹാർട്ടില്, ബ്രെയിന് കഴിഞ്ഞാൽ പിന്നെ ലിവറിലും കിഡ്നിയിലുമാണ് ഏറ്റവും കൂടുതൽ ഏതുള്ളത്? മൈറ്റോകോൺട്രിയ ഉള്ളത്. അപ്പൊ in order to prevent all these organs, in order to prevent your mitochondria, in order to boost up your metabolic rate, we have to take coenzyme Q10. ആൻഡ് നമ്മളെ ബ്ലഡിൽ എന്തെങ്കിലുമൊക്കെ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് പാച്ച് വേണമെങ്കിൽ ഒരു 4-5 കോഴ്സ് നമുക്ക് വേണമെങ്കിൽ ഫുഡ് പാച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ മഗ്നീഷ്യം, ക്രോമിയം, സെലീനിയം ആൻഡ് സിങ്ക്, മഗ്നീഷ്യം, ക്രോമിയം, സെലീനിയം ആൻഡ് സിങ്ക്, ഈ 4 സംഗതി അലോങ് വിത്ത് വൈറ്റമിൻ ഡി, ഈ 4 സംഗതി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു. അമിതമായി കെട്ടിക്കിടക്കുന്ന ഇൻസുലിന്റെ അളവ് കുറയ്ക്കുന്നു. എങ്ങനെ? ഈ ഇൻസുലിനെ പ്രവർത്തനക്ഷമമാക്കുന്നു. ഈ ഇൻസുലിനെ പ്രവർത്തനക്ഷമമാക്കിയാൽ അമിതമായിട്ട് ഇൻസുലിൻ കെട്ടിക്കിടക്കുമോ? ഒരിക്കലും ഇല്ല. ശരീരത്തിന് ആനുപാതികമായ ഇൻസുലിൻ ആര് ഉൽപ്പാദിപ്പിക്കും? പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കും. അപ്പോ സിങ്ക്, മഗ്നീഷ്യം, ക്രോമിയം, സെലീനിയം ആൻഡ് വൈറ്റമിൻ ഡി സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവില്ല. അതിന്റെ കൂടെ നിങ്ങൾ മസിൽ വർക്കൗട്ടും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ മസിൽസ് ഇൻസുലിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യും, മസിൽസിന് ഇൻസുലിൻ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യും. അതിനോടൊപ്പം ന്യൂട്രീഷൻ കൂടെ എത്തുന്ന സമയത്ത് അതാണ് നമ്മൾ പറഞ്ഞത്, എക്സസൈസ് വളരെ നിർബന്ധമാണ്. എക്സസൈസിന്റെ കൂടെ തന്നെ എന്ത് കഴിക്കണം? എക്സസൈസിന്റെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ ഈ പറയുന്ന ന്യൂട്രീഷൻ നമുക്ക് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, സിങ്ക്, മഗ്നീഷ്യം, സെലീനിയം, ക്രോമിയം ആൻഡ് വൈറ്റമിൻ ഡി. കുർക്കുമിൻ ഈസ് ഓൾസോ വെരി ഗുഡ്. നമ്മൾ മഞ്ഞളിൽ നിന്ന് എടുക്കുന്ന കുർക്കുമിൻ ഈസ് ഓൾസോ വെരി ഗുഡ്. വൈറ്റമിൻ സി നമ്മൾ സബ്ലിംഗ്വൽ സ്പ്രേ ഉണ്ട്, വൈറ്റമിൻ ഡിയുടെ നമ്മൾ സബ്ലിംഗ്വൽ സ്പ്രേസ് ഉണ്ട്. ഇത് രണ്ടും, വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ വർദ്ധിപ്പിക്കാനും ഏറ്റവും എഫക്റ്റീവ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഇഫ് യു ലവ് യുവർ ഹെൽത്ത്, ഇഫ് യു ലവ് യുവർ ബോഡി, യു ജസ്റ്റ് കാൺ ബി ഇൻസുലിൻ റെസിസ്റ്റന്റ്. നിങ്ങൾ ആരോഗ്യത്തോട് താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവാൻ പാടില്ല എന്നാണ് ഡോക്ടർ ജെറാൾഡ് റീവ്സ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റന്റ് ആവാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ 5 പോഷകാഹാരം നിർബന്ധമായിട്ട് എടുക്കണം. സിങ്ക്, മഗ്നീഷ്യം, സെലീനിയം, അതുപോലെ തന്നെ ക്രോമിയം കിട്ടാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മളെ മിനറൽ ഡ്രോപ്സ് ഉണ്ട്. നമ്മളെ കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി വേറൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സമപ്പ് ചെയ്യാൻ പോവാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് സമപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ കണ്ടു, ശരിയല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടു. എന്നിട്ടും ഒരു പ്രമേഹ രോഗി പറയാണ്, സാറേ എന്റെ ബ്ലഡ് ഷുഗർ നോർമൽ അല്ലേ, പിന്നെ എങ്ങനെ ഇതൊക്കെ വന്നു? അതാ ഞാൻ പറഞ്ഞത് സുഹൃത്തെ, നിങ്ങളെ ബ്ലഡ് ഷുഗർ നോർമലാണ്,
ബ്ലഡ് ഷുഗർ നിങ്ങൾ എങ്ങനെയൊക്കെയോ നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുവന്നു. സ്റ്റിൽ നിങ്ങൾ മറ്റ് പല അനുബന്ധമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ച് നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ആദ്യം വരാൻ സാധ്യതയുള്ള അസുഖം ഏതാണെന്നറിയാം? പ്രമേഹ രോഗിക്ക് ഇതാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് നോക്കാം. ഫാറ്റി ലിവർ ഗ്രേഡ് 1. ഫസ്റ്റ് നിങ്ങളെ ഡാമേജ് ആവുന്നത് ലിവറാണ്. സെക്കൻഡ്, നിങ്ങളെ ഹോർമോൺസിൽ വേരിയേഷൻസ് ഉണ്ടാവും. ഹോർമോൺസിൽ വേരിയേഷൻ ഉണ്ടാവും. തൈറോയിഡൈറ്റിസ് എന്ന് പറയും. തൈറോയിഡിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. തൈറോയിഡിൽ നീർക്കെട്ട്. ആ സമയത്ത് നിങ്ങൾ TSH ഒക്കെ പോയി ചെക്ക് ചെയ്തതിൽ T3 T4 TSH ചെക്ക് ചെയ്തോ ഒരു പക്ഷേ നോർമൽ ആയിരിക്കാനാണ് സാധ്യത, ഒരു 90%. അപ്പോഴും നമ്മൾ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താ? എന്റെ T3യും എന്റെ T4ഉം എന്റെ TSHഉം എന്റെ FSH ഒക്കെ നോർമലാണ്, എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങളില്ല എന്ന് നമ്മൾ ധരിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഷുഗർ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് T3യും T4ഉം TSHഉം ചെക്ക് ചെയ്തിട്ട് നോർമൽ ആണ്, എനിക്ക് തൈറോയിഡ് ഇല്ല. പല ആൾക്കാർ പറയും തൈറോയിഡ് ഇല്ല എന്ന് പറയും. തൈറോയിഡ് എല്ലാവർക്കും ഉണ്ട്, തൈറോയിഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. അത് ഇപ്പോ ഇല്ല എന്നുള്ളതാണ്. പിന്നീട് വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് വേറൊരു ടെസ്റ്റ് ഉണ്ട്. തൈറോയിഡിന്റെ ആന്റിബോഡി ടെസ്റ്റ് ഉണ്ട്. ആന്റിബോഡി ടെസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ആന്റിബോഡീസിന് അളവ് കൂടി. ആന്റിബോഡി എന്താ ചെയ്യുന്നത്? ശരീരത്തിൽ എന്തെങ്കിലും തരത്തില് ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എന്താ പറയുക അലാമിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നമ്മളെല്ലാം അലാംഡ് ആയിരുന്നു അല്ലെ? അവിടുത്തെ ഏരിയ എല്ലാം നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്തു, അവിടുത്തെ സിവിലിയൻസിനെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്തു, അവിടെ ആംഡ് ഫോഴ്സസ്, എയർഫോഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ വന്നു, എല്ലാം നമ്മൾ സജ്ജരായി എന്നുള്ളതാണ്. അതേപോലെ ശരീരത്തിൽ ഇൻഫെക്ഷന്റെ അളവ് കൂടി വരുന്നു, ESR കൂടി വരുന്നു, നിങ്ങളെ മോണോസൈറ്റ്സിന്റെ അളവ് കൂടി വരുന്നു, ആബ്സല്യൂട്ട് കൗണ്ട് ഒക്കെ കൂടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആന്റിബോഡി അവേക്കുണ്ടായിരുന്നു. ഈ ആന്റിബോഡി കൂടുതൽ ശരീരം ഉത്പാദിപ്പിക്കും. കാരണം എന്താ? ഇതെല്ലാം സജ്ജരാവാൻ വേണ്ടിയിട്ടാണ് ആന്റിബോഡി ഉത്പാദിപ്പിക്കുന്നത്. ഈ പൊതുവെ ഈ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആന്റിബോഡി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് അറ്റാക്സ് അവർ ഓൺ സെൽസ്. കാരണം ഇത് ഈ പറയുന്ന സംഗതി ഇപ്പൊ അതിൽ മെയിൻ ആയിട്ട് പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ ആണ്. അത് നമ്മള് എന്താ പറയാ, നമ്മൾ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും പല ആൾക്കാർ ഇവിടെ പറയുന്നത് രാത്രി ഞാൻ കഴിക്കുന്നത് ചപ്പാത്തിയാണ്. ഗോതമ്പിന്റെ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഗോതമ്പിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് എ പ്രോട്ടീൻ, ഇറ്റ്സ് എ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് ഈ സാധനം. പക്ഷെ ഇന്ന് പണ്ടൊക്കെ നമ്മൾ ഗോതമ്പ് പ്രോസസ് ചെയ്തിരുന്നത് ഗ്ലൂട്ടന്റെ അളവ് 3 to 4% ആയിരുന്നുവെങ്കിൽ ഇന്ന് ഗോതമ്പ് പ്രോസസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ആട്ട മൈദയിലൊക്കെ ഉണ്ടാവുന്ന ഗ്ലൂട്ടന്റെ അളവ് 16 to 18% ആണ്. നമ്മളെ ശരീരത്തിൽ 5% കൂടുതൽ ഗ്ലൂട്ടൻ താങ്ങാൻ പറ്റില്ല. അവർ ബോഡി മെക്കാനിസം, നമ്മളെ ഗട്ട് മെക്കാനിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ദൈവം. 5% കൂടുതൽ ഗ്ലൂട്ടൻ താങ്ങാം. ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ളത് ഗോതമ്പിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടൻ കഴിക്കുന്ന നമ്മൾ ഡെയിലി സാധനം എന്താണെന്നറിയോ? ഞാൻ എനിവൺ സജസ്റ്റ്, ഗ്ലൂട്ടൻ കഴിക്കാത്ത ഒരു മനുഷ്യനുണ്ടാവില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഗ്ലൂട്ടൻ കഴിക്കാത്ത മനുഷ്യരുണ്ടാവില്ല. ബിസ്ക്കറ്റ്സ്, ഹൈ ഗ്ലൂട്ടൻ, ഹൈ ഫാറ്റ്, ഹൈ ട്രൈഗ്ലിസറൈഡ്, ഹൈ ഷുഗർ, ഹൈ ഗ്ലൂട്ടൻ ആണ് എല്ലാ ബിസ്ക്കറ്റ്സിലും അടങ്ങിയിട്ടുള്ളത്. ഗ്ലൂട്ടൻ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ഈ ഗ്ലൂട്ടൻ ഫ്രീ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. റൊട്ടി, എല്ലാ ബിസ്ക്കറ്റ്സിലും എല്ലാത്തിലും ഗ്ലൂട്ടന്റെ അളവ് വളരെ. പിന്നെ പാക്കറ്റ് ഫുഡ്സിലെ എല്ലാ സംഗതികളും നമ്മൾ കഴിക്കുന്ന പാസ്താസ്, മറ്റേത് മറിച്ചത് എല്ലാ സംഗതികളും കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടൻ കഴിക്കുന്നത്. കുട്ടികൾക്ക് ഈ പറയുന്ന കാറ്റ് നിറച്ചിട്ടുള്ള ഒരു പാക്കറ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കൂലേ, അതിൻ്റെ അകത്ത് ഫുള്ള് കാറ്റാ. 5 ഉറുപ്പ്യക്കും 10 ഉറുപ്പ്യക്കും വാങ്ങിക്കൊടുക്കും. പിന്നെ ഇച്ചിരി മാത്രം തിന്നാൻ ഒരു സാധനം അല്ല. ബ്രാൻഡിന് പേരൊന്നും ഞാൻ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഗ്ലൂട്ടൻ കഴിക്കുന്നത് കുട്ടികളാണ്. കുട്ടികൾക്ക് ടൈപ്പ് 5 ഡയബറ്റീസ്. ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ടൈപ്പ് 5 ഡയബറ്റീസ്? നമ്മൾ ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞതാണ്. പല ആൾക്കാരും അന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ടൈപ്പ് 5 ഡയബറ്റീസ്? ടൈപ്പ് 1 ഡയബറ്റീസ് ജന്മന കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മളാൽ വരുത്തി വെച്ചതാണ്. ടൈപ്പ് 5 ഡയബറ്റീസ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് മെയിൻലി ബിക്കോസ് ഓഫ് ഗ്ലൂട്ടൻ. ഞാൻ പേരൊന്നും പറയുന്നില്ല, ഐ എം നോട്ട് മെൻഷനിങ് എനി ബ്രാൻഡ്. മെയിൻലി പ്രധാനപ്പെട്ട വില്ലൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഗ്ലൂട്ടൻ. കുട്ടികളെ കാർന്ന് തിന്നുന്ന അസുഖമാണ് ടൈപ്പ് 5 ഡയബറ്റീസ്. ഇൻസുലിൻ റെസിസ്റ്റന്റ് 10ാമത്തെ വയസ്സിൽ 12ാമത്തെ വയസ്സിൽ ഇൻസുലിൻ റെസിസ്റ്റന്റ് ഒരു കുട്ടി ആവുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഒരു കുട്ടി 12 വയസ്സാകുമ്പോഴത്തേക്ക് ഒബേസിറ്റി ആവുന്നു. നമ്മൾ പണ്ടൊക്കെ പറയും സ്കൂളിൽ നമ്മൾ നടന്നിട്ടാ പോയത്. കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന ഉരുണ്ടിട്ടാ. കാരണം അത് അത്രയും തടിയാണ്.
പിന്നെ വാങ്ങി പോണ സാധനം അച്ഛനോമാരുന്ന് പോക്കറ്റ് മണി വാങ്ങും, നടന്നു പോണ സമയത്ത് ഈ സാധനം പാക്കറ്റ് സാധനം തിന്നുകൊണ്ടാണ് നടന്നു പോണത് തന്നെ. ആലോചിച്ച് നോക്ക്, നശിപ്പിച്ച് കളയും, നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ താരുമാറാക്കി കളയും, നമ്മളെ ഗട്ട് ഹെൽത്തിന് താരുമാറാക്കി കളയും. ഇത് വളരെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എന്റെ മോന് ഇഷ്ടമാണ്, എന്റെ മോക്ക് ഇഷ്ടമാണ്, മറ്റേത് ചോക്ലേറ്റ്സ്, മറ്റേത് ഐസ്ക്രീംസ്. ഐസ്ക്രീം ഒക്കെ ഹൈ ഗ്ലൂട്ടൻ ആണ്, ഹൈ ഷുഗർ, ഹൈ ഫാറ്റ്, ഹൈ ട്രൈഗ്ലിസറൈഡ്, ഹൈ ഗ്ലൂട്ടൻ. ഇതൊക്കെ നശിപ്പിച്ച് കളി. വാങ്ങിക്കാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുക ഞാൻ കഴിക്കാറുണ്ടോ? ഞാൻ വല്ലപ്പോഴും ഒക്കെ കഴിക്കാറുണ്ട്. ഒന്നും നമ്മൾ പറയില്ലേ, കോഴിക്കോട് വന്നാൽ ബിരിയാണി തിന്നണം, അതുകൊണ്ട് ഡെയിലി ബിരിയാണി കഴിക്കുക എന്നുള്ളതല്ല. വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നമില്ല, നാവിനെ വല്ലപ്പോഴും സംതൃപ്തിപ്പെടുത്തണം. പക്ഷെ ഡെയിലി സംതൃപ്തിപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ പണി വേറെ പാലിൽ കിട്ടും എന്നുള്ളതാണ് വേറെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ ഫസ്റ്റ് ഫാറ്റി ലിവർ, സെക്കൻഡ് തൈറോയിഡൈറ്റിസ്, തേർഡ് ഹൈപ്പോതൈറോയിഡിസം. പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരേപോലെ, സ്ത്രീകളിലാണ് കുറച്ച് കൂടുതൽ കാണപ്പെടുന്നത് ഹൈപ്പോതൈറോയിഡിസം. ഫോർത്ത് ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ടൈപ്പ് 4 ഡയബറ്റിക്, ടൈപ്പ് 2 ഡയബറ്റിക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സിസ്റ്റ്, യൂട്രസിൽ ഉണ്ടാവുന്ന സിസ്റ്റ്, ഫൈബ്രോയിഡ് പോലത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നു. ലാസ്റ്റ് പിന്നെ ഉണ്ടാവുന്നത് അഞ്ചാമത്തെ കേസ്, വെരി ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഒരു സ്ത്രീ എത്തുന്നത്, ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറയും. ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ഈസ്ട്രോജൻ ഡോമിനൻസ്? ഈസ്ട്രോജൻ ഡോമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. അത് നമ്മൾ ഗട്ട് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കും, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈസ്ട്രോജൻ ഡോമിനൻസിനെ കുറിച്ച് സംസാരിക്കും. അത് ചില തരത്തിലുള്ള ഗട്ട് മൈക്രോബയോംസിന്റെ ഫങ്ഷൻസ് മോശമാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനൻസ് കൂടി വരും. ഇത് പലപ്പോഴും ഉണ്ടാവുന്നത് പ്രീ മെനോപോസിലും പോസ്റ്റ് മെനോപോസിലാണ് ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടാവുന്നത്. ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, സീരിയസ് ആയിട്ടുള്ള ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്, അമിതമായിട്ട് തടിക്കാൻ തുടങ്ങും, പെട്ടെന്ന് തന്നെ തടിക്കാൻ തുടങ്ങും ഒരു സ്ത്രീ ഈസ്ട്രോജൻ ഡോമിനൻസ് ഉണ്ടെങ്കിൽ. അവർക്ക് നമ്മൾ എന്ത് വെയിറ്റ് മാനേജ്മെന്റ് സപ്ലിമെന്റ് കൊടുത്താലും, എന്ത് നടന്നാലും, എന്ത് ഓടിയാലും, എന്ത് ശാരീരിക ആരോഗ്യം ചെയ്താലും തടി കുറയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. വളരെ എളുപ്പമായിട്ട് ഗട്ട് ബാക്ടീരിയാസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഈസ്ട്രോജൻ ഡോമിനൻസ് കുറയും, ഓട്ടോമാറ്റിക് ആയിട്ടും അവരെ തടിയും കുറയുന്നത് കാണാൻ പറ്റും. പരിഹാരം വളരെ സിമ്പിൾ ആണ്. പക്ഷെ എന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൊടുത്താൽ വളരെ സിമ്പിൾ ആയിട്ട് ബോഡി ഫാറ്റിനെ കുറയ്ക്കാൻ പറ്റും. പിന്നെ എന്താണ് ഹിസ്റ്ററെക്ടമി. ഈ പറഞ്ഞ യൂട്രസിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡും സിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് യൂട്രസ്, എത്ര കുട്ടികളായി? 3 കുട്ടികൾ. ഇനി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒന്നും പ്ലാൻ ചെയ്യുന്നു, അന്നൊരു കാര്യം ചെയ്തേക്ക്, യൂട്രസും പറയുന്ന ഓവറീസും ഫെലോപ്പിയൻ ട്യൂബ് മൊത്തം റിമൂവ് ചെയ്തേക്കാൻ തുടങ്ങി. മൊത്തം ഫുൾ ഹിസ്റ്ററെക്ടമി ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ കൈ പോയാൽ അംഗവൈകല്യം, കാല് പോയ അംഗവൈകല്യം, കണ്ണുപോയ അംഗവൈകല്യം എന്നൊക്കെ പറയും. യൂട്രസ് ഇല്ലാത്തൊരു സ്ത്രീയും അംഗവൈകല്യാണ് എന്ന് തിരിച്ചറിയുക. നമ്മൾ കാണാത്തൊരു സാധനമാണെങ്കിൽ പോലും ഇതും അംഗവൈകല്യമാണ്. എന്നിട്ടാണ് പെട്ടെന്നുണ്ടാവുന്നത് ഒരു ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് പോകുന്നത്. ഇപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് വന്നിട്ടില്ല, ഇതൊക്കെ അനുബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാവുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, യൂട്രസിൽ സിസ്റ്റോ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആരെ കാണിക്കാൻ പോകും? ഗൈനക്കോളജി കാണിക്കാൻ പോകും. തൈറോയിഡിന് പ്രശ്നമുണ്ട് ആരെ കാണിക്കാൻ പോകും? എൻഡോക്രിനോളജിനെ കാണിക്കാൻ പോകും. കൈകാലുകളിൽ വേദന പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും റൊമറ്റോളജിനെ കാണിക്കാൻ പോകും. ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ട്, നെഞ്ചരിച്ചലുണ്ട്, അല്ലെങ്കിൽ മലബന്ധം ഉണ്ട്, എന്തോ ഒരു തിന്നുമ്പോൾ ഒരു വൻമിസ്റ്റൊക്കെ ഉണ്ട് എന്തെങ്കിലും ആരെ കാണിക്കാൻ പോകും? ഗ്യാസ്ട്രോ ഡോക്ടറെ കാണിക്കാൻ പോകും. ബ്ലഡ് പ്രഷർ ഉണ്ട്, അത്യാവശ്യം ഹൃദയമിടിപ്പിനൊക്കെ ഒരു ഇതുണ്ട്, ആരെ കാണിക്കാൻ പോകും? നമ്മൾ കാർഡിയോളജിനെ കാണിക്കാൻ പോകും. ലാസ്റ്റ് ഈ പറയുന്ന മരുന്നുകളെല്ലാം കഴിച്ച് സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. ബ്ലഡ് ഷുഗർ ലെവൽ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് പോവാണ്. ഡ്യൂ ടു ദ എഫക്ട് ഓഫ് മെഡിസിൻസ് ആൻഡ് ബ്ലഡ് ഷുഗർ എന്ത് ഡാമേജ് ആവും? കിഡ്നിയും ഡാമേജ് ആവും. അവസാനം ആരെ കാണിക്കാൻ പോകും? നെഫ്രോളജിനെ കാണിക്കാൻ പോകും. സംഭവിക്കുക എന്താ? ഹാർട്ടിന് മെഡിസിൻ, കൊളസ്ട്രോളിന് മെഡിസിൻ, ട്രൈഗ്ലിസറൈഡിന് മെഡിസിൻ, ബ്ലഡ് പ്രഷറിന് മരുന്ന്, തൈറോയിഡിന് മരുന്ന്, കിഡ്നിക്ക് മരുന്ന്, ഓട്ടോഇമ്യൂൺ ഡിസോർഡർക്ക് മരുന്ന്, പിന്നെ വേറെ എന്തെങ്കിലും അലർജി പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മരുന്ന്. ഇതിലെല്ലാം കഴിച്ചിട്ട് ഗ്യാസ്ട്രിക് പ്രശ്നം ഉണ്ടെങ്കിൽ അതും മരുന്ന്, മലം പോവാനായിട്ട് മരുന്ന്. ആലോചിച്ച് നോക്ക്, നമ്മൾ ഈ മരുന്നിന് അടിമപ്പെട്ട് സംഭവിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിസിൻ ഡെസ്ട്രോയ്സ് ദ ഫങ്ഷൻസ് ഓഫ് ഓൾ ഓർഗൻസ്. ഈ സത്യാവസ്ഥ തിരിച്ചറിയുക. ദിസ് ഈസ് എ ഫാക്ട്, ദിസ് ഈസ് ദ ട്രൂത്ത്. മെഡിസിൻസ് നമ്മളെ അവയവത്തിന്റെ ഫങ്ഷൻസിനെ നശിപ്പിച്ച് കളയും. കാരണം എന്താ? അവയവം മൊരടിക്കാൻ തുടങ്ങും. അവയവത്തിന് പകരം ആര് കയറി ഫങ്ഷൻ ചെയ്യും? മെഡിസിൻസ് കയറി ഫങ്ഷൻ. മെഡിസിൻസ് ടേക്ക് ദ കൺട്രോൾ ഓഫ് അവർ ബോഡി. നമ്മളെ ശരീരത്തിന്റെ കൺട്രോൾ ആരെ കയ്യിലായി? കാരണം മരുന്നുകളെല്ലാം കഴിച്ചിട്ട് ആര് കയ്യിലായി? കംപ്ലീറ്റ് വർക്ക് ലോഡ് ചെയ്യുന്നത് ആരാ?
മെഡിസിൻ. 2 ദിവസം നമുക്ക് കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടാൻ തുടങ്ങും. 2 ദിവസം തൈറോയിഡിന് മരുന്ന് കഴിക്കാൻ സാധിച്ചില്ല, കൂടാൻ തുടങ്ങും. 2 ദിവസം നമുക്ക് ബ്ലഡ് പ്രഷറിന്, ഒരൊറ്റ ദിവസം ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വേർപ്പും ഭയങ്കര ചൂടും ഭയങ്കര അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങും. കാരണം എന്താ? മെഡിസിൻസ് ആണ് നമ്മളെ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത്. ആരാണ് ആക്ച്വലി കൺട്രോൾ ചെയ്യേണ്ടത്? ഈ കൺട്രോൾ ആർക്കാ കൊടുക്കേണ്ടത്? ലെറ്റ് us give it back to our organs. Let us give it back to our organs. ഇത് തിരിച്ച് ആർക്ക് കൊടുക്കണം? ഇത് തിരിച്ച് അവയവത്തിന് കൊടുക്കണം. ഒരു കിഡ്നി വിചാരിച്ചാൽ, കിഡ്നിക്ക് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ, കിഡ്നിക്ക് വേണ്ടുന്ന പോഷകങ്ങൾ കൊടുത്താൽ, കിഡ്നിക്ക് വേണ്ടാത്ത സംഗതികൾ കൊടുക്കാതിരുന്നാൽ, ഒരു പക്ഷേ നമുക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്ന 2 ഡയാലിസിസ് ആക്കി കൂടെ? ഫാറ്റി ലിവറിന് നിങ്ങൾ മെഡിസിൻ എടുക്കുന്നു, നിങ്ങൾ ട്രൈഗ്ലിസറൈഡിന് മെഡിസിൻ എടുക്കുന്നു, നിങ്ങൾ അതിനോടൊപ്പം തന്നെ ലിവർ സപ്ലിമെന്റ് എടുക്കുന്നു, അതിനോടൊപ്പം തന്നെ നിങ്ങൾ വ്യായാമം ചെയ്യുന്നു. ഒരു പക്ഷേ നിങ്ങളെ ലിവർ സെൽസ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 വരെ റിവേഴ്സിബിൾ ആണ്. വൺസ് ഇറ്റ് ഹാസ് റീച്ച്ഡ് ലിവർ സിറോസിസ് ഒരിക്കലും റിവേഴ്സിബിൾ അല്ല. തൊട്ടപ്പുറത്തെ റൂമില് എന്റെ ഫാദർ 18 കൊല്ലമായി, 18 ഇയേഴ്സ് ആയിട്ട് ലിവർ സിറോട്ടിക് ആണ്. ഈ ന്യൂട്രീഷൻ ഇൻഡസ്ട്രിയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം സർവൈവ് ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. ലിവർ സിറോട്ടിക് ആയിട്ട് 18 കൊല്ലം സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. പിന്നെ COPD മറ്റു അനുബന്ധ സംബന്ധമായ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. വേറെ എന്തൊക്കെ വരാനുള്ള കാരണം വേറെ ഒന്നുമല്ല, ചെയിൻ സ്മോക്കർ ആയിരുന്നു, ചെയിൻ ആൽക്കഹോളിക് ആയിരുന്നു, ക്രോണിക് ആൽക്കഹോളിക് ആയിരുന്നു, വേറെ ഒന്നുമല്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗിവ് ദ കൺട്രോൾ ബാക്ക് ടു അവർ ഓർഗൻ. നമ്മൾ ഓർഗൻസിന് കൺട്രോൾ ബാക്കി കൊടുക്കുക, ഓർഗൻസിന്റെ ബയോ എനർജി വർദ്ധിപ്പിക്കുക. ഒന്നുകൂടെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ, ഡെവലപ്പ് ദ സെൽസ് ഇൻസൈഡ് യുവർ ഓർഗൻസ്. ഇഫ് യു ക്യാൻ മേക്ക് വൺ സെൽ ഹെൽത്തിയർ, യു ക്യാൻ മേക്ക് ടിഷ്യൂസ് ഹെൽത്തിയർ. ഇഫ് യു ക്യാൻ മേക്ക് വൺ ടിഷ്യൂ ഹെൽത്തിയർ, ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ് കമ്പൈൻസ് an organ, you can make an organ healthier. If you can make an organ healthier, you can make your body system healthier. Endocrine system, muscular system, cardiovascular system, skeletal system, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. യൂറിനറി സിസ്റ്റം, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ശരീരത്തിന്റെ 10 സിസ്റ്റമാണ് നമ്മൾ ആകത്തുക നമ്മൾ ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് നമ്മളെ ഗെയിം കിടക്കുന്നത്? ഇഫ് യു ക്യാൻ മേക്ക് വൺ സെൽ ഹെൽത്തിയർ, ഒരു കോശത്തെ ഹെൽത്തി ആക്കി കൊണ്ടുവന്നാൽ ടിഷ്യൂസ് ഹെൽത്തി ആയി. ടിഷ്യൂസ് ഹെൽത്തി ആയാൽ പാൻക്രിയാസ് ഹെൽത്തിയായി, കിഡ്നി ഹെൽത്തിയായി, ലിവർ ഹെൽത്തിയായി, ബ്രെയിൻ ഹെൽത്തിയായി, ഹാർട്ട് ഹെൽത്തിയായി. ഹാർട്ട് ഹെൽത്തി ആയാൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം ഹെൽത്തിയായി. ബ്രെയിൻ ഹെൽത്തി ആയാൽ നമ്മളെ നെർവസ് സിസ്റ്റം ഹെൽത്തിയായി. കിഡ്നി ഹെൽത്തി ആയാൽ നമ്മളെ നമ്മൾ ഈ പറയുന്ന ന്യൂറോളജിക്കൽ സിസ്റ്റം, നമ്മൾ നെഫ്രോളജിക്കൽ സിസ്റ്റം നമ്മൾ ഹെൽത്തിയായി. എൻഡോക്രൈൻ ഓർഗൻസ് ആയിട്ടുള്ള പിറ്റ്യൂട്ടറി, തൈറോയ്ഡ് പോലത്തെ പ്രശ്നങ്ങൾ ഹെൽത്തി ആയി കഴിഞ്ഞാൽ എൻഡോക്രൈനോൺ സിസ്റ്റം ഹെൽത്തിയായി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഗിവ് ഇറ്റ് ബാക്ക് ടു വാട്ട്? എന്താണ് ഇതിന് വേണ്ടത്? എന്താണ് ആക്ച്വലി വേണ്ടത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് വേണ്ടുന്ന ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് എന്തൊക്കെ നമ്മൾ കഴിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, വിത്തിൻ 5 minutes നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇറ്റ്സ് ഓൾറെഡി 9:56. ഓക്കെ, ഫസ്റ്റ് സപ്ലിമെന്റ് ടു പ്രിസർവ് യുവർ ഹെൽത്ത്, ടു പ്രിസർവ് യുവർ ബോഡി, ടു പ്രിസർവ് യുവർ സെൽസ്, പ്രോട്ടീൻ. ഒരു സംശയമില്ല. കാരണം പ്രോട്ടീൻ കഴിക്കുന്നത് ജിമ്മിൽ പോണ ആൾക്കാർ മാത്രമല്ല കേട്ടോ. ഞാൻ പറഞ്ഞു, മസിൽ ഹെൽത്തി ആണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റന്റ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ മസിൽസിന് ഹെൽത്തി ആവണം. മസിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ട്രൈസെപ്സും ബൈസെപ്സും അല്ല. ഹാർട്ട് മസില്, ബ്രെയിൻ മസില്, ലിവർ മസില്, പാൻക്രിയാറ്റിക് മസില്, കിഡ്നി മസിൽസ്, ഇതെല്ലാം മസിൽസ് ആണ്. ഈ പറയുന്ന സെൽസിനെ, ഓർഗൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ആവശ്യമാണ്. ഓക്കെ, നമ്പർ 2, probiotics. Very, 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 very important underlined statement. Because if your gut is healthy, your body is healthy. Insulin resistance-നും അതേപോലെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സിനും ഏറ്റവും അൾട്ടിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ് ആണ്. സോ നിർബന്ധമായിട്ടും നമ്മളെ കോംബയോട്ടിക്സ് എല്ലാവരും, ഫോർ ദാറ്റ് മാറ്റർ, കോംബയോട്ടിക്സ് ഞാൻ ഉപയോഗിക്കണോ, എൻ്റെ മോന് കൊടുക്കാവോ, എൻ്റെ മോള് കൊടുക്കാവോ, എൻ്റെ ഫാദറിന് കൊടുക്കാവോ, ഒന്നും ചോദിക്കേണ്ട. XYZ, ഇഫ് യു ആർ എ ഹ്യൂമൻ ബീയിങ്, യു മസ്റ്റ് യൂസ് കോംബയോട്ടിക്സ്, അറ്റ്ലീസ്റ്റ് ഡെയിലി 1, അറ്റ്ലീസ്റ്റ്. ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ വർദ്ധിപ്പിക്കും, ഗ്ലൂക്കോസ് മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കും, ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കും, ഒരുപാട് ഹോർമോണൽ ഇംബാലൻസിന് നല്ലൊരു പരിഹാരമാണ്. നേരത്തെ പറഞ്ഞ ബോഡി ഫാറ്റ് വരെ നമ്മളെ
ഈ പറയുന്ന കോംബയോട്ടിക്സ് റെഡ്യൂസ് ചെയ്യും. കാരണം നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്ക് ഈസ്ട്രോജൻ ഡോമിനൻസ് ആണ് ഒരു കാരണം. ഇതൊക്കെ നമ്മളെ ഗട്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ടതാണ്. തേർഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻറ്റ്, ട്രേസ് മിനറൽസ്. ട്രേസ് മിനറൽസ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മിനറലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സിങ്ക്, സെലീനിയം, ക്രോമിയം ആൻഡ് അൾട്ടിമേറ്റ് ന്യൂട്രിയൻറ്റ് മഗ്നീഷ്യം. ഈ നാലിലും ഏറ്റവും ഇമ്പോർട്ടന്റ് മഗ്നീഷ്യം ആണ്. കാരണം മഗ്നീഷ്യം എന്ന് പറയുന്ന സംഗതി 300-ൽ കൂടുതൽ എൻസൈംസിന് പ്രവർത്തിപ്പിക്കാനുള്ള പവർ മഗ്നീഷ്യമിനുണ്ട്. ഏതെല്ലാം അസുഖങ്ങൾ നിങ്ങൾ കണക്ട് ചെയ്യുന്നുവോ ഈ എല്ലാ അസുഖത്തിന്റെയും പ്രധാനപ്പെട്ട ന്യൂട്രീഷന്റെ ഷോർട്ടേജ് ഏതാ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 3-ൽ വരുന്ന ഒരു ഷോർട്ടേജ് ന്യൂട്രിയന്റ് ആണ് മഗ്നീഷ്യം. സോ പീരിയഡ് ഡൺ ഡീൽ, മഗ്നീഷ്യം നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണം. നമ്മളെ ബ്രൂസ് ആൻഡേഴ്സൺ, ഡോക്ടർ ബ്രൂസ് ആൻഡേഴ്സൺ, നമ്മളെ CMDയുടെ മിനറൽ ഡ്രോപ്സിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ബ്രൂസ് ആൻഡേഴ്സൺ പറയുന്നത് നമ്മളെ മിനറൽ ഡ്രോപ്സിന്റെ 50% മഗ്നീഷ്യമാണ്. ബാക്കിയാണ് അതർ മിനറൽസ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിങ്കും സെലീനിയം ക്രോമിയം എല്ലാം അടങ്ങിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 7 to 8 ഡ്രോപ്സ് 3 times a day എങ്കിലും നമ്മൾ മിനറൽ ഡ്രോപ്സ് ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം എന്താ പറയുക, ക്രോണിക് ആയിട്ടുള്ള ഹാർട്ട് എയിൽമെന്റ് ഉള്ള ആള്, പ്രോബ്ലം ഉള്ള ആള്, ക്രോണിക് ആയിട്ട് കിഡ്നി പ്രോബ്ലം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കാം. മാക്സിമം പോയ ഒരു 1 ലിറ്റർ 1.25 ലിറ്റർ വെള്ളം കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും മിനറൽ ഡ്രോപ്സ് അളവ് കുറച്ച് കൂടുതൽ എത്തിക്കുക. ഡോക്ടർ ബ്രൂസ് ആൻഡേഴ്സൺ പറഞ്ഞത് നിങ്ങൾ 1 ലിറ്റർ വെള്ളത്തിൽ 20 മിനറൽ ഡ്രോപ്സ് എത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, മാക്സിമം പോയാൽ ലൂസ് മോഷൻ ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത്രയും സൈഡ് എഫക്ട് ഇല്ലാത്ത വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള സപ്ലിമെന്റ് ആണ് ഏത്, നമ്മളെ മിനറൽ ഡ്രോപ്സ്. ദെൻ പ്രോട്ടീനായി, പ്രോബയോട്ടിക്സ് ആയി, മിനറൽ ഡ്രോപ്സ് ആയി. ഫോർത്ത്, very very important as far as a diabetic patient is concerned, as far as a pre-diabetic patient is concerned, നിങ്ങൾക്ക് ഡയബറ്റിക് ആവണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മിനറൽ ഡ്രോപ്സിന്റെ കൂടെ നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ് വൈറ്റമിൻ ഡി. നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് സപ്ലിമെന്റ് ആണ് മഗ്നീഷ്യത്തിന്റെയും ക്രോമിയത്തിന്റെയും കൂടെ. മഗ്നീഷ്യത്തിന് ക്രോമിയത്തിന്റെ കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ വൈറ്റമിൻ ഡിക്ക് എഫക്ട് കൂടത്തുള്ളൂ. ഒബേസിറ്റിക്ക്, ബോഡി ഫാറ്റ് കുറയ്ക്കാൻ, ഇൻസുലിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കാൻ എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ആണ് വൈറ്റമിൻ ഡി. ദെൻ വൈറ്റമിൻ സി, നമ്മൾ സബ്ലിംഗ്വൽ സ്പ്രേ വൈറ്റമിൻ സി ഉണ്ട്. അംലനേക്കാൾ ഐ വുഡ് പ്രിഫർ വൈറ്റമിൻ സി ഡയറക്റ്റ് ചെയ്യാനാണ്. അംല ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു വൈറ്റമിൻ സി ആൻഡ് ദെൻ അബ്സോർപ്ഷൻ. ഇത് നമ്മൾ വൈറ്റമിൻ സി ഡയറക്റ്റ് അബ്സോർപ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ ടേക്ക് വൈറ്റമിൻ സി സബ്ലിംഗ്വൽ സ്പ്രേ. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ വർദ്ധിപ്പിക്കാൻ വൈറ്റമിൻ സി ഇസ് വെരി ഗുഡ്. ദെൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സീബക്ടോൺ. നമുക്കറിയാം സമുദ്രഖനി എന്ന് പറയുന്ന നമ്മുടെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന ഒരു സാധനം. മൃതസഞ്ജീവനി നമ്മൾ സീബക്ടോണിൽ വൈറ്റമിൻ സി ഉണ്ട്, സെലീനിയം ഉണ്ട്, സിങ്ക് ഉണ്ട്, മാഗ്നീഷ്യം ഉണ്ട്, അതേപോലെ തന്നെ പോളിഫെനോൾസ് ഉണ്ട്, 190ഓളം ബയോ ആക്റ്റീവ് കോമ്പണൻസ് ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിൽ പോലും 190 ബയോ ആക്റ്റീവ് കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പച്ചക്കറിയുടെ, ഞാൻ പറയും 10 നിറങ്ങളുള്ള പച്ചക്കറിയും പഴങ്ങളും കഴിച്ചാൽ കിട്ടുന്ന എഫക്റ്റ് ആണ് ഒരു സീബക്ടോണിൽ കിട്ടുന്നത്. ദാറ്റ് മച്ച് ഓഫ് ആന്റി ഓക്സിഡൻസിന്റെ കലവറയാണ് സീബക്ടോൺ. വെരി 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 എസെൻഷ്യൽ. ആൻഡ് സീബക്ടോണിൽ ട്രേസ് മിനറൽസ് വരെ ഉണ്ട്. സെലീനിയം, സിങ്ക്, മഗ്നീഷ്യം ഒക്കെ സീബക്ടോണിലുണ്ട്. വൈറ്റമിൻ സി ഉണ്ട്. ഓക്കെ, നിർബന്ധമായിട്ടും സീബക്ടോൺ കഴിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ പ്രിവെൻഷൻ ആണ്. ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ഡോസേജ് കൂടും. കോക്യൂട്ടൻ 30 വയസ്സ് കഴിഞ്ഞാൽ, ശരാശരി 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ തുടങ്ങും. മൈറ്റോകോൺഡ്രിയ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരും. നമ്മളെ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരും. പഴയതുപോലെ ഊർജ്ജമില്ല, പഴയതുപോലെ ആ ഒരു ഇത് കിട്ടുന്നില്ല എന്ന് പല ആൾക്കാരും പറയുന്നത് എന്തോന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമല്ല, മൈറ്റോകോൺഡ്രിയ ഫങ്ഷൻ ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾക്ക് നല്ല ഊർജ്ജക്കുറവുണ്ടെങ്കിൽ ഒരു ദിവസം 3 ക്യൂട്ടൻ വരെ കഴിച്ചാൽ 1 മാസത്തേക്ക്, പിന്നെ വേണമെങ്കിൽ 2 ക്യൂട്ടൻ ആക്കാം, പിന്നെ വേണമെങ്കിൽ 1 ക്യൂട്ടൻ ആക്കാം. നല്ല ഊർജ്ജക്കുറവുണ്ടെങ്കിൽ, ഹൈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കോക്യൂട്ടൻ വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്, വളരെ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് കോക്യൂട്ടന്റെ വേറൊരു ഗുണം നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, ഓർഗൻസിന്റെ എന്താ പറയാ, മെഡിസിൻസ് destroys the functions of organs and medicines take the workload of organs. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓർഗൻ ഡാമേജ് ഉണ്ടാവുന്നു. അതുകൊണ്ട് നമ്മൾ ഓർഗൻസിന്റെ വർക്കിംഗ് കപ്പാസിറ്റി കൂട്ടിക്കൊണ്ടുവരണം.
ഓർഗൻസ് നമ്മൾ ശരിയായ രീതിയിൽ പണ്ട് പ്രവർത്തിച്ചതുപോലെ ഒരു 20 വയസ്സുള്ളപ്പോ 25 വയസ്സുള്ളപ്പോ 30 വയസ്സുള്ളപ്പോ നിങ്ങളെ കിഡ്നി, ഹാർട്ട്, ലിവർ, ബ്രെയിൻ ഒക്കെ എങ്ങനെ ഫങ്ഷൻ ചെയ്തിരുന്നു ആ ലെവലിൽ തിരിച്ച് ഓർഗൻസിനെ ഫങ്ഷൻസിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ദ ഓൺലി വേ ഞാൻ പറയും കോക്യൂട്ടൻ, അല്ലാതെ വേറെ ഒരു രക്ഷയില്ല. കാരണം കോക്യൂട്ടൻ ആണ് ഓർഗൻസിന്റെ ബയോ എനർജി വർദ്ധിപ്പിക്കുന്നത്. ഓർഗൻസിനെ സംരക്ഷിക്കുന്നത് കോക്യൂട്ടൻ ആണ്. മൈറ്റോകോൺട്രിയൽ ഹെൽത്തിന് ഏറ്റവും എഫക്റ്റീവ് ആവുന്ന സാധനമാണ് കോക്യൂട്ടൻ. ഒരു സംശയമില്ല, കോക്യൂട്ടൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. ദെൻ omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് വളരെ സെൽ മെംബ്രെയിന്റെ ആരോഗ്യത്തിന്, കോശങ്ങളുടെ ഇൻസുലിൻ റിസപ്റ്റാസിന്റെ ഫങ്ഷൻസിന് omega-3 നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. ദെൻ ഇഫ് യു ആർ ഇൻ ഹൈപ്പർ ഇൻസുലിനീമിയ, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറെ കാലങ്ങളായിട്ടുണ്ട്, നിങ്ങൾ അറിയുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ എന്നെ ഒരു വ്യക്തി വിളിച്ചു. പണ്ട് നമ്മൾ കൂടെ പഴയ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നെ യാദൃശ്ചികമായിട്ട് വിളിച്ചു. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c കൊളസ്ട്രോളും ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് അയച്ചു. ഞാൻ പറഞ്ഞു, സുഹൃത്തെ നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒന്ന് പോയി ചെക്ക് ചെയ്യുന്നു പറഞ്ഞു. രാഘവജി, അത് ഞാൻ ചെക്ക് ചെയ്യണോ? ഫാസ്റ്റിംഗ് ഇൻസുലിൻ, മൂപ്പര് വലിയ തടിയൊന്നുമില്ല, ആള് ഫിറ്റാണ്, വലിയ കുഴപ്പമില്ല, ജിമ്മിലൊന്നും ഇപ്പൊ പോക്കില്ല, ഒരു 1-2 കൊല്ലമായിട്ട് ജിമ്മിലൊന്നും തീരെ പോക്കില്ല, സപ്ലിമെന്റ്സ് കഴിക്കുന്നത് വളരെ കുറവാണ്, സപ്ലിമെന്റ്സിനെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു, നിർബന്ധം നിങ്ങളൊന്ന് പോയിട്ട് ഫാസ്റ്റിംഗ്, ബ്ലഡ് ഷുഗർ ഒക്കെ നോർമൽ അല്ലേ സാറേ, എന്ത് ഞാൻ എടുക്കണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ പോയിട്ട് എടുക്കുക. അദ്ദേഹത്തിന്റെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ റിപ്പോർട്ട് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 30. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 95. 95 × 30 ഹോമയർ എത്രയായി? 8 അല്ല, 3200 ഡിവൈഡഡ് ബൈ 405 എന്ന് പറഞ്ഞാൽ ഹോമയർ 8ലേക്ക് പോയി. ഹോമയർ 8ലേക്കൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന എന്തോ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയും. അത് ഇപ്പൊ ഇതിലില്ല. അദ്ദേഹം കിറ്റായി പോയി ഞാൻ കണ്ടു. നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇദ്ദേഹത്തിലില്ല. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് മാത്രം. ഒരു പക്ഷേ പടച്ചവനായിരിക്കും അദ്ദേഹത്തിന് ഇന്ന് ആ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. 3 കുട്ടികളുണ്ട്, 4ാമത്തെ ഭാര്യ പ്രഗ്നന്റുമാണ്. ആലോചിച്ച് നോക്ക്. ഹോമയർ വളരെ കൂടുതലാണെങ്കിൽ സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഹോമയർ കൂടുതലുണ്ടെങ്കിൽ സഡൻ സ്ട്രോക്ക്, പെട്ടെന്ന് തലചുറ്റി വീണു മരിച്ചു പറഞ്ഞപ്പെടുന്ന സഡൻ, ഒരു കുഴപ്പമില്ല എന്ന് കാണാൻ മാത്രം, ബാക്കി ഉള്ളിൽ എന്താ കുഴപ്പമെന്നുള്ള ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ഒരാളും ലാഘവത്തോടുകൂടെ കാണരുത് ഫാസ്റ്റിംഗ് ഇൻസുലിന് നാളെ രാവിലെ തന്നെ പോയിട്ട് ചെക്ക് ചെയ്യാം. പിന്നെ പ്രിസർവ് യുവർ ലിവർ. ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഉണ്ട്. ഗ്രേഡ് 1 ഫാറ്റി ലിവറിന് നിങ്ങൾക്ക് ഒബേസിറ്റി ഉണ്ടാവില്ല കേട്ടോ. ഗ്രേഡ് 1 ഫാറ്റി ലിവറിന് ഒരു പക്ഷേ ബട്ടക്സ് ഫാറ്റ് കുറച്ചുണ്ടാവാം, ബെല്ലി ഫാറ്റ് കുറച്ചുണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ബെല്ലി ഫാറ്റ് വളരെ കുറവാണ്, എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് കണക്കാക്കുന്നുണ്ടെങ്കിൽ തെറ്റ്. LFT മാത്രം എടുത്താൽ പോരാ, നിങ്ങൾ അൾട്രാസൗണ്ട് അബ്ഡമൻ തന്നെ എടുക്കണം. അൾട്രാസൗണ്ട് അബ്ഡമൻ എടുത്താലേ നിങ്ങൾക്ക് ലിവർ ഫങ്ഷൻസ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നിർബന്ധമായിട്ടും അൾട്രാസൗണ്ട് അബ്ഡമൻ എടുക്കുക. ഇല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട, നിങ്ങൾ ലിവർ സപ്ലിമെന്റ് സ്റ്റാർട്ട് ചെയ്യുക, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് കുറയ്ക്കുക, നന്നായിട്ട് വ്യായാമം ചെയ്യുക. ദെൻ ഗ്രീൻ ടീ, നമ്മളെ വെസ്ലിം ടീ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട്. വെസ്ലിം ടീ ഞാൻ പറയാന്നുണ്ടെങ്കിൽ each and everyone must take. ഇറ്റ്സ് എ ഫൗണ്ടേഷൻ പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയും. വൈ? ബിക്കോസ് ഗ്രീൻ ടീ ഇസ് ദ നമ്പർ 1 ആന്റി ഓക്സിഡന്റ്. EGCG എന്ന് പറയും. EGCG ഒക്കെ എപ്പിഗാലോ കാറ്റച്ചിൻ ഗാലേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആണ്. വിസറൽ ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഇതിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുള്ള സാധനം വേറെ ഇല്ല. അതിൽ ഗ്രീൻ ടീന്റെ കൂടെ ഗ്രീൻ കോഫി ഉണ്ട്. ഗ്രീൻ ടീ നമ്മൾ ഫാറ്റ് കുറയ്ക്കുന്നു, ഗ്രീൻ കോഫി വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ കോഴിക്കോട് പ്രസന്റേഷനിൽ ഞാൻ ഈ സംഗതി പറഞ്ഞപ്പോൾ 2 ഡിസ്ട്രിബ്യൂട്ടർമാർ എന്നോട് ചോദിച്ചു, സാറേ ഇതിന് ഇത്ര ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. അമൃതാണ് സാധനം. ചൈനീസും ജാപ്പനീസും തീരെ ഒബേക്കല്ല. ലോകത്തിലെ ഏറ്റവും ഒബേസിറ്റി കുറഞ്ഞ രാജ്യമാണ് ചൈനീസും ജാപ്പനീസ്. ഏറ്റവും കൂടുതൽ ഹെൽത്ത് കൺസേൺ ആയിട്ടുള്ള ആൾക്കാരാണ് ജാപ്പനീസ്. ദേ യൂസ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ഗ്രീൻ ടീ. ബേസിക്സ് മറന്നു പോകരുത്. നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്. നമ്മുടെ കയ്യിൽ ഈ സാധനം വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ അലഞ്ഞ് ഞാൻ എന്താ ഉപയോഗിക്കണം എന്നുള്ളത്. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ടീ ആൻഡ് കോഫി, യു ടേക്ക് ഗ്രീൻ ടീ ഡെയിലി വിത്തൗട്ട് ആഡിങ് ഷുഗർ. വിത്തൗട്ട് ആഡിങ് ഷുഗർ ഐ എം ടോക്കിംഗ് യു. വിത്തൗട്ട് ആഡിങ് ഷുഗർ. ഷുഗർ എന്ന് പറഞ്ഞ സാധനം കണ്ടുപോകരുത്, ഉപയോഗിച്ചു പോകരുത്. ദെൻ കുർക്കുമിൻ വളരെ എഫക്റ്റീവ് ആണ്. കുർക്കുമിൻ ഈ പറയുന്ന ഡയബറ്റീസ് കൊണ്ടുണ്ടാവുന്ന മറ്റ് പാർശ്വഫലങ്ങളായിട്ടുള്ള ഓട്ടോഇമ്യൂൺ ഡിസോർഡർ, ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, കുർക്കുമിനെ പോലെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രൊഡക്റ്റ് വേറെ ഇല്ല സുഹൃത്തെ.
ഇൻഫ്ലമേഷൻ വന്ന് ഇൻഫ്ലമേഷൻ എവിടെ വേണമെങ്കിലും വരാം. ഹാർട്ടിൽ വരാം, ബ്രെയിനിൽ വരാം, ലിവറിൽ, ലങ്സിൽ, ജോയിന്റ്സിൽ, എവിടെ വേണമെങ്കിലും ഇൻഫ്ലമേഷൻ വരാം, നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരിക്കലും റിസ്ക് എടുക്കാൻ പറ്റില്ല. എബവ് 40 ഉള്ള ആൾക്കാരാണെങ്കിൽ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് നിർബന്ധമായിട്ടും കുർക്കുമിൻ സപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഐ വുഡ് സജസ്റ്റ് ഗ്ലൂക്കോ ഹെൽത്ത് ആൻഡ് നീം. ഡയബറ്റീസ് എന്ന് കേൾക്കുമ്പോൾ എന്താ പറയാ, ഉടനെ തന്നെ ഗ്ലൂക്കോ ഹെൽത്തിലേക്ക് നീമിലേക്കോ അല്ല പോകേണ്ടത്. എല്ലാ പാരാമീറ്റേഴ്സും ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അതിൽ നമ്പർ 1 പാരാമീറ്റർ ആണ് HOMA-IR. പിന്നെ ബോഡി കണ്ടീഷൻ എങ്ങനെയുണ്ട് നോക്കണം, ബോഡിയുടെ ഫാറ്റ് ആണോ മസിൽസ് ഉണ്ടോ എങ്ങനെയുണ്ട് നോക്കണം. അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ ഈ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യേണ്ടത്. എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യാൻ പറയാ. കഴിയുമെങ്കിൽ ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ഏതെങ്കിലും നിങ്ങൾ വീട്ടിനടുത്തുള്ള എവിടെയെങ്കിലും ജിമ്മിൽ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുക നിർബന്ധമായിട്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്റെ ഈ അടിവയറിന്റെ ഫ്ലാറ്റ് ഇല്ലേ, ഈ ഫാറ്റ് ഈ ഇടയിൽ കഴിഞ്ഞ ഒരു 6 മാസമായിട്ടാണ് കുറഞ്ഞത്. ഞാൻ എന്റെ 6ാമത്തെ റിന്യൂവലാണ് ഞാൻ ഈ ജൂലൈയിൽ ചെയ്യാൻ പോകുന്നത് ജിമ്മിന്. അതിൽ കോവിഡ് കുറച്ച് ഗ്യാപ്പ് വന്നു, ഒരു 5-8 മാസത്തോളം ഗ്യാപ്പ് വന്നു. പിന്നെ അമ്മയ്ക്ക് കുറച്ച് അസുഖമായതുകൊണ്ട് ഒരു 3-4 മാസം അങ്ങനെ ഗ്യാപ്പ് വന്നല്ലാതെ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഞാൻ ജിമ്മ് ഹിറ്റ് ചെയ്യാറുണ്ട്. ചില ആഴ്ച 5 ദിവസം പോകുന്നു, ചില ആഴ്ച 6 ദിവസം ജിമ്മ് ഹിറ്റ് ചെയ്യാറുണ്ട്. എന്റെ വൈഫ് പറയും, നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങൾ ജിമ്മിനെയാന്ന് പറയും. കാരണം ഐ ലവ് മൈ ബോഡി. ഫസ്റ്റ് ലവ് യുവർ ബോഡി മൈ ഫ്രണ്ട്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. അപ്ലൈനെയും ഡൗൺലൈനെയും വയറിനെയൊക്കെ സ്നേഹിക്കണം, ശരിയാണ്. പ്രൊഡക്റ്റിനെ എല്ലാം സ്നേഹിക്കണം. ആദ്യം സ്വന്തം ശരീരത്തെ ഒന്ന് സ്നേഹിക്കുക. സ്വന്തം ശരീരം മറന്ന് വേറെ ഒന്നും ചെയ്യരുത്. കുറെ എക്സസൈസ് ക്യാൻ ഫോർഗെറ്റ് എ ലോട്ട് ഓഫ് സിൻസ് എന്ന് പറയും. നമ്മൾ ചെയ്ത അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ അത് വ്യായാമമാണ്. ഇപ്പൊ നമ്മൾ ഹിന്ദുക്കളിൽ നമ്മൾ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാര പൂജ അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങൾ നടത്താൻ വേണ്ടി പറയും. ആ അമ്പലത്തിൽ പോയിട്ട് വഴിപാട്, ഈ അമ്പലത്തിൽ പോയിട്ട് വഴിപാട്. ഞാനൊന്നും വലിയ വിശ്വസിക്കുന്ന ആളല്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. ഈ പറയുന്ന എല്ലാ അനാരോഗ്യകരമായിട്ടുള്ള ചെയ്ത്തുകളുടെയും എന്തൊക്കെ അനാരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിച്ചു. എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക. ഞാൻ എൻ്റെ ഹെൽത്തിനെ നെഗറ്റീവായിട്ട് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഞാൻ ഇന്ന് ചെയ്തു. അതിനെല്ലാത്തിൻ്റെയും പരിഹാരമാണ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യാൻ. നടത്തം മാത്രം പോരാ. നടത്തം നല്ലതാണ്, ഞാൻ ഇല്ല എന്നല്ല പറഞ്ഞത്. നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബോഡി ഫാറ്റ് കുറയും, അതോടൊപ്പം തന്നെ മസിൽ ലോസും ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നടത്തം മാത്രം പോരാ, അതിന്റെ കൂടെ കുറച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ യൂട്യൂബൊക്കെ കാണുന്നത് വെറുതെ റീൽസും മറ്റേതൊക്കെ കാണുന്നത് ആർക്കൊക്കെയോ കാശ് സമ്പാദിക്കാനുള്ളതാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ഒന്ന് കാണണം. അതിൽ ഇഷ്ടംപോലെ സംഗതികളുണ്ട്. ഹോം വർക്കൗട്ട്, ഒരു ഡംബിൾസും യൂസ് ചെയ്യാതെ കണ്ട് ഹോം വർക്കൗട്ട്. ഞാനൊക്കെ ലോക്ക്ഡൌൺ സമയത്ത് 2 ലിറ്ററിന്റെ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടാണ് ഡംബിൾ ആയിട്ട് യൂസ് ചെയ്തിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. ലോക്ക്ഡൌൺ സമയത്ത് റെസിസ്റ്റൻസ് ബാൻഡ് വാങ്ങാൻ കിട്ടും. 700 രൂപയ്ക്ക് റെസിസ്റ്റൻസ് ബാൻഡ് വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളെ വീട്ടിലെ ജനലിന്റെ കമ്പിയിൽ കെട്ടിയിട്ട് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ബാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂട്യൂബ് നോക്കിയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനൊക്കെ സാധിക്കും. സ്ക്വാട്ടിങ്ങും ലഞ്ചസും ചെസ്റ്റ് വർക്കൗട്ടും ബാക്ക് വർക്കൗട്ടും ഡെഡ് ലിഫ്റ്റും എല്ലാം അതിൽ തന്നെ എടുക്കാൻ സാധിക്കും. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ വീട്ടിലിരുന്നാൽ വേറെ പ്രശ്നമുണ്ട്, നമുക്ക് മടി കൂടും. ജിമ്മിൽ പോയാലോ ഡിസിപ്ലിൻഡ് ആവും. അതുകൊണ്ടാണ് ജിമ്മിലേക്ക് പോകാൻ പറയുന്നത്. അറ്റ്മോസ്ഫിയർ തന്നെ ചേഞ്ച് ആവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ വുഡ് റെക്കമെൻഡ് ഈച്ച് ആൻഡ് എവറിബഡി. 67 വയസ്സായ ചേച്ചി വരുന്നുണ്ട്, 73 വയസ്സായ ഡോക്ടർ ഫാദർ വരുന്നുണ്ട് ജിമ്മിൽ. അതേസമയം 8 വയസ്സായ പയ്യനും ജിമ്മിൽ വരുന്നു. സോ നിങ്ങളെ ശരീരത്തെ സ്നേഹിക്കുക. ശരീരത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന്റെ കോശങ്ങൾ ഹെൽത്തി ആവും, ഓർഗൻസ് ഹെൽത്തി ആവും, സിസ്റ്റം ഹെൽത്തി ആവും. നമുക്ക് ശരീരത്തിന് പയ്യെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അളവുകളെല്ലാം കുറയ്ക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വരെ സാധിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മളെ ശരീരത്തെ എത്തിക്കാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പ്രവർത്തനം കൂടെ ആവശ്യം. എന്തായാലും ഇത്ര നേരം സഹിച്ച 10:13 ഞാൻ പറഞ്ഞതിനേക്കാൾ ഒരു 12-13 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ജ്യോതി സാർ ഇതിന് മുന്നേ എന്നെ വിളിച്ചു പറഞ്ഞു സെഷൻ തുടങ്ങുന്നതിന് മുന്നേ സമയം ഒരു പാരാമീറ്റർ അല്ല കണക്കാക്കേണ്ട, എടുത്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് കുറച്ച് ആവേശം മൂത്ത് ഞാനൊരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തു പോയതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. പ്രസന്റേഷനോടെ സ്റ്റോപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. താങ്ക് യു സാർ. 1.25 മണിക്കൂർ ഏകദേശം അല്ലേ? എത്രത്തോളം നമുക്ക് വേണ്ടി ഇത്രയും അറിവുകൾ തന്നെ
രാഘവ സാറിന് നമുക്ക് ഒരുപാട് നന്ദി. ചാറ്റ് ബോക്സിലൂടെ വരുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ചോദിക്കണോ ഹാൻഡ് റൈസ് ചെയ്യുകയാണെങ്കിൽ അൺമ്യൂട്ട് ആക്കി തരാം. പെട്ടെന്ന് ചെയ്യിക്കോട്ടെ. ഹാൻഡ് റൈസ് ചെയ്യാനും അൺമ്യൂട്ട് ആക്കി തരാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ വരാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഷാജി സാർ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. സബ്രീന, എന്താണ് ഡൗട്ട്? ടൈപ്പ് ചെയ്യാൻ ടൈം എടുക്കും, അവരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കും. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. സബ്രീന, ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ മാതിരിയാണ്. പല ആൾക്കാരും പറയുന്നത് സാറിനെ ഇനിയും പ്രതീക്ഷിക്കുന്നതെന്ന്. കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ട്, ഈ ആഴ്ച എന്നെ കണ്ട്, അടുത്ത ആഴ്ച എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മടുക്കും. ഇതേപോലെയാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഇൻസുലിൻ, നിങ്ങളുടെ ശരീരത്തിന്റെ കോശങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ഈ കാർബോഹൈഡ്രേറ്റ് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ നിങ്ങളുടെ ശരീരത്തിന്റെ കോശങ്ങൾ മടുക്കും. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് രാഘവനെ കണ്ടാൽ നിങ്ങൾ തന്നെ ഈ ചങ്ങാനാണ്, വേറെ ആരും ഇല്ലെന്ന് ചെയ്യും. ചോദിച്ചോളൂ. ആ ചോദിച്ചോ. എന്താണ്? എന്റെ പേര് ബാബു, ബാലുശ്ശേരിയാണ്. അതായത് മസിൽ ലോസ് വരുന്നത് എന്തുകൊണ്ടാണ്? മസിൽ ലോസ് വരാനുള്ള കാരണം പലതരത്തിലും ഓട്ടോഇമ്യൂൺ ഡിസോർഡർ വരാം. ഡയബറ്റീസ് ഉണ്ടോ? പ്രമേഹം ഉണ്ടോ? ഇല്ല. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്തിരുന്നോ? ഇൻസുലിൻ ചെക്ക് ചെയ്തില്ല. ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്ത് നോക്ക്. നിങ്ങൾ ഹൈപ്പർ ഇൻസുലിനീമിയ ആയിരിക്കും. ഹൈപ്പർ ഇൻസുലിനീമിയ മസിൽ ലോസ് ഉണ്ടാക്കും. മഗ്നീഷ്യം ഷോർട്ടേജ് മസിൽ ലോസ് ഉണ്ടാക്കും. പ്രോട്ടീൻ ഷോർട്ടേജ് മസിൽ ലോസ് ഉണ്ടാക്കും. വൈറ്റമിൻ ഡി ഷോർട്ടേജ് മസിൽ ലോസ് ഉണ്ടാക്കും. ട്രേസ് മിനറൽസ് എന്തെല്ലാം കുറെ ഉണ്ടെങ്കിൽ അതും മസിൽ ലോസ് ഉണ്ടാക്കും. മഗ്നീഷ്യം, പ്രോട്ടീൻ ആൻഡ് വൈറ്റമിൻ ഡി ആണ് പ്രധാനമായിട്ടും ഇതിൽ. പ്രത്യേകിച്ച് മഗ്നീഷ്യം ആൻഡ് പ്രോട്ടീൻ ആണ് മസിൽ ലോസിന് പ്രധാനമായിട്ടും ഉണ്ടാവുന്നത്. മസിൽസിന് പ്രിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. മസിൽസിന് പകരം ഫാറ്റ് അടഞ്ഞുകൂടിയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസിൽസിനെ ടോൺ ചെയ്യേണ്ട ആവശ്യമാണ്. നിങ്ങൾ ഇമീഡിയറ്റ് ആയിട്ട് നിങ്ങൾ പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുക. ഹൈപ്പർ ഇൻസുലിനീമിയ ആവാനാണ് സാധ്യത. പ്രീ ഡയബറ്റിക് ആയിരിക്കാം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എത്ര ഉണ്ട് നോക്കിയിരുന്നോ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 97. എത്ര? 97. 97. SBA1C നോക്കിയിരുന്നോ? 3 month ആവറേജ്? ഇല്ല. അത് ചെക്ക് ചെയ്യണം. SBA1C 3 month ആവറേജ് നോക്കണം. ഫാസ്റ്റിംഗ് ഇൻസുലിൻ പോയി ചെക്ക് ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഹൈപ്പർ ഇൻസുലിനീമിയ ആയിരിക്കാം. അതുകൊണ്ടാണ് മസിൽ ലോസ് ഉണ്ടാവുന്നത്. പിന്നെ ഏജ് ഈസ് ഓൾസോ എ ഫാക്ടർ. പിന്നെ വേറെ അതർ പാരാമീറ്റേഴ്സും ഉണ്ട്. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയും. ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന പ്രതിരോധം, നമ്മളെ പ്രതിരോധ ഡിപ്പാർട്ട്മെന്റ് എവിടെ വേണമെങ്കിലും ആക്രമിക്കാം. ഗട്ടിൽ ആക്രമിക്കാം, തൈറോയിഡിൽ ആക്രമിക്കാം, ബ്രെയിൻ സെൽസിനെ ആക്രമിക്കാം, ഹാർട്ടിനെ ആക്രമിക്കാം, മസിൽസിനെ ആക്രമിക്കാം, എവിടെ വേണമെങ്കിലും ആക്രമിക്കാം. അത് കാരണം മസിൽ ലോസ് ഉണ്ടാവും. സാർ വേറൊരു ചോദ്യം കൂടെ. അതായത് എന്റെ ഒരു സുഹൃത്ത് 2 വർഷമായിട്ട് മസിൽ ലോസ് ആയിട്ട് കിടക്കുകയാണ്, കുഴഞ്ഞു കിടക്കുകയാണ്. അതിന് ഡിസ്ട്രോഫി ആണോ? അതെ. ഡിസ്ട്രോഫി ആണോ? അതെ. മസ്കുലർ ഡിസ്ട്രോഫി ആണോ? അതെ. ഓ, ജനറ്റിക് ഡിസോർഡർ ആണ് അത്. ഒരു ജസ്റ്റ് ഒരു പറച്ചല് കൊണ്ട് നമുക്ക് നടക്കില്ല. എന്റെ നമ്പർ നിങ്ങൾ അപ്ലയൻസിന്റെ അടുത്ത് നിന്ന് വാങ്ങുക. നിങ്ങൾ നേരിട്ട് നമുക്ക് വാട്സപ്പിൽ സംസാരിക്കാം. അതായിരിക്കും ബെറ്റർ. ഇറ്റ്സ് എ ലോങ് ട്രീറ്റ്മെന്റ്. വൈറ്റമിൻ ഡി 2 വർഷമായിട്ട് ട്രീറ്റ്മെന്റിലാണ്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനില്ല. അതില് പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിൽ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനില്ല. മഗ്നീഷ്യം വളരെയധികം ഗുണം ചെയ്യും. മറ്റെങ്കിൽ നമ്മളെ CMDയുടെ കൂടെ തന്നെ മഗ്നീഷ്യം പമ്പ് ചെയ്യാം, മഗ്നീഷ്യം ലോഡ് ചെയ്യാം. ഏതെങ്കിലും നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ട് നമുക്ക് നല്ല മഗ്നീഷ്യം നമുക്ക് വേണമെങ്കിൽ പമ്പ് ചെയ്ത് കയറ്റാം. മഗ്നീഷ്യം നന്നായിട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ മസിൽ ലോസിന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ ലോഡഡ് മഗ്നീഷ്യം കൊടുക്കണം. വേറെ എന്തൊക്കെയോ ചാറ്റ് ബോക്സിലായിരിക്കും എന്തൊക്കെയോ ചോദിച്ചിരുന്നു. ഒരു മിനിറ്റ്, ചാറ്റ് ബോക്സ് എടുക്കട്ടെ. തൈറോയിഡ് വരുന്നത് എന്തിന്റെ കുറവുകൊണ്ടാണ്? തൈറോയിഡ് വരുന്നത്, തൈറോയിഡിന്റെ ഒരു സെഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്കത് അതിൽ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എല്ലാം വരുന്നുണ്ട്. അതിൽ ഗ്ലൂട്ടനും നമ്മളെ ഗട്ട് ഹെൽത്തും എല്ലാം വരുന്നുണ്ട്. അതിൽ നമ്മൾ കുറെ പാരാമീറ്റേഴ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് തൈറോയിഡിന്. പ്രധാനമായിട്ടും എന്താ പറയുക, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി,
omega 3 ഇതിന്റെയൊക്കെ ഷോർട്ടേജ് കൊണ്ടാണ് തൈറോയ്ഡ് ഡിസോർഡർ വരുന്നത്. ഓട്ടോമിൻ ഡിസോർഡർ ആയിട്ടാണ് തൈറോയിഡിനെ കാണപ്പെടുന്നത്. ഓട്ടോമിൻ ഡിസോർഡർക്ക് ഏറ്റവും നല്ലത് ഇമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് സപ്ലിമെന്റ് ആണ്. സിബക്ടോൺ, വൈറ്റമിൻ ഡി ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. പിന്നെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യണം. കോംബയോട്ടിക്സ് നിർബന്ധമായിട്ടും വേണം. അതിന്റെ കൂടെ നമുക്ക് ശതാവരി പോലത്തെ ഫോളിക് ആൻഡ് അയൺ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്പൈനൽ കോഡിന്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്ക് ജിമ്മിൽ കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സ് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങളെ ഏജ്, എത്തരത്തിലുള്ള സർജറിയാണ് ചെയ്തത് എന്നൊക്കെ നോക്കണം. അത് നിങ്ങൾ ജിമ്മിലെ ട്രെയിനറായിട്ട് സംസാരിക്കും. നിങ്ങൾ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ ട്രെയിനറായിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 2019 ഏപ്രിൽ 1-ാം തീയതിയാണ് ഞാൻ ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അറ്റ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം എനിക്ക് ക്രോണിക് ബാക്ക് പെയിൻ ആയിരുന്നു. 2 വീലർ വരെ മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. വളരെയധികം ബാക്ക് പെയിൻ ആയിരുന്നു. നമ്പർ 3, നമ്പർ 4, നമ്പർ 5 ക്രോണിക് ബാക്ക് പെയിൻ ആയിരുന്നു. എന്നെ ട്രെയിനർ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, മോനാട്ടനാണ്. അദ്ദേഹം ഇവിടെയാണ്, കരുവാരക്കുണ്ടാണ് വീട്. മോനാട്ടാണ് ആദ്യം എന്നെ ട്രെയിൻ ചെയ്ത്. അദ്ദേഹം ആദ്യം എന്നെ കൊണ്ട് ചെയ്യിച്ചത് ഡെഡ് ലിഫ്റ്റ് ആണ്. പ്ലെയിൻ ബാറിൽ ഡെഡ് ലിഫ്റ്റ്. ഞാൻ പറഞ്ഞു, മോനാട്ട കൊല്ലരുത് മോനാട്ട പ്ലീസ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇതിനെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്ക് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുക. നിങ്ങൾ ഏതിനെയാണോ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നത് അതിന്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഗതി നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സ്പൈനാണ് പ്രശ്നമെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ഒന്നും സ്പൈനിനെ എഫക്ട് ചെയ്യുന്നില്ല കേട്ടോ. ഈവൻ നമ്മൾ ഡെഡ് ലിഫ്റ്റ് എടുക്കുന്നത് വരെ സ്പൈന് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സ്പൈനിന്റെ മസിൽസിനെയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ സ്പൈനിന് ഒരിക്കലും നമുക്ക് ലോഡ് കൊടുക്കുന്നില്ല. അത് തെറ്റിദ്ധാരണയാണ്. നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഊരവേദനയൊക്കെ കൂടുതൽ വരുമെന്ന് ചോദിച്ചാൽ വെറും തെറ്റിദ്ധാരണയാണ്. ഊരയ്ക്കല്ല നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്, ഹിപ്പിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ലോഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ യു ആസ്ക് യുവർ ട്രെയിനർ, എനിക്ക് ഇന്നെല്ലാം പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും, എന്തെല്ലാം ഞാൻ ഒഴിവാക്കണം. കാൽഷ്യം വിത്ത് വൈറ്റമിൻ ഡി, കാൽഷ്യത്തിന്റെ അബ്സോർപ്ഷനും വൈറ്റമിൻ ഡി രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ഒരുമിച്ച് കഴിച്ചാൽ എഫക്റ്റീവ് ആണ്. അലോങ് വിത്ത് വൈറ്റമിൻ മഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ ഡി ആൻഡ് മഗ്നീഷ്യം മൂന്നും പരസ്പര പൂരകങ്ങളാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻ നോർമൽ കണക്കില്ല. എന്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 69 ആയിരുന്നു. മാർച്ച് 31 ആണ് ഞാൻ ലാസ്റ്റ് ടൈം ചെക്ക് ചെയ്ത്. എന്റെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ 5.8 ആയിരുന്നു. 69 into 5.8 എന്ന് പറഞ്ഞാൽ എന്റെ ഹോം IR 1.3, 1.4 ആണ് എന്റെ ഹോം IR. ദാറ്റ് മീൻസ് ഒരു കുഴപ്പമില്ല. അപ്പം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിനും പാരാമീറ്റർ ഇല്ല. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു പക്ഷേ 120 ആവാം. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 4 or 5 ഉള്ളുവെങ്കിൽ പോലും നിങ്ങളുടെ ബോഡി ഹെൽത്തി ആണെന്ന് അർത്ഥം. യു ആർ നോട്ട് ഈവൻ പ്രീ ഡയബറ്റിക്, യു ആർ നോട്ട് ഈവൻ ഹൈപ്പർ ഇൻസുലിനീമിയ, യു ആർ നോട്ട് ഈവൻ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതുകൊണ്ട് ബ്ലഡ് ഷുഗർ മാത്രം പാരാമീറ്റർ കണക്കാക്കാൻ പറ്റില്ല, ഫാസ്റ്റിംഗ് ഇൻസുലിൻ മാത്രം പാരാമീറ്റർ കണക്കാക്കാൻ പറ്റില്ല. വി ഹാവ് ടു കൺസിഡർ ബോത്ത്. രണ്ടും കൂടെ കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കൂടെ ചെക്ക് ചെയ്യാനായിട്ട്. സാറേ 3 കാര്യം അത്യാവശ്യം ചെക്ക് ചെയ്യുന്നതിനകത്ത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ഇൻസുലിൻ, അതിന്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞാൽ HbA1c. ഓക്കെ, താങ്ക് യു സർ. ഞാൻ ഇട്ടിട്ടുണ്ട്. മീൽസ് കഴിഞ്ഞാൽ ഷുഗർ, സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? ക്രേവിങ്സ് കൂടുതലുള്ളത് കൊണ്ടാണ്. ഈ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടെങ്കിൽ ക്രേവിങ്സ് കൂടും. ആക്രാന്തി എന്നൊക്കെ പറയില്ലേ, മധുര പലഹാരങ്ങളോടുള്ള എനിക്കുണ്ടായിരുന്നു ആദ്യം. എന്തെങ്കിലും ചോറ് ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മധുരം കഴിക്കാൻ തോന്നും. വീട്ടിൽ അച്ഛൻ എപ്പോഴും ഈ വേറെ എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് വാങ്ങി വെക്കും. ഇപ്പോൾ അച്ഛൻ 2 മാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങാത്തതുകൊണ്ട് ആ സംഗതി വീട്ടിൽ വാങ്ങി വെക്കില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ക്രേവിങ് അത് ഹാബിറ്റ് ആക്കിയാലാണ് പ്രശ്നം. ആ ഹാബിറ്റ് ഒന്ന് പുറത്തേക്ക് ചാടിയാൽ ഒരു പ്രശ്നമില്ല. ഈ കുറുക്കുമിൽ എല്ലാ ലൈഫ് ടൈം കഴിക്കാവോ സാറേ? ഏറ്റവും ബെസ്റ്റ് ലൈഫ് ടൈം കഴിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഓക്കെ, താങ്ക് യു സാർ. All depends on Gandhiji. If you have Gandhiji, you take, no problem. നട്ടെല്ല് പൊടിഞ്ഞതിന് ഓപ്പറേഷൻ കഴിഞ്ഞ ഫ്രണ്ടിന്റെ അമ്മ ഉണ്ട്, അവർക്ക് ഏത് സപ്ലിമെന്റ് കൊടുക്കാൻ സാധിക്കും? നിങ്ങൾ MRI സ്കാൻ റിപ്പോർട്ട്, നിങ്ങളെ സർജറി, പോസ്റ്റ് സർജറി റിപ്പോർട്ട്, ഡിസ്ചാർജ് സമ്മറി എല്ലാം കിട്ടണേ. അത് ഇങ്ങനെ ജസ്റ്റ് ഒരു ഇത് മാത്രം നട്ടെല്ല് ഒടിഞ്ഞു പോയ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് റിപ്പോർട്ട്സ് വേണം. MRI, നിങ്ങളെ സർജറി എന്തൊക്കെ ചെയ്തു, പോസ്റ്റ് സർജറി റിപ്പോർട്ട്സ്, ഡിസ്ചാർജ് സമ്മറി എല്ലാം വേണം. വേറെ
ഫാറ്റി ലിവർ, തൈറോയിഡ് എന്തായാലും സപ്ലിമെന്റ് എടുക്കണം. PCOD. ഓക്കെ. വേറെ സംശയങ്ങളൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈൻസ് ത്രൂ നിങ്ങൾ വാട്സാപ്പിൽ നമ്പർ വാങ്ങുക. വാട്സാപ്പിൽ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് വിടുക. നിങ്ങൾ മെഡിക്കൽ റിപ്പോർട്ട്സ് അയക്കുക. നിങ്ങൾക്ക് മാക്സിമം സർവീസ് നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. ഓക്കെ. വിഷ് യു വെൽത്ത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഏകദേശം 2 മണിക്കൂറിനടുത്ത് നമുക്ക് നമ്മളോടൊപ്പം ഉണ്ടായി സാർ. ഇതുപോലെ ഇനിയും നമുക്ക് വലിയൊരു സെഷനായിട്ട് സാർ വീണ്ടും വരുന്നുണ്ടാവും. ഓക്കെ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.